ഹായ്, കേൾക്കാമോ കുട്ടികളെ? എല്ലാവരും വരട്ടെ, വേഗം വായോ. യെസ്, എപ്പോൾ സ്റ്റാർട്ട് ചെയ്താ? ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. 20th man, വി ആർ സ്റ്റാർട്ടിങ്. നമ്മൾ അങ്ങനെ യാതൊരു ഡിലേയും ഇല്ല. യെസ്, ഹായ്. വേഗം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തോ. നമുക്ക് വേഗം എന്ത് ചെയ്യാം, 3 പാഠത്തിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഒന്നുമില്ല. ഞാൻ ഇന്ന് നീറ്റ് എക്സാമിന് ചോദിച്ച ചോദ്യങ്ങൾ തന്നെയാണ് ചോദിക്കാൻ പോകുന്നത്. അത് നമ്മൾ ടോപ്പിക് വൈസ് ടോപ്പിക് വൈസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ അതിലെ കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഏകദേശം ഈ പാഠത്തിൽ നിന്ന് എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ള ഒരു ഏകദേശ ധാരണ നമുക്ക് കിട്ടും. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്തിനാണ് നമ്മളിങ്ങനെ നീറ്റ് ഗാല എക്സാം അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് ലൈവുകൾ തരുന്നത് എന്നുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാവും. ഞാൻ ആദ്യം നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കാം. ആരാണ് ഒരു മത്സരത്തിൽ വിജയിക്കുക? അതിപ്പോൾ സ്പോർട്സ് ആവട്ടെ അല്ലെങ്കിൽ ഇതേപോലത്തെ മത്സര പരീക്ഷകളാവട്ടെ, ആരാണ് വിജയിക്കുന്നവൻ? ഉറപ്പായും നമ്മുടെയൊക്കെ ഉത്തരം ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ആൾ, ആത്മവിശ്വാസമുള്ള ആളാണ് വിജയിയാവുന്നത്. നമുക്ക് എങ്ങനെയാണ് കോൺഫിഡൻസ് വരിക? നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ കാര്യം നമ്മളൊന്ന് പരിശ്രമിച്ച് നോക്കണം. ഒരു കുളത്തിൻ്റെ കരയിലിരുന്നിട്ട് എനിക്ക് നീന്താനുള്ള ആത്മവിശ്വാസം വേണമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ അത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്താലേ, പരിശ്രമിച്ചാലേ നമുക്ക് അതിനുള്ള ആത്മവിശ്വാസം ഉണ്ടാവുള്ളൂ. ഇനി ആ ആത്മവിശ്വാസം കിട്ടണമെങ്കിൽ, പരിശ്രമം വേണമെങ്കിൽ, പരിശ്രമം നടത്താൻ എപ്പോഴും നമുക്ക് പരിശീലനം വേണം. അപ്പോൾ വിജയിയാവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കൃത്യമായ പരിശീലനമാണ്. നമ്മൾ എഴുതാൻ പോകുന്നത് നീറ്റ് എക്സാമാണ്. കഴിയാവുന്ന അത്ര നീറ്റ് എക്സാം മോഡൽ പേപ്പറുകൾ നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കണം. നമ്മളെ തന്നെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ കാണാത്ത ഒരു ചോദ്യം പോലും മെയ് 7-ാം തീയതി നിങ്ങൾ കാണാൻ പാടില്ല. ഇതാണ് ഡോപ്പയുടെ നിങ്ങൾക്ക് വേണ്ടി ഓഫർ ചെയ്യുന്ന കാര്യം. അതിന് സീരീസ് ഓഫ് എക്സാംസുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ 2-ാം തീയതി നീറ്റ് ഗാല എക്സാം നടക്കുകയാണ്. നീറ്റ് ഗാല എക്സാമിന് നിങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. എല്ലാവരും എഴുതാം. എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുത്തോ. നമ്മൾ ഓരോ പാഠമായിട്ട് മുന്നോട്ട് പോവാണ്. നമ്മൾ ഇന്ന് പറഞ്ഞിരിക്കുന്നത് 3 പാഠമാണ്. ബുള്ളറ്റ് സീരീസാണ്. 3 പാഠത്തിൽ 1 സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ആണ്, വലിയ പാഠമാണ്. 2 തെർമോഡൈനാമിക്സ്, 3 ഒരു കുഞ്ഞു പാഠമാണ് റിഡോക്സ്. ഇതിലെ ഓരോ പാഠത്തു നിന്ന് 20-30 ക്വസ്റ്റ്യൻസായി നമുക്ക് ഡിസ്കസ് ചെയ്ത് ഈ പാഠം മുഴുവൻ നമുക്ക് എന്ത് ചെയ്യാം, സെറ്റാക്കാം. അപ്പം നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള പാഠം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്കതിനെ പല ഭാഗങ്ങളാക്കി തിരിക്കാം. അതിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് മാറ്റർ സോളിഡും ലിക്വിഡും ഗ്യാസുമായി എക്സിസ്റ്റ് ചെയ്യുന്നത് 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും തെർമൽ എനർജിയും തമ്മിലുള്ള ഇൻ്ററാക്ഷനാണ് ഒരു മാറ്ററിൻ്റെ സ്റ്റേറ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. സോളിഡ്സ് ആണെങ്കിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ തെർമൽ എനർജിയേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് അവ ക്ലോസ് പാക്ഡായി മൂവ് ചെയ്യാൻ പറ്റാതെ വൈബ്രേഷൻ മാത്രം ഉണ്ടായി ഫിക്സഡ് ഷേപ്പ്, ഫിക്സഡ് വോളിയം, ഫിക്സഡ് മാസ് ഉള്ള സബ്സ്റ്റൻസായി സോളിഡുകൾ നിൽക്കുകയും, ലിക്വിഡ്സ് ആണെങ്കിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനും കൈനറ്റിക് എനർജിയും ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ദേ ആർ ഫ്ലൂയിഡ്സ്. ആൻഡ് ഇൻ ഗ്യാസസ് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൈനറ്റിക് എനർജിയേക്കാൾ വളരെ കുറവായി നിൽക്കുകയും ചെയ്യും. ദാറ്റ്സ് ദ ഫസ്റ്റ് പോയിന്റ്. ഈ ഗ്യാസുകളുടെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ നമ്മൾ 3 എണ്ണം പഠിച്ചിട്ടുണ്ട്. 2 പോളാർ മോളിക്യൂളുകളാണ് എങ്കിൽ അവയ്ക്കിടയിൽ ഡൈപോൾ ഇൻട്രാക്ഷനും, ഒരു പോളാറും ഒരു നോൺ പോളാറും ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഇൻട്രാക്ഷനും, 2 നോൺ പോളർ ആണെങ്കിൽ മൊമെൻ്ററി ഡൈപോൾ മൊമെൻറ്റ്, ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഇൻട്രാക്ഷനുമാണ് ഇവയ്ക്കിടയിലുള്ള ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ദാറ്റ്സ് അവർ ഫസ്റ്റ് പോയിന്റ്. നമ്മൾ പഠിക്കേണ്ട ആദ്യത്തെ പോയിന്റ് ആണ്. അതിൽ നിന്ന് നീറ്റിന് ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നീറ്റ് 2013 ചോദിച്ച ചോദ്യമാണ്. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഇൻട്രാക്ഷൻ ആർ പ്രസൻറ്റ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ്? ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻ്റ് ആണെങ്കിൽ ഒരു പോളാറും പിന്നെ എന്ത് വേണം, ഒരു നോൺ പോളാറും വേണം. ദർ ഷുഡ് ബി 1 പോളാർ ആൻഡ് 1 നോൺ പോളാർ. യു നോ HCl ഇറ്റ്സ് എ പോളാർ മോളിക്യൂൾ. ആൻഡ് ഹീലിയം ആറ്റംസ് അതെന്താണ്, നോൺ പോളാർ മോളിക്യൂളാണ്. അപ്പോൾ ഹീലിയത്തിൻ്റെയും HClൻ്റെയും ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ഏതാണ്? ഡൈപോൾ ഇൻഡ്യൂസ്ഡ് ഡൈപോൾ മൊമെൻറ്റ് ഇൻട്രാക്ഷൻ ആണ്. നമ്മുടെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവയ്ക്കിടയിൽ ഏതാണ് ഇൻട്രാക്ഷൻ എന്നുള്ള ചോദ്യം വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് ഡയഗ്രാം വെച്ചിട്ടായിരിക്കും. ഇതാ ഇങ്ങനെയുള്ളൊരു ഡയഗ്രാം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇത് 2 പോളാർ മോളിക്യൂളാണ്. അപ്പോൾ അവയ്ക്കിടയിൽ ഉണ്ടാവുക ഏതാണ്? ഡൈപോൾ ഇൻട്രാക്ഷൻ. അതർവൈസ് ഇറ്റ് ഈസ് നോൺ ആസ് കീസോം ഫോഴ്സ് അല്ലേ? സോ ദാറ്റ്സ് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നീറ്റ് 2013 ചോദിച്ചാണ്. നമ്മൾ അന്നുണ്ടായിരുന്നെങ്കിൽ എളുപ്പമാണ്. ഇത് പണ്ട് ഇപ്പോൾ 1993 നിങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഉള്ള ചോദ്യമാണ്. വിച്ച് ഈസ് ദ
വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ദി ഇൻട്രാക്ഷൻ? ഏതാണ് ഏറ്റവും നല്ല ഇൻട്രാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വാണ്ടർവാൾ ഫോഴ്സ് ഉണ്ട്, ഡൈപോൾ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, കോവാലൻ്റ് ഉണ്ട്. ഏറ്റവും ചെറുത് വാണ്ടർവാൾ ഫോഴ്സ്, പിന്നെ ഡൈപോൾ ഇൻട്രാക്ഷൻ, അതിനേക്കാൾ കൂടുതലാണ് ഹൈഡ്രജൻ ബോണ്ടിങ്, അതിനേക്കാൾ കൂടുതലാണ് കോവാലൻ്റ് ബോണ്ടിങ് എന്നുള്ളതാണ് ഓർഡർ. ബട്ട് നമുക്കത് ആവശ്യമില്ല, അത് പണ്ട് 93ക്ക് മുമ്പുള്ളതാണ്. ഞാൻ എപ്പോഴും നീറ്റ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ AIPMT ഡിസ്കസ് ചെയ്യുന്നത് 2007 ശേഷമുള്ളതായിരിക്കണം. കാരണം 2007 ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. സോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2007 ഓൺവേർഡ്സ് ഉള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തത്, നമുക്ക് ഗ്യാസുകളും ഗ്യാസ് ലോസിനെ കൊണ്ട് പഠിക്കാനുണ്ട്. ഗ്യാസുകളുടെ ലോ ഉണ്ടാക്കിയത് കൈനറ്റിക് മോളിക്കുലർ തിയറി കൊണ്ടാണ്. നിങ്ങൾക്കറിയാം, കൈനറ്റിക് മോളിക്കുലർ തിയറി പറഞ്ഞത് ഗ്യാസ് മോളിക്യൂൾസ് ആർ പോയിന്റ് മാസസ്. വാട്ട് ഡു യു മീൻ ബൈ പോയിന്റ് മാസസ്? ഗ്യാസ് മോളിക്യൂൾസുകൾക്ക് സൈസ് ഇല്ല, പോയിൻ്റാണ്. അപ്പോൾ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത്, അത് ഉൾക്കൊള്ളുന്ന കണ്ടെയ്നറിൻ്റെ വോളിയം എന്ന് പറയുന്നത് അതിൻ്റെ ഇടയിലുള്ള ഇൻ്റർമോളിക്കുലർ സ്പേസ് മാത്രമാണ്, വിത്ത് സീറോ പൊട്ടൻഷ്യൽ എനർജി. എന്ന് വെച്ചാൽ ഗ്യാസ് മോളിക്യൂൾസുകൾ പരസ്പരം ഇൻ്ററാക്ട് ചെയ്യുന്നില്ല. ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ 0 ആയിട്ട് എടുത്തു. പിന്നെ എന്ത് പറഞ്ഞു? ദീസ് മോളിക്യൂൾസ് ആർ ഇൻ റാൻഡം മോഷൻ ആൻഡ് ദിസ് മോഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. മാത്രമല്ല, ദേ ഓൾവേസ് കൊളൈഡ് ടു ഈച്ച് അതർ ആൻഡ് ദീസ് കൊളീഷൻസ് ആർ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് എന്നാണ് നമ്മൾ ഗ്യാസുകളെ കൊണ്ടുള്ള ജനറൽ തിയറി പറയുക. അങ്ങനെ ഇത് വോളിൽ പോയി കൊളൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന മൊമെൻറ്റം ചേഞ്ചാണ് നമുക്ക് ആ കണ്ടെയ്നറിൻ്റെ വോളിൽ പ്രഷറായി ആക്ട് ചെയ്യുന്നത്. മക്കളെ, ഇത് ഞാനൊരു ക്വിക്ക് റിവിഷനാണ്, ബുള്ളറ്റ് സീരീസാണ്, പാഠത്തിലുള്ളത് ഓടിപ്പിടിച്ചങ്ങ് പറഞ്ഞു പോകുന്നതാണ്. പിന്നെ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? ഗ്യാസ് ലോസ് പഠിക്കാനുണ്ട്. ഗ്യാസ് ലോസ് നമുക്ക് ഏതൊക്കെ ഗ്യാസ് ലോസ് ആയിരുന്നു പഠിക്കാനുള്ളത്? നമുക്ക് ബോയിൽസ് ലോ ഉണ്ട്, പിന്നെ ഏതാണുള്ളത്? ചാൾസ് ലോ ഉണ്ട്, പിന്നെ ഏതാണ്? ഗേ-ലുസാക്ക് ലോ ഉണ്ട്, അവഗാഡ്രോ ലോ ഉണ്ട്, പിന്നെ എന്തുണ്ട്? കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ 5 ലോ. ഏത് ഗ്യാസ് ലോ പഠിക്കുന്ന നേരത്തും നിങ്ങൾക്ക് ചെക്ക് പോയിന്റുകൾ പറഞ്ഞുതരാം. ഇത്രയും നിങ്ങൾക്ക് അറിയാൻ നോക്കണം. ഒന്ന്, അതിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ അറിയാമോ എന്ന് നോക്കണം. 2, അതിൻ്റെ ഗ്രാഫുകൾ അറിയാമോ നോക്കണം. ഗ്രാഫുകൾ ഉണ്ടാവും, പരസ്പരം കമ്പയർ ചെയ്യേണ്ട ഗ്രാഫുകൾ ഉണ്ടാവും. മൂന്നാമത്തത് നിങ്ങൾ നോക്കേണ്ടത് ഈ പറയുന്ന ലോകളുടെ പ്രോബ്ലംസ് ചെയ്യാൻ അറിയാമോ. ഇതാണ് ഒരു ഗ്യാസ് ലോ, 5 ഗ്യാസ് ലോ പഠിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്. ഇനി പ്രോബ്ലം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അതിൻ്റെ യൂണിറ്റുകൾ നിങ്ങൾ കൃത്യമായിട്ടാണോ എടുക്കുന്നത്. 2 എണ്ണം കമ്പയർ ചെയ്യുമ്പോൾ 2ൻ്റെയും യൂണിറ്റുകൾ സെയിം ആയിരിക്കണം. SI യൂണിറ്റിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ടെമ്പറേച്ചറിൻ്റെ യൂണിറ്റ് എന്ത് പ്രോബ്ലം ചെയ്യുമ്പോഴും എന്തിലും എടുക്കാൻ പാടുള്ളൂ? കെൽവിനിൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. 2, കണക്റ്റഡ് കണ്ടെയ്നേഴ്സിൻ്റെ പ്രോബ്ലം തന്നാൽ നിങ്ങൾക്ക് അറിയാമോ? 2 കണ്ടെയ്നറുകൾ കണക്ട് ചെയ്താൽ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 2ൻ്റെയും വോളിയത്തിൻ്റെ സമ്മായിരിക്കും. കണക്റ്റഡ് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ പ്രഷർ എന്തായിരിക്കും? 2 കണ്ടെയ്നറിലും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ കണക്റ്റഡ് കണ്ടെയ്നേഴ്സിൻ്റെ പ്രോബ്ലംസ് അറിയാമോ? ഇനി 3, നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ഇൻക്രീസ്ഡ് ബൈ എന്നോ ഇൻക്രീസ്ഡ് ടു എന്നോ തന്നാൽ അതിൻ്റെ അർത്ഥ വ്യത്യാസം അറിയാവോ? അല്ലെങ്കിൽ ഡിക്രീസ്ഡ് ബൈ എന്നോ ഡിക്രീസ്ഡ് ടു എന്നോ തന്നാൽ അതിൻ്റെ അർത്ഥ വ്യത്യാസം അറിയാമോ എന്ന് നോക്കണം. 4, പേഴ്സൻറ്റേജിലുള്ള പ്രോബ്ലംസ് നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമോ എന്ന് ചെക്ക് ചെയ്യണം. പേഴ്സൻറ്റേജിലെ പ്രോബ്ലം തരുമ്പോൾ ഇനീഷ്യൽ വാല്യൂ തന്നിട്ടില്ലെങ്കിൽ യു ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 100. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സോ ഇതാണ് 5 ഗ്യാസ് ലോസുകളിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമുക്കുള്ളത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്, ചെക്ക് പോയിന്റ് ആണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV = എന്താണ്? nRT. ആറിൻ്റെ യൂണിറ്റും ആറിൻ്റെ വാല്യൂസും മക്കളെ കൃത്യമായി ഓർത്തിരിക്കണം. ആറിന് പ്രഷർ ATM-ലാണ്, വോളിയം ലിറ്ററിലാണെങ്കിൽ ആറിൻ്റെ യൂണിറ്റ് എന്താണ് മക്കളെ? പറഞ്ഞേ. ലിറ്റർ ATM പെർ മോൾ പെർ കെൽവിൻ. പ്രഷർ ATM-ലാണ്, വോളിയം ലിറ്ററിലാണെങ്കിൽ ആറിൻ്റെ വാല്യൂ 0.0821 ലിറ്റർ ATM പെർ മോൾ പെർ കെൽവിൻ. പഠിച്ചിരിക്കണം. ആറിൻ്റെ വാല്യൂ കൊടുക്കേണ്ടത് പ്രഷറിൻ്റെ യൂണിറ്റ് നോക്കിയിട്ടാണ്. പ്രഷർ ബാറിലാണ്, വോളിയം ലിറ്ററിലാണെങ്കിൽ യുവർ വാല്യൂ മസ്റ്റ് ബി 0.08314 ബാർ ലിറ്റർ പെർ മോൾ പെർ കെൽവിൻ. പ്രഷർ ബാറിലും വോളിയം ലിറ്ററിലുമാണ് എങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്തായിരിക്കണം? 0.08314 ബാർ ലിറ്റർ പെർ മോൾ പെർ കെൽവിൻ. യൂണിറ്റ് ശ്രദ്ധിക്കുക. പ്രഷർ പാസ്കലിലാണ്, വോളിയം മീറ്റർ ക്യൂബിലാണെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്തായിരിക്കണം? 8.314. യൂണിറ്റ് ഈസ് ജൂൾ പെർ മോൾ പെർ കെൽവിൻ. അപ്പോൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്താണ് യൂണിറ്റ് ആറിൻ്റെ, എന്താണ് ആറിൻ്റെ വാല്യൂ, ഈ യൂണിറ്റിൽ എന്താണുള്ളത് എന്നുള്ളത്. ഇനി ഇതിനെ എനിക്ക് 4 സ്പെഷ്യൽ ഇക്വേഷനായി കാണിക്കാം. നമ്പർ ഓഫ് മോൾസ് എന്ന് വെച്ചാൽ ഗിവൺ മാസ് ബൈ മോളിക്കുലർ മാസ് അല്ലേ?
എടാ ഉത്തരമൊക്കെ ചിലപ്പോൾ ചോദിക്കുന്നതിന് മറുപടി ആയിക്കോട്ടോ, എന്നാൽ നമുക്കൊന്ന് ഉഷാറായിട്ട് പോകുള്ളൂ. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു ആർ ടി എന്ന് എഴുതാം. ഇറ്റ്സ് എ സ്പെഷ്യൽ ഇക്വേഷൻ. ഈ ചോദ്യം എന്തിനു വേണ്ടിയാണ് ചോദിക്കുക? ഒരു ഗ്യാസിൻ്റെ മോളിക്കുലാർ മാസ് കാണാനോ അല്ലെങ്കിൽ ഏതാണ് ഗ്യാസ് എന്ന് കാണാനോ ഒക്കെ ചോദിക്കാം. ഇങ്ങനെ ചോദിക്കുകയാണ് 8 gram ഗ്യാസ് ഓക്യുപ്പൈ 6.22 liters അറ്റ് ഇത്ര പ്രഷർ അറ്റ് ഇത്ര ടെമ്പറേച്ചർ, വാട്ട് ഈസ് ദ ഗ്യാസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷനിൽ നിന്ന് മോളിക്കുലാർ മാസ് കാണുക. മോളിക്കുലാർ മാസ് കണ്ടാൽ നിങ്ങൾക്ക് ഏതാ ഗ്യാസ് എന്ന് കാണാൻ പറ്റും. ശരിയല്ലേ? യെസ്. പിന്നെ നമുക്ക് എന്തുണ്ട്, ഇതിനെ മാറ്റി എഴുതിയാൽ പി ഈസ് ഈക്വൽ ടു സി ആർ ടി എന്ന് എഴുതാൻ പറ്റും. ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ആൻഡ് തേർഡ് ഇക്വേഷൻ നമുക്ക് എന്ത് എഴുതാം? പി ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ആർ ടി ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം എന്ന് എഴുതാം. അല്ലെ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു പി എം ഡിവൈഡഡ് ബൈ ആർ ടി. 4 ഇക്വേഷൻ. ഈ 4 ഇക്വേഷനിലും ഡയറക്റ്റ് കാൽക്കുലേഷൻ ഉണ്ടാവും, അത് നമുക്ക് ചെയ്യാം. അതേപോലെ എന്തും ഉണ്ടാവാൻ സാധ്യതയുണ്ട്, കമ്പാരിസൺ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. റേഷ്യോ ഓഫ് പ്രഷേഴ്സ്, റേഷ്യോ ഓഫ് ഡെൻസിറ്റീസ് എന്നുള്ള കമ്പാരിസൺ പ്രോബ്ലം ഉണ്ട്. സോ ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ പ്രോട്ടോടൈപ്പ് ടു കമ്പയർ ടു ഫിസിക്കൽ വാല്യൂസ്. ടെമ്പറേച്ചറുകളുടെ റേഷ്യോ, പ്രഷറുകളുടെ റേഷ്യോ, മോളിക്കുലാർ മാസുകളുടെ റേഷ്യോ, ഏതാണോ ചോദിച്ചത് ഈ റിക്വയർഡ് ഇക്വേഷനിൽ നിന്ന് വേണ്ട റേഷ്യോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ക്വസ്റ്റ്യൻ ടൈപ്പ് മാത്രമേ പറയുന്നുള്ളൂ. ഇനി മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണെങ്കിൽ എനിക്ക് ഇങ്ങനെ എഴുതാം, പി വി ഈസ് ഈക്വൽ ടു N1 പ്ലസ് N2 ഇൻറ്റു ആർ ടി. ഗ്യാസ് ലോസുകളുടെ തുടക്കം പറഞ്ഞു. നമുക്ക് വേഗം ഓടി എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് തന്നെ ചെയ്യണം. ദ ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിക്കോ. At 25 degrees Celsius and 730 mm Hg pressure, 380 ml of dry oxygen was collected. If the temperature is constant, what volume will the oxygen occupy at 760 mm Hg? 99 ചോദിച്ചാണ്. സ്റ്റിൽ നമുക്ക് നോക്കാം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. ഇത് ഏത് ലോ ആ? ബോയിൽസ് ലോ. And what is the equation? Mathematical expression. I need the mathematical expression. P1 V1 is equal to P2 V2, P1 is 730 and V1 is 380, P2 you have to calculate and V2 is 760. You will get P2 as, ഇവിടെ വെട്ടിപ്പോവും, 2 times ആണ് P2 as, എത്ര കിട്ടും, 365. ഓ സോറി, P2 അല്ല V2 ആണ് ചോദിച്ചത്. സോറി പ്രഷറാണ് 760 തന്നത്, നമ്മൾ V2 കാണണം. എന്തോ ആട്ടെ, കാൽക്കുലേഷൻ സെയിം തന്നെയാണ്. നമ്മുടെ ആൻസർ എത്രയായിരിക്കും, 365 എന്നായിരിക്കും, ഓപ്ഷൻ ബി. എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഗ്യാസ് ലോസിൻ്റെ പ്രോബ്ലം ചോദിക്കും. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പറഞ്ഞത്. എന്തൊക്കെ? യൂണിറ്റ് നോക്കണം, കണക്റ്റഡ് കണ്ടെയ്നേഴ്സ് ആണ് നോക്കണം, ബൈ 2 ആണ് നോക്കണം, പെർസെൻറ്റേജ് ആണ് നോക്കണം. അങ്ങനെയൊക്കെ റെഡി ആണെങ്കിൽ നമുക്ക് സെറ്റായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പറയാത്ത ഒരു ടൈപ്പ് ചോദ്യം ഉണ്ടാവില്ല. 1 മണിക്കൂർ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, NEET 2020, 2 കൊല്ലം മുമ്പേ ചോദിച്ചാണ്. എ മിക്സ്ചർ ഓഫ് നൈട്രജൻ ആൻഡ് ആർഗൺ ഗ്യാസ് in cylinder containing 7 gram of nitrogen and 8 gram of argon. If the total pressure of the mixture of the gas is 27 bar, the partial pressure of nitrogen. നമ്മളിത് പറഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് അതിൻ്റെ 2 എണ്ണം കൂടെ പറയാം. ഒന്ന്, നമുക്ക് ഡാൽട്ടൺസ് ലോ ഉണ്ടായിരുന്നു. ഡാൽട്ടൺസ് ലോ നമുക്ക് വേഗം പറഞ്ഞു പോവാം. ഡാൽട്ടൺസ് ലോൻ്റെ ടോട്ടൽ പ്രഷർ എന്ന് വെച്ചാൽ P1 പ്ലസ് P2 ആയിരിക്കും. ഡാൽട്ടൺസ് ലോൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നെക്സ്റ്റ് തിങ്, all pressure is proportional to number of moles. P1 ഉം P2 number of moles proportional ആണ്. PT is proportional to N1 plus N2. സോ ഇതിൽ യൂഷ്വലി ചോദിക്കാറുള്ളത് ടോട്ടൽ പ്രഷർ എന്നിട്ട് ഒന്നിൻ്റെ പ്രഷർ ചോദിക്കാം. P1 is equal to P total into mole fraction of 1. അല്ലെങ്കിൽ 2 എണ്ണത്തിൻ്റെ റേഷ്യോ ചോദിക്കാം. P1 by P2 is equal to N1 by N2. ഈ 2 ടൈപ്പ് ചോദ്യമാണ് ഇതിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഡാൽട്ടൺസ് ലോ അപ്ലിക്കബിൾ അല്ലാത്ത ഗ്യാസ് ഏതെന്നുള്ള ചോദ്യമാണ്. ഓർത്ത് വെച്ചോ, ഏതിനാണ് ഗ്യാസിന് അപ്ലിക്കബിൾ അല്ലാത്തത്? റിയാക്ട് ചെയ്യുന്ന ഗ്യാസുകൾ. അമോണിയ HCl മിക്സ് ചെയ്താൽ അമോണിയം ക്ലോറൈഡായി പോകും. അപ്പോൾ പരസ്പരം റിയാക്ട് ചെയ്യുന്ന ഗ്യാസുകൾക്ക് ഏത് പറ്റില്ല? ഡാൽട്ടൺസ് ലോ പറ്റില്ല. റിയാക്ട് ചെയ്യാത്തതിനാണ് നമുക്ക് പറ്റുക. എന്തായാലും ഇതാണ് ആ ക്വസ്റ്റ്യൻ പ്രോട്ടോടൈപ്പ്. ഒന്ന് P ടോട്ടൽ എന്നിട്ട് ഒന്നിൻ്റെ പാർഷ്യൽ പ്രഷർ കാണാൻ പറ്റും. വേണമെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, ഒന്നിൻ്റെ പാർഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പ്രഷർ ഈസ് ഈക്വൽ ടു എന്താണ്, മോൾ ഫ്രാക്ഷൻ ചോദിക്കാം. 2 ഗ്യാസുകളുടെ പാർഷ്യൽ പ്രഷറുടെ റേഷ്യോ ചോദിക്കാം, അത് N1 by N2 ആണ്. ഇനി ഇതിൽ ഭയങ്കര ടഫാക്കാൻ നീറ്റുകാർ ചോദിക്കാൻ പോകുന്ന സാധനം എന്താണ്, 2ൻ്റെയും മാസ് തരില്ല.
ഈക്വൽ മാസ് എന്നൊക്കെ തരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മാസ് എടുത്താൽ മതി. അത്രയും എൻ്റെ തോർക്കാനുള്ളൂ. എന്തായാലും ഈ ചോദ്യം വാട്ട് ഈസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പാർഷ്യൽ പ്രഷർ ഓഫ് നൈട്രജൻ അക്കോർഡിംഗ് ടു അവർ ഇക്വേഷൻ ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ. അല്ലടാ മക്കളെ, ടോട്ടൽ പ്രഷർ ഇൻറ്റു എന്താണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ. ഇനി നമുക്ക് നോക്കാം ടോട്ടൽ പ്രഷർ എത്രയാണ് പറഞ്ഞേക്കുന്നത്? 27 ബാർ. മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ വേണം. എത്രയാണ് നൈട്രജൻ്റെ നമ്പർ ഓഫ് മോൾസ്? നൈട്രജൻ ഉള്ളത് 1/4 മോളാണ്. എനിക്ക് എവിടുന്ന 1/4 മോൾ കിട്ടിയ മക്കളെ? 7 ഗ്രാം നൈട്രജനാണ്. ആർഗൺ ഉള്ളത് 1/5 മോളാണ്. അതെവിടുന്ന കിട്ടിയത്? 8 ഗ്രാം ആണ് അവരുള്ളത്, ആർഗൺ ഉള്ളത്. സോ മോൾ ഫ്രാക്ഷൻ ഓഫ് നൈട്രജൻ യു ക്യാൻ ടേക്ക് ആസ് 0.25 divided by 0.45. 0.25 divided by 0.45. 1/4 1/5. ഇത് വെട്ടിയാൽ ഇവിടെ 5 കിട്ടും, ഇവിടെ 9 കിട്ടും. 9 വെട്ടിയാൽ ഇവിടെ 3 കിട്ടും. 3 into 5 യുവർ ആൻസർ വിൽ ബി 15 ബാർ എന്നുള്ള ആൻസർ ഉണ്ട്. ഇതാ ഓപ്ഷൻ സി. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ പ്രോട്ടോടൈപ്പ് തന്നെ. റെഡി? ഒഡീഷ നീറ്റിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് നമുക്ക് നീറ്റ് മാത്രമേ ഡിസ്കസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. 8th ക്വസ്റ്റ്യൻ നോക്കാം. ഈക്വൽ മോൾസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ഗ്യാസസ് ആർ പ്ലേസ്ഡ് ഇൻ എ കണ്ടെയ്നർ വിത്ത് pinhole through which they can escape, both can escape. What fraction of oxygen escape in the time required for 1/2 of the hydrogen to escape? NEET phase 1 2016 ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ ഇതുവരെയുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ഒന്ന് ഇന്റർമോളിക്കുലർ ഫോഴ്സസ്, 5 ഗ്യാസ് ലോസ്, അതിൻ്റെ 3 കാര്യങ്ങൾ, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അതിൻ്റെ 4 സ്പെഷ്യൽ ഇക്വേഷൻസ്, ഡാൽട്ടൺസ് ലോ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള, അടുത്തല്ല ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അല്ലടാ മക്കളെ, ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. എന്താ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷനിൽ പറഞ്ഞേക്കുന്നത്? യെസ്, റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ ഈസ് പ്രപ്പോർഷണൽ ടു 1/√m. അതാണ് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ. ഞാനിതൊന്നൊന്ന് റബ്ബിയാണ്, ഒന്ന് മാറ്റിക്കോട്ടെ. അപ്പോൾ നമ്മുടെ ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ എന്താണ്? റേറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു 1/√m. അപ്പോൾ എനിക്ക് 2 ഗ്യാസുകളുടെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ്റെ റേഷ്യോ എടുക്കാം. R1 divided by R2 is equal to root of എന്താണ്? M2 divided by M1. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇതാണ് ബേസിക് ഇക്വേഷൻ. ഓക്കെ, പ്രഷർ ഈസ് ഈക്വൽ ടു CRT. ഓസ്മോസിസിൻ്റെ അല്ല, കോൺസെൻട്രേഷൻ തന്നിട്ട് ഗ്യാസിൻ്റെ പ്രഷർ കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. ഓസ്മോസിന് നമുക്കത് പോസിബിൾ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യുക ഒരു അൺനോൺ ഗ്യാസിൻ്റെ മോളിക്കുലർ മാസ് കാണാൻ വേണ്ടിയിട്ടാണ്. ഇനി അല്ല എങ്കിൽ ഇതിൽ വേറെയും 2 ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾക്കത് അറിയാമെന്ന് വിചാരിക്കുന്നു, എല്ലാവരും റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുന്നു. ഒന്ന്, ടെമ്പറേച്ചർ മാറുകയാണെങ്കിൽ R1/R2 is equal to root of T1/T2 into M2/M1. ഇക്വേഷൻ ഞാൻ എഴുതുന്നില്ല, വേണ്ടവരുണ്ടെങ്കിൽ ടപ്പെന്ന് എഴുതിക്കോ. പ്രഷർ മാറുകയാണെങ്കിൽ R1/R2 is equal to P1/P2 into root of M2/M1 എന്നുള്ളതാക്കാം. നമ്പർ ഓഫ് മോൾസ് മാറുകയാണെങ്കിൽ R1/R2 is equal to N1/N2 into root of M2/M1. ഇനി ഗ്രഹാംസ് ലോയിൽ നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ദുഷ്ടന്മാർ റേറ്റിന് പകരം എന്ത് തരും? ഇത് ടഫാണ്. ഏത്? ഗ്രഹാംസ് ലോ. ഒന്നുമില്ല, R1/R2 is equal to root of M2/M1. ഇതാണ് നിങ്ങൾ കണ്ടത്. ഓക്കെ, ഇനി ടൈമും റേറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ടൈം ആൻഡ് റേറ്റ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ടൈം ആൻഡ് റേറ്റ് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇതാണ് നമുക്ക് ഗ്രഹാംസ് ലോയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കി വെക്കാം. നമ്മൾ 4ാമത്തെ ചോദ്യമാണ്. ഈക്വൽ മോൾസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ ആർ പ്ലേസ്ഡ് ഇൻ എ കണ്ടെയ്നർ വിത്ത് എ പിൻഹോൾ ത്രൂ വിച്ച് ബോത്ത് ക്യാൻ എസ്കേപ്പ്. വാട്ട് ഫ്രാക്ഷൻ ഓഫ് ദി ഓക്സിജൻ എസ്കേപ്പ് ഇൻ ടൈം റിക്വയർഡ് ഫോർ 1/2 ഓഫ് ദി ഹൈഡ്രജൻ ടു എസ്കേപ്പ്? ഈക്വൽ മോളുണ്ട്, ഞാൻ എടുക്കുകയാണ് 1 മോളും 1 മോളും. നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ഓക്സിജൻ ടു റേറ്റ് ഓഫ് ഹൈഡ്രജൻ എന്ന് പറയുന്നത് യു ക്യാൻ ടേക്ക് റൂട്ട് ഓഫ് M2/M1 ആണ്. മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 2 ഡിവൈഡഡ് ബൈ 32 എന്ന് വെച്ചാൽ റൂട്ട് 1/16 ആണ്. 16 ആണ് എന്ന് വെച്ചാൽ 1/4 ആണ്. ഓക്സിജൻ കുറച്ച് തടിച്ച ആളൊക്കെയാണ്, വലിയ ആളൊക്കെയാണ്. ഓക്സിജൻ്റെ റേറ്റ് ഹൈഡ്രജൻ്റെ റേറ്റിൻ്റെ എത്രയേ ഉണ്ടാവുള്ളൂ? 1/4 ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്സിജൻ്റെ റേറ്റ് ഹൈഡ്രജൻ്റെ റേറ്റിൻ്റെ 1/4 ഉണ്ടാവുള്ളൂ.
ഹൈഡ്രജൻ തന്നെ എത്രയേ പോയിട്ടുള്ളൂ? 1/2 പോയിട്ടുള്ളൂ. അപ്പോൾ ഓക്സിജൻ അതിൻ്റെയും 1/4 പോയിട്ടുണ്ടാവുള്ളൂ. ഹൈഡ്രജൻ പോകുന്നതിൻ്റെ 1/4 മാത്രമേ ഓക്സിജൻ പോവുള്ളൂ. ഹൈഡ്രജനെ പോയത് 1/2 ആണ്. അപ്പോൾ ഓക്സിജൻ എത്രയേ പോയിട്ടുണ്ടാവുള്ളൂ? 1/8 പോയിട്ടുണ്ടാവുള്ളൂ. 1/8 ഓക്സിജൻ പോയിട്ടുണ്ടാവുള്ളൂ. കാരണം ഹൈഡ്രജൻ്റെ റേറ്റിൻ്റെ 4 times കുറവാണ്. 1/4 times ആണ് ഏത്? ഓക്സിജൻ്റെ റേറ്റ്. കിട്ടിയില്ലടാ മക്കളെ? അപ്പോൾ ഞാൻ വീണ്ടും ഒരു ക്വിക്ക് റീക്യാപ്പ് പഠിക്കാം. ഗ്യാസ് ലോസിന് തൊട്ട് അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ തൊട്ടിട്ട് PV = NRT. അതിൽ പഠിക്കേണ്ടത് യൂണിറ്റ് ഓഫ് ആർ, വാല്യൂസ് ഓഫ് ആർ. അതിനെ നമ്മൾ സ്പെഷ്യൽ ഇക്വേഷൻ ആക്കി. PV = given mass by molecular mass into RT. This chapter was deleted in +2 CBSE, but still it's included in NEET syllabus. ഓക്കെ, ആരോ പറഞ്ഞു CBSEയിൽ ഇല്ല എന്നുള്ളത്. CBSEയിൽ ഇല്ല എങ്കിൽ പോലും നമുക്ക് എന്തിനാവശ്യമുണ്ട്? നീറ്റിന് ആവശ്യമുണ്ട്. നിങ്ങളൊക്കെ ഇത് പഠിച്ചു എന്നുള്ള ധാരണ. നീറ്റ് ഗാല 2-ാം തീയതിയാണ്. അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷനാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തോ ആട്ടെ നമുക്ക് എന്ത് പറയാം? റേറ്റ് ഓഫ് ഓക്സിജൻ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് ഹൈഡ്രജൻ ഈസ് ഈക്വൽ ടു √(m2/m1). ഓക്കെ, ഞാൻ അതല്ല പറഞ്ഞു വന്നത്. ഞാൻ പറഞ്ഞു വന്നത് എന്തായിരുന്നു? ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിക്കണം. 2, ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ്റെ ആറിൻ്റെ യൂണിറ്റും വാല്യൂസും പഠിക്കണം. പിന്നെ അതിൻ്റെ സ്പെഷ്യൽ ഇക്വേഷൻ PV = given mass by molecular mass into RT പോലത്തെ ചോദ്യങ്ങൾ. അടുത്തത് P = DRT ഡിവൈഡഡ് ബൈ M പോലത്തെ ചോദ്യങ്ങൾ. അടുത്തത് നമ്മൾ എന്തായിരുന്നു? മിക്സ്ചർ ആണെങ്കിൽ PV = N1 + N2 × RT പോലത്തെ ചോദ്യങ്ങൾ. ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ട് എന്ത് ചെയ്തിരിക്കണം? പഠിച്ചിരിക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ. അതിൽ അപ്ലൈ ആവാത്ത, ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അപ്ലൈ ചെയ്യാൻ പറ്റാത്ത മിക്സ്ചേഴ്സ് ഏതൊക്കെ? റിയാക്റ്റീവ് മിക്സ്ചേഴ്സ്. അതിൽ ഓരോന്നിൻ്റെയും പ്രഷർ അതിൻ്റെ നമ്പർ ഓഫ് മോൾസിന് എന്താണ്? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്. പിന്നെ P1/P2 = N1/N2 ആണ്. ഒന്നിൻ്റെ പ്രഷർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ആണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഡയറക്റ്റ് നമ്പർ ഓഫ് മോൾസ് തരാതെ ഈക്വൽ മാസ് എന്നൊക്കെ തന്നാലും ചെയ്യേണ്ട ചോദ്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു. അടുത്തത് പറഞ്ഞേക്കുന്നത് ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷനാണ്. അതിൻ്റെ റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മോളിക്കുലാർ മാസിൻ്റെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇതൊക്കെയാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. ഓക്കെ, സോ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കർണാടക നീറ്റ് ആണ്. വാട്ട് ഈസ് ദ ഡെൻസിറ്റി ഓഫ് നൈട്രജൻ ഗ്യാസ് അറ്റ് 227 degrees Celsius and 5 atm പ്രഷർ? 227 degrees Celsius ടെമ്പറേച്ചറും 5 atm ആണെങ്കിൽ ഡെൻസിറ്റി എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഡെൻസിറ്റിൻ്റെ ഫോർമുല പറയണം മക്കളെ. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു PM ഡിവൈഡഡ് ബൈ RT. നമ്മൾ പറഞ്ഞാലേ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? PM ഡിവൈഡഡ് ബൈ RT. ഇവിടെ പ്രഷർ എത്ര തന്നിട്ടുണ്ട്? 5. നൈട്രജൻ്റെ മോളിക്കുലാർ മാസ് എത്രയാണ്? 28 ഡിവൈഡഡ് ബൈ ആറിൻ്റെ വാല്യൂ 0.081. ടെമ്പറേച്ചറോ ഇറ്റ് ഈസ് 500. 227 degrees Celsius എന്നുള്ളത് നമ്മൾ എന്തിലോട്ട് മാറ്റിയിരിക്കണം? കെൽവിനിലോട്ട് മാറ്റിയിരിക്കണം. റെഡി? അങ്ങനെയാണെങ്കിൽ 5ഉം 500 വെട്ടിപ്പോയി നമുക്ക് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. നൗ ഇറ്റ് ഈസ് 28 ഡിവൈഡഡ് ബൈ 8.21. 28 ഡിവൈഡഡ് ബൈ 8.21. ഞാനിത് മുഴുവൻ ചെയ്യേണ്ട കാര്യമില്ല. 28 ഡിവൈഡ് ബൈ 8 3 പോയിൻറ്റ് സംതിങ് അല്ലേ? 28 ബൈ 8 3 പോയിൻറ്റ് സംതിങ് ആണ്. സോ അവർ ആൻസർ മസ്റ്റ് ബി സംതിങ് ഗ്രേറ്റർ ദാൻ 3. അങ്ങനത്തെയുള്ള ഒറ്റ വാല്യൂവേ ഉള്ളൂ. ഏതാണ്? 3.41 gram/liter. റെഡി? ഇതൊക്കെ ഇതിലെ ചോദ്യങ്ങളാണ്, ഗ്രഹാംസ് ലോയിലെ ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യം, സോറി, ഇത് ഡെൻസിറ്റിയുടെ ചോദ്യമാണ്. അടുത്ത നമ്മൾ ഗ്രഹാംസ് ലോയിൻ്റെ ചോദ്യമാണ് നോക്കുന്നത്. 2 gases A and B have the same volume diffused through the porous portion in 20 and 10 seconds. Molecular mass of A is 49 and what is the molecular mass of B? നേരത്തെ ഞാൻ നിങ്ങളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, റേറ്റിന് പകരം ടൈം തന്നാൽ ടൈം റേറ്റിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ എനിക്ക് എന്ത് എഴുതാം? TA ഡിവൈഡഡ് ബൈ TB. TA എന്ന് വെച്ചാൽ എന്താണ്? ടൈം ഫോർ ദ ഡിഫ്യൂഷൻ ഓഫ് A. TB എന്ന് വെച്ചാൽ എന്താണ്? ടൈം ഫോർ ദ ഡിഫ്യൂഷൻ ഓഫ് B വിൽ ബി ഈക്വൽ ടു റൂട്ട് മോളിക്കുലാർ മാസ് ഓഫ് B ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ഓഫ് A അല്ലേ?
റേറ്റ് ആണെങ്കിൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്, ടൈം ആണ് എന്തായിരിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. സോ വാട്ട് ഐ ക്യാൻ റൈറ്റ് 20 divided by 10 is equal to square root of 49 divided by molecular mass of MA divided by MB. പറഞ്ഞതൊന്നാണ് എഴുതിയത് പറയണം. MA divided by MB. ടൈമും മോളിക്കുലാർ മാസും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്, റൂട്ടിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഇതിനെ സ്ക്വയർ ചെയ്താൽ 4 is equal to 49 divided by എന്ത് കിട്ടും, MB എന്ന് കിട്ടും. And you will get MB is equal to 49 divided by 4. Your answer will be 12.25. അങ്ങനത്തെ ആൻസർ ഉണ്ടോ? യെസ്, 12.25. 2011 ചോദിച്ച ചോദ്യമാണ്. ഓക്കെ, 16ാമത്തത് വ്യത്യാസമുള്ള ചോദ്യമാണ്. വ്യത്യാസമുള്ളതല്ല, നിങ്ങൾക്ക് അറിയാവുന്നൊരു ചോദ്യമാണ്. Which of the following mixtures of gases does not obey Dalton's law of partial pressure? പരസ്പരം റിയാക്ട് ചെയ്യുന്ന ഗ്യാസുകൾ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ത് ചെയ്യില്ല, അനുസരിക്കില്ല. ഇവിടെ നിങ്ങൾ നോക്ക്, ക്ലോറിനും SO2 കൂടെ റിയാക്ട് ചെയ്ത് എന്ത് ഫോം ചെയ്യും, SO2Cl2 ഫോം ചെയ്യും. പരസ്പരം റിയാക്ട് ചെയ്യുന്ന ഗ്യാസുകൾ ഡാൽട്ടൺ ലോ അപ്ലൈ ആവില്ല. അതിനുദാഹരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ NH3യും HClഉം. SO2ഉം Cl2ഉം ഇവയൊക്കെ പരസ്പരം എന്ത് ചെയ്യും, റിയാക്ട് ചെയ്ത് പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാവും. അവിടെ ഡാൽട്ടൺ ലോ ആപ്ലിക്കബിൾ ആവില്ല. റെഡി? യെസ്. നെക്സ്റ്റ്, നേരത്തെ എൻ്റെ അടുത്ത് ഒരു കുട്ടി ചോദിച്ച ചോദ്യം എന്താണ്, ഓസ്മോട്ടിക് പ്രഷറിൻ്റെ അല്ലേ എന്നുള്ള ചോദ്യത്തിന് ഇതാ അതിനുള്ള ചോദ്യമാണ്. 1993 ചോദിച്ച ചോദ്യമാണ്. സ്റ്റിൽ വി ക്യാൻ ഡു ഇറ്റ്. Under what conditions will a pure sample of an ideal gas not only exhibit a pressure of 1 atm but also a concentration of 1 mole per liter? ഏത് ടെമ്പറേച്ചറിലാണ് പ്രഷർ 1 atmഉം അതേപോലെ കോൺസെൻട്രേഷൻ 1 mole per liter ആവുന്നത്? നമുക്ക് ഫോർമുല ഉണ്ടായിരുന്നു. എന്തായിരുന്നു നമ്മുടെ ഫോർമുല? P is equal to എന്താ ഫോർമുല, CRT. പ്രഷർ 1 ആണ്, കോൺസെൻട്രേഷനും 1 ആണ്. ആറിൻ്റെ വാല്യൂ എന്ത് കൊടുക്കണം, 0.0821 എന്ന് കൊടുക്കാം, ഇൻറ്റു ടെമ്പറേച്ചർ. നമുക്ക് ടെമ്പറേച്ചർ കാണാം. ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു 1 divided by 0.0821. മക്കളെ ഒരു സൂത്രവിദ്യ പറഞ്ഞുതരാം, ആർക്കും പറഞ്ഞു കൊടുക്കരുത്. 1 divided by 0.0821 അല്ലെങ്കിൽ 1 divided by 0.08314 രണ്ടിനും നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ വേണമെങ്കിൽ വാല്യൂ എന്ത് കൊടുക്കാം, 12 എന്ന് കൊടുക്കാം. So 1 divided by 0.0821 you can take the value as 12 Kelvin. Basically 12 ആയിരിക്കില്ല, something greater than 12 ആയിരിക്കും. So you can say when temperature is 12 Kelvin. അപ്പോഴാണ് എന്താവുന്നത്, പ്രഷർ 1 atmഉം കോൺസെൻട്രേഷൻ എന്താവുന്നത് 1 mole per liter ആവുന്നത്. Is that okay? Clear? അപ്പോൾ നമ്മൾ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യുക, നോക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ടൈപ്പ് ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത്. 92 വാട്ട് ഈസ് ദ കറക്റ്റ് വാല്യൂ ഓഫ് R? 0.081 ലിറ്റർ അറ്റ്മോസ്ഫിയർ കെൽവിൻ എന്നാണ്, തെറ്റാണ്. 0.081 ലിറ്റർ അറ്റ്മോസ്ഫിയർ പെർ കെൽവിൻ പെർ മോൾ. നമ്മുടെ വാല്യൂവും കറക്റ്റ് ആയിരിക്കണം, അതേപോലെ നമ്മുടെ യൂണിറ്റും എന്തായിരിക്കണം, കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിൽ നോക്കാനുള്ളത്, ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് എന്ത് നോക്കണം, കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസും അതേപോലെ മോളിക്കുലാർ സ്പീഡും വേണം. നമുക്ക് മോളിക്കുലാർ സ്പീഡ്, എല്ലാ സ്പീഡുകളും √T/m പ്രപ്പോർഷണലാണ്. ഓർമ്മ വേണം, വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു √T/m. ടെമ്പറേച്ചർ 4 times ആയാൽ വെലോസിറ്റി 2 times ഉള്ളൂ. V is proportional to √T/m. വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു √T ആണ്. ടെമ്പറേച്ചർ 4 times ആയാൽ മാത്രമേ വെലോസിറ്റി എന്താവുള്ളൂ, 2 times ആവുള്ളൂ. ദാറ്റ് ഈസ് 1 point. അതേപോലെ മോളിക്കുലാർ മാസിൻ്റെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. മോളിക്കുലാർ മാസിൻ്റെ സ്ക്വയർ റൂട്ടിന് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണലാണ്. ഇനി ഇതിനെ നമുക്ക് വേറെ രീതിയിൽ മാറ്റി എഴുതാം. വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു √P/density എന്നുള്ള ഫോർമുല കൂടെ ഉണ്ട്. വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു √P/density എന്ന് വെച്ചാൽ വെലോസിറ്റി പ്രഷറിൻ്റെ സ്ക്വയർ റൂട്ടിനും ഡെൻസിറ്റിയുടെ സ്ക്വയർ റൂട്ടിൻ്റെ ഇൻവേഴ്സ്ലിയും പ്രപ്പോർഷണലാണ്. നമുക്ക് 3 വെലോസിറ്റി ടേം ഉണ്ടായിരുന്നില്ല മക്കളെ. ആവറേജ് വെലോസിറ്റി എന്തായിരുന്നു,
V average is equal to root of 8RT divided by pi m. RMS velocity, URMS, root of 3RT divided by capital M. Most probable velocity, root of 2RT divided by capital M. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറയാം? ഒരേ ടെമ്പറേച്ചറിലെ ഒരേ ഗ്യാസ് എടുത്താലും ഏതായിരിക്കും വലിയ വെലോസിറ്റി? RMS വെലോസിറ്റിയാണ് വലിയ വെലോസിറ്റി. അതിനേക്കാൾ കുറച്ച് കുറവായിരിക്കും ആവറേജ് വെലോസിറ്റി. ഏറ്റവും കുറവായിരിക്കും എന്ത്? മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ വെലോസിറ്റികളുടെ റേഷ്യോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റികളുടെ റേഷ്യോ RMS വെലോസിറ്റി ഈസ് ടു ആവറേജ് വെലോസിറ്റി ഈസ് ടു മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √3 ഈസ് ടു √8/π ഈസ് ടു എത്രയാണ്? √2 ആണ്. നമുക്കിതിൻ്റെ വാല്യൂസ് ആയിട്ട് എടുക്കണമെങ്കിൽ ദിസ് വാല്യൂ ഈസ് ഈക്വൽ ടു 1 ഈസ് ടു 0.921 ഈസ് ടു എത്രയാണ്? 816 ആണ്. ഇനി ആൽഫയെ 1 ആക്കി എടുക്കുകയാണെങ്കിൽ 1.224 ഈസ് ടു 1.128 ഈസ് ടു 1 ആണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നോക്കണം. ഇനി ഒരു ഗ്യാസിൻ്റെ കൈനറ്റിക് എനർജി, കൈനറ്റിക് ജനറൽ ഫോമിൽ നമുക്കറിയാം. ടോട്ടൽ കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? 1/2 m × n × u² ആണ്. ഒരു മോളിക്യൂളിൻ്റെ കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ 3/2 kb × എന്താണ്? T ആണ്. ഒരു മോളിൻ്റെ ആവറേജ് കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ 3/2 എന്താണ്? RT ആണ്. കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ടെമ്പറേച്ചർ. ആൻഡ് ടോട്ടൽ കൈനറ്റിക് എനർജി ആണെങ്കിൽ ഇറ്റ് ഈസ് 3/2 എന്താണ്? nRT. ഇനി പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ബന്ധം ഉണ്ടായിരുന്നു. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു നമുക്കെന്ത് പറയാം? 2/3 ഓഫ് ദി കൈനറ്റിക് എനർജിയാണ് എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഡയറക്റ്റ് നമ്മുടെ റേഷ്യോ ചോദിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്? വെലോസിറ്റിയെ പറ്റിയും അതേപോലെ നമ്മൾ എന്തിനെ പറ്റി പറയാനുള്ളത്? കൈനറ്റിക് എനർജീൻ്റെയും പൊട്ടൻഷ്യൽ എനർജീൻ്റെയും റിലേഷനെ പറ്റി പറയാനുള്ളത്. സോ ലെറ്റ്സ് ഡു സം ക്വസ്റ്റ്യൻസ്. ബൈ വാട്ട് ഫ്രാക്ഷൻ the average velocity of gas molecules increases when temperature is doubled? ഉത്തരം പറഞ്ഞേടാ, വേഗം പോരട്ടെ, ഉത്തരം പോരട്ടെ. ടെമ്പറേച്ചർ ഡബിൾ ചെയ്താൽ വെലോസിറ്റി എത്ര ടൈംസ് കൂടും? പോരട്ടെ, ആരുമില്ല ഉത്തരം പറയാൻ? ടെമ്പറേച്ചർ ഡബിൾ ചെയ്താൽ വെലോസിറ്റി, നമ്മുടെ ഉത്തരം എന്താ? വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു √T ആണ്. ടെമ്പറേച്ചർ ഡബിൾ ചെയ്തു, വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു √2. √2 എന്ന് വെച്ചാൽ എത്രയാണ്? 1.414 അല്ലേ? അപ്പോൾ ടെമ്പറേച്ചർ ഡബിൾ ചെയ്താൽ വെലോസിറ്റി എത്ര ടൈം കൂടും? 1.4 ടൈംസ് കൂടും. വി ഹാവ് ദാറ്റ് പോയിന്റ്. നമ്മളിപ്പോൾ ആ പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. യെസ്, ഓപ്ഷൻ ഡി റൈറ്റ്. 26ാമത്തെ ക്വസ്റ്റ്യൻ. The temperature of a gas is raised from 27 degrees Celsius to 927 degrees Celsius. The root mean square velocity of the gas get എന്താവും? പകുതിയാവോ ഡബിൾ ആവോ ഒക്കെയാണ്. വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു √T ആണ്. എന്തൊക്കെയാണ് മാറിയിരിക്കുന്നത്? 300ൽ നിന്നും 1200ലേക്കായി. അതെന്താ അത്? ടെമ്പറേച്ചർ കെൽവിനിൽ വേണം. ഇവിടെ ഡിഗ്രി സെൽഷ്യസാണ്. 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ 300 കെൽവിനാണ്. 927 ഡിഗ്രി സെൽഷ്യസ് എന്ന് വെച്ചാൽ 1200 കെൽവിനാണ്. എങ്ങനെയാണ് കെൽവിനാക്കുക? ഡിഗ്രി സെൽഷ്യസിൻ്റെ കൂടെ 273 ആഡ് ചെയ്യണം. അപ്പോൾ 300ൽ നിന്ന് നമ്മുടെ ടെമ്പറേച്ചർ 1200 ആയി എന്ന് വെച്ചാൽ ടെമ്പറേച്ചർ 4 ടൈംസ് ആയി. നമുക്കറിയാം വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ 4 ടൈംസ് ആയത് വെലോസിറ്റി എന്തേ ആവുള്ളൂ? ഡബിളേ ആവുള്ളൂ. വെലോസിറ്റി ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ടെമ്പറേച്ചർ. സോ വെലോസിറ്റി ഗെറ്റ്സ് ഡബിൾഡ്. 27ാമത്തെ ചോദ്യം 1993 ചോദിച്ചാണ്, ബട്ട് 2013 JEE ചോദിച്ചാണ്. ദ റേഷ്യോ എമംഗ് മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, മീൻ വെലോസിറ്റി ആൻഡ് റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ഈസ് ഗിവൺ ബൈ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൽഫ ഈസ് ടു ആവറേജ് ഈസ് ടു
റൂട്ട് മീൻ സ്ക്വയർ എന്താണെടാ മക്കളെ? റൂട്ട് 2 റൂട്ട് 8/π റൂട്ട് 3 ആണ്. അല്ലേ? നമ്മൾ ആൽഫ v/u ആണ് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ചോദ്യം, the root mean square velocity at STP for gases H2, N2, O2 and HBr എന്നാണ് ചോദിച്ചേക്കുന്നത്. ആർക്കാണ് കൂടുതൽ ആർക്കാണ് കുറവെന്നാണ്. മക്കളെ ഇതിൻ്റെ മാസ് 2 അല്ലേ? നൈട്രജൻ്റെത് 28 ആണ്, ഓക്സിജൻ്റെത് 32 ആണ്, HBrൻ്റെത് ഏകദേശം 82 ആണ്. മാസ് കൂടുന്തോറും വെലോസിറ്റി കുറയും. അപ്പോൾ ഏറ്റവും വെലോസിറ്റി ഉണ്ടാവുക ആർക്കാണ്? ഹൈഡ്രജന്. ഏറ്റവും കുറവ് ആർക്കായിരിക്കും? HBrന്. ഓപ്ഷൻ എന്താണ്? ബി. ഓക്കെ. കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. 2009 നീറ്റിൽ ചോദിച്ച ചോദ്യമാണ്. എനർജി അബ്സോർബ്ഡ് ബൈ ഈച്ച് മോളിക്യൂൾ ഓഫ് A2 ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് 4.4 into 10⁻⁻19 joule. And bond energy per molecule is 4 into 10⁻⁻19. Kinetic energy of the molecule per atom will be. ശരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമൊന്നുമല്ല, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ അല്ല. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന തെർമോഡൈനാമിക്സിലെയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ A2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ട്. ഇത് ഡിപ്ലീഷൻ നടന്നിട്ട് എന്തായി മാറുകയാണ്? 2A ആയി മാറുകയാണ്. ഒരു മോളിക്യൂൾ 4.4 into 10⁻⁻19 ജൂൾ എടുത്തു. എന്നിട്ട് അതെന്ത് ഉപയോഗിച്ചു? 4 into 10⁻⁻19 ജൂൾ ഉപയോഗിച്ചു. ഇതിനെ എന്ത് ചെയ്യാൻ? ഡിപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി, ഇതിനെ മുറിക്കാൻ വേണ്ടി. അപ്പോൾ ഇതിന് ബാക്കി ഈ മോളിക്യൂളിന് എത്രയുണ്ട്? 0.4 into 10⁻⁻19 ജൂളിലെ ഈ 0.4 into 10⁻⁻19 ജൂൾ 2 ആറ്റങ്ങൾക്ക് ഈക്വലി കൊടുത്താൽ എത്ര കിട്ടും? 0.2 into 10⁻⁻19 ജൂൾ. അല്ലെ എന്ത് കിട്ടും? 2 into 10⁻⁻20 ജൂൾ ഓരോ ആറ്റങ്ങൾക്കും കിട്ടും. അങ്ങനെയാണെങ്കിൽ അവർ ആൻസർ വിൽ ബി 2 into 10⁻⁻20 ജൂൾ. സോ ഓപ്ഷൻ വിൽ ബി ഡി. നമ്മുടെ ഓപ്ഷൻ ഏതാണ്? ഡി ആണ്. നെക്സ്റ്റ് ചോദ്യം, ആവറേജ് മോളാർ കൈനറ്റിക് എനർജി ഓഫ് CO and N2 അറ്റ് സെയിം ടെമ്പറേച്ചർ. കൈനറ്റിക് എനർജി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെ മാത്രമാണ്? ടെമ്പറേച്ചറിനെ മാത്രമാണ്. ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും? സെയിം ആയിരിക്കും. റൈറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തിൽ നോക്കാണ്ടത്. നമ്മൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ബന്ധങ്ങളൊക്കെയാണ് എന്ത് ചെയ്തേക്കുന്നത്? ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞപ്പോൾ ഒരു ഗ്യാസിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ പ്രഷറായി, ഡെൻസിറ്റിയായി, മോളിക്യുലർ വെലോസിറ്റിയായി, കൈനറ്റിക് എനർജിയായി, പൊട്ടൻഷ്യൽ എനർജിയായി, ഒരു ഗ്യാസിൻ്റെ എല്ലാ ബിഹേവിയറും നമുക്ക് എന്ത് ചെയ്യാം? പറയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ നമുക്ക് ഐഡിയൽ ഗ്യാസ് ആയിരിക്കണം. കാരണം ഐഡിയൽ ഗ്യാസ് എന്നുള്ള കൺസെപ്റ്റിൽ നമ്മൾ 2 പൊട്ടത്തിലെടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന്, ഗ്യാസുകൾക്ക് വോളിയം ഇല്ല, ഗ്യാസ് മോളിക്യൂളുകൾക്ക് സ്വന്തമായ എന്തില്ല? സൈസ് ഇല്ല. 2, ഇവർക്കിടയിൽ എന്തില്ല? ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഇല്ല. രണ്ടും തെറ്റാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്യാസുകളും, എല്ലാ റിയൽ ഗ്യാസുകളും ഐഡിയൽ ബിഹേവിയറിൽ നിന്ന് എന്ത് കാണിക്കാറുണ്ട്? ഡീവിയേഷൻ കാണിക്കാറുണ്ട്. നമ്മുടെ ലോ എന്തായിരുന്നു? P പ്ലസ് ഇക്വേഷൻ എന്തായിരുന്നു? വാൻ ഡെർ വാൾസ് ഇക്വേഷൻ n²/v² ഇൻറ്റു v മൈനസ് NB ഈസ് ഈക്വൽ ടു എന്താണ്? nRT. എയും ബിയും നമ്മൾ വിളിക്കുക വാൻ ഡെർ വാൾസ് കോൺസ്റ്റൻ്റ് എന്നാണ്. ആ ഗ്യാസിൻ്റെ ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻ്റർ മോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്തോറും എയുടെ വാല്യൂ എന്താവും? കൂടും. ബി എന്ന് പറയുന്നത് ആ ഗ്യാസ് മോളിക്യൂളിൻ്റെ സൈസിനെയാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വാൻ ഡെർ വാൾസ് ഇക്വേഷൻ പഠിക്കുമ്പോൾ സെഡിൻ്റെ വാല്യൂ പഠിക്കണം. സെഡിൻ്റെ എന്താണ് ഇക്വേഷൻ പഠിക്കണം? സെഡ് ഈസ് ഈക്വൽ ടു എന്താണ്? PV ഡിവൈഡഡ് ബൈ nRT ആണ്. അല്ലെ റിയൽ ഗ്യാസ് ഇക്വേഷൻ ചെയ്യുമ്പോൾ PV ഈസ് ഈക്വൽ ടു Z ഇൻറ്റു എന്ത് ചെയ്യണം? nRT എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യണം. സെഡിൻ്റെ വാല്യൂ ലോ പ്രഷറിലും ഹൈ പ്രഷറിലും വെൻ പ്രഷർ ടെൻസ് ടു 0 ആകുമ്പോൾ സെഡിൻ്റെ വാല്യൂയുടെ വേരിയേഷൻ എന്താണെന്ന് നോക്കണം. എപ്പോഴാണ് ഒരു റിയൽ ഗ്യാസ്
ഐഡിയൽ ഗ്യാസായി ബിഹേവ് ചെയ്യുന്നത്. എപ്പോഴായിരുന്നു? ഹൈ ടെമ്പറേച്ചറിലും ലോ പ്രഷറിലുമാണ് ഒരു റിയൽ ഗ്യാസ് എന്തായി മാറുന്നത്? ഐഡിയൽ ഗ്യാസായി ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ്. സോ 38ാമത്തെ ചോദ്യം നോക്കാം. നീറ്റ് 2019 ചോദ്യമാണ്. എ ഗ്യാസ് അറ്റ് 350 Kelvin and 15 bar has a molar volume of 20% smaller than that for an ideal gas under the same condition. The correct option about the gas and its compressibility factor Z is. അതിൻ്റെ സെഡിൻ്റെ വാല്യൂ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താണ്? 350 കെൽവിനിലും 15 ബാറിലും മോളാർ വോളിയം 20% കുറവാണ്. എന്ന് വെച്ചാൽ നമ്മുടെ മെഷേർഡ് വോളിയം ഐഡിയൽ വോളിയത്തിനേക്കാൾ കുറവാണ്. മെഷേർഡ് വോളിയം ഐഡിയൽ വോളിയത്തിനേക്കാൾ കുറവാണെങ്കിൽ അതിൻ്റെ അർത്ഥം സെഡിൻ്റെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് ലെസ് ദാൻ 1. എന്തുകൊണ്ടാണ് സെഡിൻ്റെ വാല്യൂ 1-നേക്കാൾ കുറവുന്നത്? വോളിയം വിചാരിച്ചതിനേക്കാൾ കുറയുന്നത്? മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ ഉള്ളത് കൊണ്ടല്ലേ? അതിൻ്റെ അട്രാക്ഷൻ്റെ പവർ ഉള്ളത് കൊണ്ടല്ലേടാ മക്കളെ വോളിയം കംപ്രസ് ആവുന്നത്. സോ അതെന്ത് ഡൊമൈനിലാണുള്ളത്? സെഡ് ഈസ് ലെസ് ദാൻ 1 ആണ്. മാത്രവുമല്ല അത് നിൽക്കുന്നത് എന്ത് ഡൊമൈനിലാണ്? അട്രാക്റ്റീവ് ഫോഴ്സസ് ആർ ഡൊമിനൻറ്റ്. അവർ ഡൊമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് എന്താണ്? അട്രാക്റ്റീവ് ഫോഴ്സാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ഡൊമിനൻ്റ് ആയി നിൽക്കുന്നതുകൊണ്ടാണ് ആ ഗ്യാസിൻ്റെ വലിപ്പം കുറയുന്നത്. റെഡി? നെക്സ്റ്റ് 39. എ ഗ്യാസ് സച്ച് എസ് കാർബൺ മോണോക്സൈഡ് വുഡ് ബി മോസ്റ്റ് ലൈക്ലി ടു ഒബേ ദ ഐഡിയൽ ഗ്യാസ് ലോ ആയിട്ട്. എവിടെയാണ് ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസായി ബിഹേവ് ചെയ്യുന്നതെന്നാണ്. ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസായി ബിഹേവ് ചെയ്യും എവിടെയാണ്? അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. ഒരു റിയൽ ഗ്യാസ് ഐഡിയൽ ഗ്യാസായി ബിഹേവ് ചെയ്യുന്നത് അറ്റ് ഹൈ ടെമ്പറേച്ചർ ആൻഡ് ലോ പ്രഷർ. നമ്മൾ പഠിച്ചാണ്. ദ മാക്സിമം ഡീവിയേഷൻ ഫ്രം ഐഡിയൽ ഗ്യാസ് എക്സ്പെക്റ്റഡ് ഫ്രം 2013 ചോദിച്ചാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീവിയേഷൻ കൂടണമെങ്കിൽ വാണ്ടർവാൾ ഫോഴ്സ് കൂടണം. ആർക്കാണോ വാണ്ടർവാൾ ഫോഴ്സ് കൂടുതലുള്ളത് അവന് ഡീവിയേഷൻ കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം 3 വാണ്ടർവാൾ ഫോഴ്സുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡൈപോൾ അതേപോലെ എന്താണ് ഡൈപോൾ ഇൻഡ്യൂസ് ഡൈപോൾ മൊമെൻറ്റ്, പിന്നെ എന്താണ് മൊമെൻ്ററി ഡൈപോൾ ഇൻഡ്യൂസ് ഡൈപോൾ മൊമെൻറ്റ്. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഡൈപോൾ ഇൻട്രാക്ഷനാണ്. അപ്പോൾ വാണ്ടർവാൾ ഫോഴ്സ് കൂടണമെങ്കിൽ അതിൻ്റെ ഡൈപോൾ മൊമെൻ്റ് ഉണ്ടാവണം. പോളാർ മോളിക്യൂളായിരിക്കണം. ഇതിൽ പോളാർ മോളിക്യൂളായിട്ടുള്ള ഒന്നേ ഉള്ളൂ. ഏതാണ്? അമോണിയ. പോളാർ മോളിക്യൂളായിട്ടുള്ള ഒരൊറ്റ മോളിക്യൂളേ ഉള്ളൂ. അതേതാണ്? അമോണിയ. നിങ്ങൾ ഇതിൻ്റെ കൂടെ 5 വാല്യൂസ് ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൻ്റെ ഇക്വേഷൻ, ക്രിട്ടിക്കൽ പ്രഷറിൻ്റെ ഇക്വേഷൻ, ക്രിട്ടിക്കൽ വോളിയത്തിൻ്റെ ഇക്വേഷൻ, അതേപോലെ ബോയിൽസ് ടെമ്പറേച്ചർ, ഇൻവേർഷൻ ടെമ്പറേച്ചർ. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഓൾമോസ്റ്റ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരുവിധം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ലിക്വിഡ് സ്റ്റേറ്റ് മാത്രം നമുക്ക് ആവശ്യമില്ല. അത് ഫിസിക്സിലെ ഫ്ലൂയിഡ്സിലുള്ളതാണ്. അപ്പോൾ മക്കളെ ഇറ്റ്സ് ഓൺലി 8:17. നമ്മുടെ ലൈവ് തുടങ്ങി 40 മിനിറ്റേ ആയിട്ടുള്ളൂ. ഈ 40 മിനിറ്റിനുള്ളിൽ നമ്മൾ 22 ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ്. നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. നമ്മൾ ഒരുവിധം സ്പീഡിൽ പോയത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എളുപ്പമുള്ള ചോദ്യമാണ്. ഇനി ഇതാ നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചെക്ക് പോയിന്റ് പ്രസൻറ്റേഷൻ. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പഠിക്കാനിരിക്കുന്നൊരു കുട്ടി നിർബന്ധമായും എന്തൊക്കെ പഠിച്ചിരിക്കണം? എല്ലാവരും പേപ്പർ എടുത്തോ പെന്നെടുത്തോ ചെക്ക് പോയിന്റ് ലിസ്റ്റ് എഴുതി വെക്കണം. ഇത്രയും കാര്യങ്ങൾ മസ്റ്റായി പഠിച്ചു എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങൾക്ക് പേടിക്കേണ്ട. റിവിഷൻ ടൈമിൽ വേഗം ക്വസ്റ്റ്യൻ ചെയ്ത് പോയാൽ മതി. നിങ്ങൾ ഉണ്ടാക്കിയ ഷോർട്ട് നോട്ട് എന്ത് ചെയ്താൽ മതി? വായിച്ചാൽ മതി. 1 കണ്ടീഷൻ ഫോർ സോളിഡ് ലിക്വിഡ് ആൻഡ് ഗ്യാസസ് അല്ലേ? ഇന്റർമോളിക്കുലാർ ഫോഴ്സും തെർമൽ എനർജിയും തമ്മിലുള്ള കമ്പാരിസൺ. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ആൻഡ് ദ കണ്ടീഷൻസ്. 3 5 ഗ്യാസ് ലോസ്. ആദ്യത്തെ 5 ഗ്യാസ് ലോസ്, അതിലെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ, അതിൻ്റെ ഗ്രാഫുകൾ, അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് യൂണിറ്റ് കറക്റ്റാണോ, ഇൻക്രീസ്ഡ് ബൈ 2 ആണോ, പെർസെൻറ്റേജുള്ള പ്രോബ്ലംസ് ആണോ, കണക്റ്റഡ് കണ്ടെയ്നേഴ്സ് ആണോ.
നമ്മൾ അതിൽ സ്പെഷ്യലായിട്ട് ഒരു ഇക്വേഷൻ പഠിക്കുന്നത് ചാൾസ് ലോയിൽ മാത്രമാണ്. ഫ്രാക്ഷൻ ഓഫ് എക്സ്പെൽഡ് ഗ്യാസ് എന്നുള്ളൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. 1 - T1/T2 ആണ്. നമ്മൾ അതിൻ്റെ കണ്ടീഷൻ വോളിയം ടെമ്പറേച്ചർ അനുസരിച്ച് കൂടുന്നുള്ളതാണ്. അതറിയില്ലെങ്കിൽ നിങ്ങൾ നോക്കണം. ഫ്രാക്ഷൻ ഓഫ് എക്സ്പെൽഡ് വോളിയം, അതേപോലെ ഫ്രാക്ഷൻ ഓഫ് റീറ്റെയിൻഡ് വോളിയം. ഹോട്ട് എയർ ബലൂൺ എന്തിൻ്റെ ആപ്ലിക്കേഷനാണ്? ചാൾസ് ലോൻ്റെ ആപ്ലിക്കേഷനാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് പോയിന്റ് നമ്പർ 4 ഐഡിയൽ ഗ്യാസ് ഇക്വേഷനാണ്. PV = nRT ആണ്. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ നമ്മൾ നോക്കുമ്പോൾ ആറിൻ്റെ ഡിഫറെൻറ്റ് യൂണിറ്റുകളും വാല്യൂ അറിയാവോ? നമ്മൾ ഏത് വാല്യൂ ഓഫ് ആറ് കൊടുത്താലാണ് കൃത്യമായിട്ട് ഉത്തരം കിട്ടുക എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയണം. അപ്പോൾ ആറിൻ്റെ യൂണിറ്റുകളും ആറിൻ്റെ വാല്യൂസും കമ്പൽസറി ആണ്, മസ്റ്റായി പഠിച്ചിരിക്കണം. രണ്ട് സാധനങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട് എങ്കിൽ, മിക്സ്ചർ ഓഫ് ഗ്യാസ് ആണെങ്കിൽ PV = N1 + N2 × RT ആണ്. അത് വെച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും. ഇനി 4 സ്പെഷ്യൽ ഇക്വേഷൻ. P = CRT, PV = given mass by molecular mass into RT, P = DRT divided by capital M, and P = CRT. ഇത്രയും ഇക്വേഷൻസ് അറിയാമെങ്കിൽ അതിലെ കാൽക്കുലേഷൻ കാണാൻ, മോളിക്കുലാർ മാസ് കാണാൻ, പ്രഷർ കാണാൻ, ടെമ്പറേച്ചർ കാണാൻ എന്നുള്ള ചോദ്യം ഉണ്ടാവും. കാൽക്കുലേഷൻ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കൺവേർഷൻ അല്ല, കമ്പാരിസൺ. രണ്ട് സ്ഥലത്തെ പ്രഷറുകൾ, രണ്ട് സ്ഥലത്തെ ടെമ്പറേച്ചറുകൾ, രണ്ട് ഗ്യാസുകളുടെ മോളിക്കുലാർ മാസുകൾ കമ്പയർ ചെയ്യാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ചെയ്ത് പഠിക്കണം. പിന്നെ 2 ലോസ് ആണ് ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. ഒന്ന് ഡാൽട്ടൺസ് ലോ ആർക്ക് അപ്ലിക്കബിൾ ആണ്, ആർക്ക് അപ്ലിക്കബിൾ അല്ല. ടോട്ടൽ പ്രഷർ എന്നാൽ ഒന്നിൻ്റെ പാർഷ്യൽ പ്രഷർ എങ്ങനെ കാണാം, രണ്ട് ഗ്യാസുകളുടെ പാർഷ്യൽ പ്രഷറുകളുടെ റേഷ്യോ എങ്ങനെ കാണാം, ഒന്നിൻ്റെ പാർഷ്യൽ പ്രഷർ ഡിവൈഡഡ് ബൈ ടോട്ടൽ പാർഷ്യൽ പ്രഷർ എങ്ങനെ കാണാം. ഇതിനൊക്കെ നമുക്ക് വേണ്ടത് ഓരോ ഗ്യാസുകളുടെയും നമ്പർ ഓഫ് മോൾസ്. ഡയറക്റ്റ് തന്നാൽ ഹാപ്പി, മാസ് തന്നാലും നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണും. ഇനി മാസിന് പകരം എന്ത് തന്നു എന്നിരിക്കട്ടെ, ഈക്വൽ മാസ് എന്നൊക്കെ തന്നാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഗ്യാസുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒന്നിൻ്റെ മോളിക്കുലാർ മാസ് എത്രയും മാസാണ് നമ്മൾ ഓരോ ഗ്യാസ് എടുത്തു എന്ന് നമ്മളങ്ങ് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ഗ്രാംസ് ലോ, രണ്ട് ഗ്യാസുകളുടെ ഡിഫ്യൂഷൻ്റെ റേറ്റ് കമ്പയർ ചെയ്ത് മോളിക്കുലാർ മാസ് കാണാനുള്ള മെത്തേഡാണ്. റേറ്റ് ഓഫ് ഡിഫ്യൂഷൻ 1/√m പ്രപ്പോർഷനാണ്. ടെമ്പറേച്ചർ മാറുമ്പോഴുള്ള കണ്ടീഷൻ, പ്രഷർ മാറുമ്പോഴുള്ള കണ്ടീഷൻ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതിൽ വരുന്ന ചോദ്യങ്ങൾ ഒരു അൺനോൺ ഗ്യാസിൻ്റെ മോളിക്കുലാർ മാസ് കാണാനാണ്. ഇനി ഇതിൽ നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് റേറ്റിൻ്റെ റേഷ്യോന് പകരം ടൈമിൻ്റെ റേഷ്യോ ചോദിച്ചാൽ നമുക്കൊരു പ്രശ്നവുമില്ല, വി വിൽ ഡു ദാറ്റ്. പിന്നെ ഏതാണുള്ളത്? വെലോസിറ്റി ടേംസ് ആണ്. URMS, V average, most probable velocity is proportional to √T/m, velocity is proportional to √P/d. ടെമ്പറേച്ചർ മാറ്റിയാൽ വെലോസിറ്റി എങ്ങനെ മാറും, മോളിക്കുലാർ മാസ് മാറ്റിയാൽ വെലോസിറ്റി എങ്ങനെ മാറും. ഇനി ഓക്സിജൻ ഇത്ര ടെമ്പറേച്ചറിലെ വെലോസിറ്റി, നിയോൺ ഇത്ര ടെമ്പറേച്ചറിൽ, ഏത് ടെമ്പറേച്ചറിൽ ഈക്വൽ ആവും എന്നുപോലത്തെ ചോദ്യങ്ങൾ. ഇതിൻ്റെ റേഷ്യോകൾ നമ്മൾ നിർബന്ധമായി പഠിച്ചിരിക്കണം. ഇനി കൈനറ്റിക് മോളിക്കുലാർ തിയറിയിൽ നമ്മൾ എന്ത് വേണം? കൈനറ്റിക് എനർജി ഒരു മോളിക്യൂളിൻ്റെ കാണാൻ, ഒരു മോളിൻ്റെ ആവറേജ് കാണാൻ, n മോളിൻ്റെ കാണാൻ പഠിച്ചിരിക്കണം. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും തമ്മിലുള്ള ബന്ധം. പിന്നെ ഏതാണ്? വാണ്ടർ വാൾസ് ഇക്വേഷൻ പഠിക്കണം. AB യൂണിറ്റ് എന്താണ്, AB ഡിപ്പെൻഡ് ചെയ്യുന്ന എവിടെയാണ്, ആ സെഡിൻ്റെ ഗ്രാഫ്, നെഗറ്റീവ് ഡീവിയേഷൻ സമയത്തുള്ള സെഡിൻ്റെ വാല്യൂ, പോസിറ്റീവ് ആകുമ്പോൾ സെഡിൻ്റെ വാല്യൂ, Z എന്ന് പറയുന്നത് VM/VI ആണെന്നുള്ള ഇൻഫർമേഷൻ. പിന്നെ നമ്മൾ അവസാനമായി പറഞ്ഞ 5 എണ്ണത്തിൻ്റെ ഇക്വേഷൻസ് ബൈ ഹാർട്ട് ചെയ്യുക. ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ക്രിട്ടിക്കൽ പ്രഷർ, ക്രിട്ടിക്കൽ വെലോസിറ്റി, ഇൻവേർഷൻ ടെമ്പറേച്ചർ ആൻഡ് ബോയിൽസ് ടെമ്പറേച്ചർ. ഇത്രയും പോയിന്റുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും കൃത്യമായിട്ട് എഴുതാൻ പറ്റും, ഒരു സംശയമില്ല. നമ്മളിപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് എളുപ്പമുള്ള ചോദ്യങ്ങൾ മാത്രമൊന്നുമല്ല, കഴിഞ്ഞ 33 വർഷമായിട്ടുള്ള നീറ്റിന് ചോദിച്ച ചോദ്യങ്ങളാണ്. അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ദിസ് ഈസ് ഓൾ അബൌട്ട് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ. പ്ലീസ് സോൾവ് 1/19. റെഡി, അതവിടെ കിടക്കട്ടെ. ഇനി എന്തെങ്കിലും ഈ ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ ഏതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഇറ്റ്, നമ്മളത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും, അതുമായിട്ട് ചോദ്യങ്ങൾ പറയും. ഇല്ല എങ്കിൽ നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോകും. വളരെ എളുപ്പമുള്ള പാഠമാണ് തെർമോഡൈനാമിക്സ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലാകെ 21 ടൈപ്പ് ചോദ്യമുള്ളത്. തെർമോഡൈനാമിക്സിൽ 28 ടൈപ്പ് ചോദ്യമുണ്ട്. നമുക്ക് വേഗം തീർക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ ഇപ്പോൾ കമൻ്റ് അടിച്ചോ. ഏതെങ്കിലും ഒരു പോർഷൻ വിഷമം ഉണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് വലിയ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം.
ഇനി ഇല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് പാഠത്തിലേക്ക് പോകും, തെർമോഡൈനാമിക്സ്. ഐ എം വെയിറ്റിംഗ് ഫോർ ദ കമൻറ്റ്. ആ കമൻറ്റിന് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. ആർക്കും ഡൗട്ടില്ല? ഉണ്ടോ? സോ നെക്സ്റ്റ് പാഠത്തിലേക്ക് പോവാം, തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സ് എന്നുള്ള പാഠത്തിലേക്ക് പോവാം. ഐ എം വെയിറ്റിംഗ് ഫോർ ദ കമൻറ്റ്. കമൻറ്റില്ല. അതിൻ്റെ അർത്ഥം സംശയം ഇല്ല എന്നാണ്. എളുപ്പമുള്ള പാഠമാണ്. സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനൊക്കെ നീറ്റിന്ന് ചോദ്യം വന്നാൽ സുഖമായിട്ട് എഴുതാൻ പറ്റും. ഇത് പക്ഷേ ഇപ്രാവശ്യത്തെ ഡിലീറ്റഡ് പോർഷനാണ്. ഡിലീറ്റഡ് പോർഷനിലെ ചോദ്യങ്ങളും നീറ്റ് എക്സാമിന് വരുമെന്നാണ് ഇപ്പോഴത്തെ ഇൻഫർമേഷൻ അനുസരിച്ച്, അല്ലെങ്കിൽ റൂമേഴ്സ് അനുസരിച്ചിട്ട് ഡിലീറ്റഡ് പോർഷൻസുള്ള ചോദ്യങ്ങൾ ബി പാർട്ടിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ കൂടുതൽ ചോയ്സുകൾ ഉണ്ടാവാം എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പക്ഷേ ആധികാരികമായിട്ട് അങ്ങനെ യാതൊരു വിവരവും വന്നിട്ടില്ല. അതുകൊണ്ട് നമ്മൾ നമ്മുടെ കെമിസ്ട്രിയിലെ 30 പാഠവും നല്ല കൃത്യമായിട്ട് പഠിക്കണം. ഉറപ്പായിട്ടും നീറ്റിൻ്റെ നിങ്ങളുടെ റാങ്ക് ഡിസൈഡർ ഒബ്വിയസ്ലി ഫിസിക്സാണ്. പക്ഷെ നിങ്ങൾ ഡോക്ടറാവും എന്ന് ഉറപ്പിക്കുന്ന സബ്ജക്റ്റ് കെമിസ്ട്രിയാണ്. ബയോളജി എല്ലാവർക്കും അറിയാം, എന്തായാലും 340 to 360 മാർക്ക് എല്ലാവരും വാങ്ങണം. കെമിസ്ട്രിയിൽ നിങ്ങൾക്കൊരു 160+ അല്ലെങ്കിൽ 170+ മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയാൽ, നിങ്ങൾക്ക് ബയോളജിയിൽ 340 ആണ് കിട്ടിയത്, കെമിസ്ട്രിയിൽ 160 കിട്ടിയെന്നിരിക്കട്ടെ, ഡയറക്റ്റ് നിങ്ങളുടെ മാർക്ക് എത്രയിലെത്തി? 500ലേക്ക് എത്തി. പിന്നെ ഒരു 100+ മാർക്ക് ഫിസിക്സിൽ സ്കോർ ചെയ്യാൻ പറ്റിയാൽ സുഖമായിട്ട് നമ്മൾ എന്തായി? ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടറായി. ആൻഡ് ഒബ്വിയസ്ലി റാങ്ക് ഡിസൈഡർ ഈസ് ഫിസിക്സ്. 100, 150, 160, 170 ഫിസിക്സിൻ്റെ മാർക്കിന് വ്യത്യാസം വരുംതോറും നമ്മുടെ റാങ്ക് എന്താവും? നല്ല അടിപൊളി റാങ്കാവും. എല്ലാവരെയും കോഴിക്കോട് മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഡൽഹി എയിംസിലൊക്കെ കാണാൻ പറ്റട്ടെ. എന്തോ ആട്ടെ, ആരും സംശയം ചോദിക്കാൻ നിന്നില്ല. ഞാൻ കാത്തു നിന്ന ഇത്ര നേരം. നമുക്ക് ഏത് പാഠത്തിലേക്ക് പോവാം? തെർമോഡൈനാമിക്സ്. തെർമോഡൈനാമിക്സിൻ്റെ ചോദ്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പേ തെർമോഡൈനാമിക്സിനെ ഞാൻ 2 പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫസ്റ്റ് ലോ, 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഫസ്റ്റ് ലോ, രണ്ടാമത്തത് തെർമോ കെമിസ്ട്രി എന്നുള്ളതാണ്, കാൽക്കുലേഷൻ ഓഫ് എൻതാൽപ്പി ഇൻ ഡിഫറെൻറ്റ് പ്രോസസ്. 3 സെക്കൻഡ് ലോ. എളുപ്പമുള്ളതാണ്, കുട്ടികളെല്ലാം കൂടെ ഓക്കെ. ബോയ്സ് ലോ വെച്ച് എയർ ബബിൾ ഇൻക്രീസസ് ട്വൈസ് ഫ്രം ദ ബോട്ടം ടു ടോപ്പ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അത് ചെയ്യാൻ വേണ്ടി ആരോ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ലേക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ലേക്കിൻ്റെ താഴെ ഒരു എയർ ബബിൾ ഉണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, അക്വേറിയത്തിലൊക്കെ നമ്മൾ എയർ പുറത്തുവിടുന്ന നമ്മുടെ എന്തെങ്കിലും എക്യുപ്മെൻ്റ് ഉണ്ടെങ്കിൽ താഴെ എയർ ബബിൾ ചെറുതായിരിക്കും, മുകളിലോട്ട് പോകുന്ന നേരത്തും ആ എയർ ബബിൾ എന്താവുന്നുണ്ട്? വലുതായി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് വലുതായി വരുന്നത്? മുകളിലേക്ക് എത്തും തോറും പ്രഷർ എന്താവുന്നുണ്ട്? കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ താഴെ ലേക്കിൽ ഒരു എയർ ബബിൾ ഉണ്ടായിരുന്നു. അത് മുകളിലെത്തുമ്പോഴേക്കും അതിൻ്റെ റേഡിയസ് എന്തായി? ഡബിളായി. അതിൽ പറയാണ്, ഓരോ 10 മീറ്റർ വെള്ളത്തിൻ്റെ ഡെപ്തും ഒരു ATMന് തുല്യമാണ്. നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ 1 ATM ആണ്. അങ്ങനെയാണെങ്കിൽ ലേക്കിൻ്റെ ഡെപ്ത് എത്ര എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. അത് കെമിസ്ട്രിയിൽ മാത്രമല്ല ഫിസിക്സിൽ സ്ഥിരമായിട്ട് വരുന്ന. അപ്പോൾ എനിക്കെന്ത് പറയാം? ഇവിടെ V1 വോളിയാണെങ്കിൽ ഇവിടെ 8V1 വോളിയാണ്. അങ്ങനെ കിട്ടിയടാ? അതെ, റേഡിയസ് ഡബിളായില്ലടാ. ഒരു സ്ഫിയറിൻ്റെ വോളിയത്തിൻ്റെ എക്സ്പ്രഷൻ എന്താ? 4/3 πr³ അല്ലേ? റേഡിയസ് ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ വോളിയം 8 ടൈംസ് ആയിട്ടുണ്ടാവും. വോളിയം 8 ടൈംസ് ആവുമെന്ന് വെച്ചാൽ പ്രഷർ 1/8 ആയി ചുരുങ്ങിയിട്ടുണ്ടാവും. ഇവിടെ 1 ATM ആണുള്ളത്. അപ്പോൾ ഇവിടെ അതിൻ്റെ 8 ഇരട്ടി പ്രഷർ ഉണ്ടാവണം. എന്ന് വെച്ചാൽ എത്രയാണ്? 8 ATM. അപ്പോൾ സർഫസിൽ 1 ATM ആണ്, ഏറ്റവും താഴെ അതിൻ്റെ ബോട്ടത്തിൽ 8 ATM ആണ്. അപ്പോൾ ഈ ലേക്ക് എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ എത്രയാണ്? 7 ATM ആണ്. പിന്നെ ഈ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ 10 മീറ്ററും ഒരു ATMന് തുല്യമാണ്. അപ്പോൾ ലേക്ക് കൊണ്ടുണ്ടായ പ്രഷർ എത്രയാണ്? 7 ATM ആണ്. അപ്പോൾ ലേക്കിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് ഓരോ ATMനും 10 മീറ്റർ. 7 ATM ഈ ലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ലേക്കിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 70 മീറ്റേഴ്സ് ആയിരിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് കെമിസ്ട്രിയിൽ ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കണ്ടത്
ഫിസിക്സിൽ ചോദിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, തെർമോഡൈനാമിക്സിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു വന്നത് തെർമോഡൈനാമിക്സിനെ 3 പാർട്ടാക്കുന്നു. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വരെ, സെക്കൻഡ് തെർമോ കെമിസ്ട്രി, 3 എന്താണ് സെക്കൻഡ് ലോ. ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് വരാറുള്ളത് തെർമോ കെമിസ്ട്രി എന്നാണ്. ഞാൻ പറഞ്ഞ സെക്കൻഡ് പാർട്ടിൽ നിന്നാണ്. ആദ്യത്തെ പാർട്ടിൽ നിന്ന് കുറച്ചും കൂടി തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അല്ലെങ്കിൽ പ്രോബ്ലം ആണെങ്കിൽ പോലും ഒരുപാട് സ്റ്റെപ്പുകൾ ചെയ്യാനുള്ള പ്രോബ്ലംസ് അല്ല. സെക്കൻഡ് പാർട്ടിൽ തെർമോ കെമിസ്ട്രിയിൽ ബേസിക്കലി എളുപ്പമുള്ള പ്രോബ്ലംസ് ആണ്. പക്ഷേ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തിട്ടില്ല എങ്കിൽ തെറ്റാൻ സാധ്യതയുള്ള 3 സെക്കൻഡ് ലോയിൽ വരുമ്പോൾ നമുക്ക് തിയറി ആണെങ്കിലും പ്രോബ്ലം ആണെങ്കിലും എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പാഠത്തിനെ 3 ഭാഗമായിട്ട് വിഭജിക്കാം. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗമാണ് തെർമോഡൈനാമിക്സ്. അതിൽ നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ് സിസ്റ്റം, ഏതൊക്കെ ടൈപ്പ് സിസ്റ്റം ഉണ്ട്, ഓരോ ടൈപ്പ് സിസ്റ്റത്തിൻ്റെയും ബൗണ്ടറിൻ്റെ പ്രത്യേകത എന്ത്, ഓരോ ടൈപ്പ് സിസ്റ്റത്തിൻ്റെയും ബൗണ്ടറികളുടെ പ്രത്യേകത എന്ത്, ആ സിസ്റ്റത്തിൻ്റെ അവസ്ഥയെ പ്രതിനിധീകരിക്കാൻ വാട്ട് ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം, വി റിക്വയർഡ് സം ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വിച്ച് ആർ നോൺ ആസ് സ്റ്റേറ്റ് വേരിയബിൾസ് ഓർ സിസ്റ്റം വേരിയബിൾസ്. ഈ വേരിയബിൾസിൻ്റെ മെഷേർഡ് വാല്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോപ്പർട്ടി. ഈ റൂമിൽ ടെമ്പറേച്ചർ ഉണ്ട്. ടെമ്പറേച്ചർ എന്ന് പറയുന്നൊരു വേരിയബിളാണ്. ഈ റൂമിൽ ഇപ്പോൾ 28 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ ഉണ്ട്. അതതിൻ്റെ മെഷേർഡ് വാല്യൂ ആണ്. ആ മെഷേർഡ് വാല്യൂവിന് പറയുന്ന പേരാണ് പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടികൾ 2 രീതിയിലുണ്ട്. ഒന്ന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി, 2 ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. ഒരു പ്രോപ്പർട്ടി അതിൻ്റെ എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്, എക്സ്റ്റെൻസീവ് ആണ്. ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ അതിൻ്റെ എമൗണ്ട് ഓഫ് മാറ്ററിന് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എങ്കിൽ അതിൻ്റെ പേരാണ് ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി. നമുക്ക് എങ്ങനെയാണ് ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും മനസ്സിലാവുക? ഒരു ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടുന്നത് 2 ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് പരസ്പരം ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. ഇപ്പോൾ ഡെൻസിറ്റി മാസ് ബൈ വോളിയം അല്ലേ, ഇറ്റ് ഈസ് എൻ ഇൻറ്റൻസീവ്. അല്ലെങ്കിൽ ആവറേജ് വാല്യൂ എടുത്താൽ അത് ഇൻറ്റൻസീവ് ആയിരിക്കും. ഞാൻ പറയാണ് temperature is the average kinetic energy, that will be intensive. Refractive index, velocity of light in vacuum divided by velocity of light in medium, divide ചെയ്ത് കിട്ടുന്നതാണ്. അതെന്താണ്, ഇൻറ്റൻസീവ് ആണ്. സ്പെസിഫിക് ഹീറ്റ് എനർജി പെർ 1 gram, അതെന്താണ്, ഇൻറ്റൻസീവ് ആണ്. ഇനി നമ്മൾ പ്രഷർ, ഫോഴ്സ് പെർ ഏരിയ, ഇൻറ്റൻസീവ് ആണ്. അല്ല നമ്മൾ എനർജി എന്ന് പറയുന്നതോ എൻട്രോപ്പി എന്ന് പറയുന്നതോ ഇതൊക്കെ ഒന്നിനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതല്ല, അതെന്താണ്, എക്സ്റ്റെൻസീവ് ആണ്. ഈ പ്രോപ്പർട്ടികൾക്ക് ഉണ്ടാവുന്ന മാറ്റത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഫംഗ്ഷൻ 2 രീതിയിലുണ്ട്, സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. പാത്ത് ഫംഗ്ഷന് നമ്മൾ പഠിക്കുന്ന 2 എക്സാമ്പിളുകളേ ഉള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് വർക്കാണ്, രണ്ടാമത്തെ എന്താണ്, ഹീറ്റാണ്. ബാക്കി നമ്മൾ പഠിക്കുന്ന എല്ലാ ചേഞ്ചുകളും എന്ത് ഫംഗ്ഷൻസുകളാണ്, സ്റ്റേറ്റ് ഫംഗ്ഷൻസുകളാണ്. സ്റ്റേറ്റ് ഫംഗ്ഷൻ, പാത്ത് ഫംഗ്ഷൻ. ഇനി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമ്മൾ പഠിക്കുകയാണ്. എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. എന്തായിരുന്നു ഫോർമുല? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ക്യൂ പ്ലസ് ഡബ്ല്യു. ഡെൽറ്റ യു എന്ന് വെച്ചാൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ആണ്. ഈ ക്യൂവിൻ്റെയും ഡബ്ല്യുവിൻ്റെയും സൈൻ കൺവെൻസ് മസ്റ്റായിട്ട് ഓർമ്മ വേണ്ടതാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. ഇനി ഡെൽറ്റ യുവിന് നമ്മൾ അടുത്തൊരു ഫോർമുലയും കൂടെ ഫസ്റ്റ് ലോ ഒന്ന് എഴുതാം. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് പി ഡെൽറ്റ വി എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ എൻ ജി ആർ ടി എന്നോ. ഇതിൽ നിന്ന് ഡെൽറ്റ എച്ച് തന്നിട്ട് ഡെൽറ്റ യു കാണാനോ ഡെൽറ്റ യു തന്നിട്ട് ഡെൽറ്റ എച്ച് കാണാനോ ഉള്ള ചോദ്യങ്ങളുണ്ടാവും. അവസാനമായിട്ട് ഇതിൽ പഠിക്കാനുള്ളത് മെഷർമെൻറ്റ് ഓഫ് വർക്ക് ആണ്. ഒരു വർക്കിനെ എങ്ങനെ മെഷർ ചെയ്യാം, ഡിഫറെൻറ്റ് പ്രോസസ്സ് എന്നാൽ വർക്ക് എങ്ങനെ മെഷർ ചെയ്യാം. 3 സിസ്റ്റങ്ങളായിരുന്നു ഉള്ളത്. ഒന്ന് ഇറിവേഴ്സിബിൾ പ്രോസസ്സ്, 2 എന്താണ്, റിവേഴ്സിബിൾ പ്രോസസ്സ്, 3 എന്താണ്, എക്സ്പാൻഷൻ ടു വാക്വം. നിങ്ങൾ എന്തൊന്നും കണ്ട് ചെയ്യാൻ നിൽക്കണ്ട. ഒരു അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ ചോദ്യങ്ങളൊക്കെ കാണാറുണ്ട്. അത് കെമിസ്ട്രിയിലുള്ള ചോദ്യമല്ല, മറിച്ച് എന്തിലുള്ളതാണ്, ഫിസിക്സിലുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമ്മൾ പറയാണ്. നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്ത് നോക്കാം. റെഡി? ശരി, നമുക്ക് നോക്കാം. വിച്ച് ഈസ് ദ ഫോളോയിങ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് സ്റ്റേറ്റ് ഫംഗ്ഷൻ? സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് എന്ത് എന്ന് ചോദിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ചോദ്യം എന്താണ്, ഏതാണ് പാത്ത് ഫംഗ്ഷൻ എന്നാണ്. ക്യൂ പ്ലസ് ഡബ്ല്യു പാത്ത് ഫംഗ്ഷൻ അല്ല. ക്യൂ പ്ലസ് ഡബ്ല്യു എന്താ, ഡെൽറ്റ യു ആ. ഡെൽറ്റ യു സ്റ്റേറ്റ് ഫംഗ്ഷനാണ്. ക്യൂവും പാത്ത് ഫംഗ്ഷനാണ്, ഡബ്ല്യുവും പാത്ത് ഫംഗ്ഷനാണ്.
അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ 2 പാത്ത് ഫംഗ്ഷനാണ്, ഓപ്ഷൻ 3യും അല്ലെങ്കിൽ ഇതിലുള്ള 2ഉം 3യും ഇത് രണ്ടുമാണ് എന്തായിട്ടുള്ളത്, പാത്ത് ഫംഗ്ഷൻ ആയിട്ടുള്ളത്. സോ അവർ ഓപ്ഷൻ വിൽ ബി ബി. സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏത് അല്ലെങ്കിൽ ഏതാണ് പാത്ത് ഫംഗ്ഷൻ ഏത് എന്നുള്ള ചോദ്യം ഇതാണ്. റെഡി? യെസ്. നെക്സ്റ്റ് 2002 നീറ്റിന് ചോദിച്ചാണ്, ഇൻ എ ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് കണ്ടെയ്നർ എ ലിക്വിഡ് ഈസ് ടയേർഡ് വിത്ത് പാഡിൽ ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ? ഏതാണ് ശരിയായത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കണ്ടെയ്നർ, ഇതേപോലെ ക്ലോസ്ഡ് കണ്ടെയ്നറിലെ വെള്ളത്തെ എന്ത് ചെയ്യുന്നു, ഇളക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ അകത്ത് എന്താ ചെയ്യുന്നത്, വർക്ക് കൊടുക്കുന്നു. ഇൻക്രീസ് ദ ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇൻസുലേറ്റഡ് കണ്ടെയ്നറാണ്, ക്യൂ ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് പറയാം, 0 എന്ന് പറയാം. ഡബ്ല്യു എന്താണ്, പോസിറ്റീവാണ്. ഡബ്ല്യു പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ ഇയും എന്തായിരിക്കും, പോസിറ്റീവായിരിക്കും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു എന്താണ്, ഡബ്ല്യു. അതെന്തിന് ഈക്വൽ അല്ല, 0ന് ഈക്വൽ അല്ല. പക്ഷേ എന്ത് 0 ആണ്, ക്യൂ 0 ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ ടെമ്പറേച്ചർ എന്ത് ചെയ്തേക്കുന്നത്, ഇൻക്രീസ് ചെയ്തേക്കുന്നത്. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്കിൻ്റെ ചോദ്യങ്ങളുണ്ടാവും. എല്ലാവരും ഇതാ 5ാമത്തെ ചോദ്യം ഒന്ന് ചെയ്ത് നോക്കൂ. അണ്ടർ ഐസോതെർമൽ കണ്ടീഷൻസ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. എ ഗ്യാസ് at 300 Kelvin expands from 0.1 liter to 0.25 liter against a constant external pressure of 2 bar. The work done by the gas is given that 1 liter ATM is equal to 100 joule. NEET 2019 ചോദിച്ചാണ്. You try to solve it. എല്ലാവരും നോക്കിക്കേ. അപ്പോൾ നമുക്ക് എന്തുണ്ട്, വർക്ക് ഡൺ ബൈ എ ഗ്യാസ് എഗെയിൻസ്റ്റ് an external pressure എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ വർക്കാണ്. വർക്ക് ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു മൈനസ് പി ഡെൽറ്റ വി ആണ് നമ്മുടെ ആൻസർ വേണ്ടത്. പക്ഷെ ഇവിടെ ചോദിച്ചത് വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്നാണ്. ഗ്യാസ് ചെയ്ത വർക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് എത്ര എടുത്താൽ മതി, പി ഡെൽറ്റ വി എടുത്താൽ മതി. എഗെയിൻസ്റ്റ് ആൻ എക്സ്റ്റേണൽ പ്രഷർ എന്ന് പറയുന്നതൊക്കെ എന്താണ് മക്കളെ, ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ പി ഡെൽറ്റ വി എടുക്കുക. പി എത്രയാണ് തന്നിരിക്കുന്നത്, പ്രഷർ ഈസ് 2. ഡെൽറ്റ വി എത്രയാണ്, 0.15. സോ ദ ടോട്ടൽ ചേഞ്ച് ഈസ് 0.3 ബാർ ലിറ്റർ ആണ് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. ഇനി ബാർ ലിറ്ററിനെ എന്തിലോട്ട് മാറ്റണം, ജൂളിലോട്ട് മാറ്റണം. 1 ബാർ ലിറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ജൂളാണ്, 100 ജൂൾസ് ആണ്. 0.3 ബാർ ലിറ്റർ എന്ന് വെച്ചാൽ നമ്മുടെ ആൻസർ എത്രയായിരിക്കും, 30 ജൂൾ എന്നായിരിക്കും ആൻസർ. ആൻഡ് യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ എ. 5ാം ചോദ്യത്തിന് ഏതാണ്, ഓപ്ഷൻ എ. ഒഡീഷ നീറ്റ് 2019 ചോദിച്ചാണ്. ബട്ട് സ്റ്റിൽ വി ക്യാൻ ഡു ദ ക്വസ്റ്റ്യൻ. എവറിബഡി റൈറ്റ് ദി 7th ക്വസ്റ്റ്യൻ ആൻഡ് സോൾവ് ഇറ്റ്. 7ാമത്തെ ക്വസ്റ്റ്യൻ എഴുതിയിട്ട് ഒന്ന് സോൾവ് ചെയ്യൂ. ഉത്തരം കിട്ടുന്നത് ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ. എൻ ഐഡിയൽ ഗ്യാസ് എക്സ്പാൻഡ്സ് ഐസോതെർമലി ഫ്രം 10 raised to minus 3 meter cube to 10 raised to minus 2 meter cube at 300 Kelvin against a constant pressure of 10 raised to 5. The work done on the gas ആണ് ചോദിച്ചിരിക്കുന്നത്. What is the work done on the gas? മക്കളെ വീണ്ടും against a constant pressure എന്നല്ലേ. So work done ന്റെ ഫോർമുല നമുക്കറിയാം, it is minus P delta V. നമുക്ക് ഏതിൽ ഉത്തരം കിട്ടണം എന്നുള്ളതാണ്. ഇവിടെ പ്രഷർ തന്നത് പാസ്കലിലാണ്, ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. വോളിയം തന്നേക്കുന്നത് മീറ്റർ ക്യൂബിലാണ്. സോ ഇത് ഡയറക്റ്റ് ആയിട്ട് എടുത്താൽ നമുക്ക് ഉറപ്പായിട്ടും എന്തിലാണ് കിട്ടുക, ഉത്തരം ജൂളിലാണ് കിട്ടുക. സോ വി ക്യാൻ ഡു ഇറ്റ്. സോ പ്രഷർ ഈസ് 10 raised to 5 മൈനസ് വാട്ട് ഈസ് ദ വോളിയം ചേഞ്ച്, ഫൈനൽ മൈനസ് ഇനീഷ്യലാണ്, 10 raised to minus 2 minus 10 raised to minus 3 meter cube. So here you will get 10 raised to minus 5, sorry, minus of 10 raised to 5. ഞാൻ എല്ലാത്തുനിന്നും 10 raised to minus 3 പുറത്തെടുത്താൽ എനിക്ക് എന്ത് കിട്ടും, 10 raised to minus 3 into 10 minus 1. So what you will get, minus of 10 raised to 2 into 9 കിട്ടും. And your answer will be minus 900 joule. ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി.
ഈ രണ്ട് ചോദ്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഇവിടെ ഒന്നിന് ഞാൻ മൈനസ് സൈൻ ഉപയോഗിച്ചിരിക്കുന്നു, ഒന്നിന് എന്തുപയോഗിച്ചിട്ടില്ല, മൈനസ് സൈൻ ഉപയോഗിച്ചിട്ടില്ല. വർക്ക് ഈസ് മൈനസ് പി ഡെൽറ്റ വി എന്ന് എഴുതി, എന്നിട്ട് നമ്മൾ എന്തിലോട്ട് പോയി, വർക്ക് ഈസ് ഈക്വൽ ടു പി ഡെൽറ്റ വി എന്ന് എഴുതി. എന്തുകൊണ്ടാണ് ഒന്നിന് മൈനസ് എടുത്തു, ഒന്നിന് മൈനസ് എടുത്തിട്ടില്ല? എന്തുകൊണ്ടാണ്? ആര് പറയും? ഇവിടെ ചോദ്യത്തിൻ്റെ കൺസ്ട്രക്ഷനിലെ വ്യത്യാസമാണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ഒന്ന്, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഗ്യാസ് എത്ര വർക്ക് ചെയ്തു? ഉറപ്പായും ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വർക്ക് നമ്മൾ നെഗറ്റീവായി കിട്ടി. എനിക്ക് വർക്ക് കണ്ടൻറ്റ് ഈസ് നെഗറ്റീവ് എന്നുള്ള ചോദ്യം ഉണ്ടാവും. പക്ഷേ ഇവിടെ ചോദ്യം എന്താണ്? വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ്. ഉദാഹരണത്തിന് ഞാൻ പറയാം, ഇന്ന് രാവിലെ ഞാൻ വരുമ്പോൾ എൻ്റെ പേഴ്സിൽ 300 രൂപ ഉണ്ടായിരുന്നു. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഞാൻ എന്തോ വർക്ക് ചെയ്തു, കഴിക്കാൻ എന്തോ വാങ്ങിച്ചു, എൻ്റെ പേഴ്സിൽ 200 രൂപയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് മണി എന്ന് ചോദിച്ചാൽ, വാട്ട് ഈസ് ദ ചേഞ്ച് ഓഫ് മണി എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് -100, നോ ഡൗട്ട്. അതേപോലെ ഒരു ഗ്യാസ് വർക്ക് ചെയ്താൽ അത് ഡെൽറ്റ യുവിൽ ഉണ്ടാക്കുന്ന വ്യത്യാസം നെഗറ്റീവ് തന്നെയാണ്, സംശയമില്ല. സിസ്റ്റത്തിൻ്റെ എനർജി എടുത്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്, വർക്ക് പുറത്തോട്ടാണ് ചെയ്യുന്നത്. ഡെൽറ്റ യു എന്താവും? നെഗറ്റീവ് ആവും, സംശയമൊന്നുമില്ല. ചേഞ്ച് എന്ന് വെച്ചാൽ നെഗറ്റീവ് തന്നെയാണ്. പക്ഷെ എൻ്റെ അടുത്ത് എൻ്റെ ഭാര്യ ചോദിക്കുന്ന ചോദ്യം മാറ്റി എന്നിരിക്കട്ടെ, നിങ്ങൾ എത്ര രൂപ ചിലവാക്കി എന്നിരിക്കട്ടെ. 300 200 ഞാൻ ചിലവാക്കിയ രൂപ എത്രയാണ്? -100 ആണോ? അല്ല, ഞാൻ ചിലവാക്കിയ രൂപ എത്രയാണ്? 100 ആണ്. അതേപോലെ ഗ്യാസ് വർക്ക് ചെയ്യുമ്പോൾ ഉറപ്പായും ഡെൽറ്റ യു കുറയുന്നു, സംശയമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഡെൽറ്റ യുവിൻ്റെ വാല്യൂ എടുക്കുമ്പോൾ വാട്ട് ഈസ് എ ചേഞ്ച് എന്ന് എടുക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് മൈനസ് പി ഡെൽറ്റ വി തന്നെ എടുക്കണം. പക്ഷേ ചോദ്യം ഇവിടെ മാറ്റി, ഗ്യാസ് എത്ര വർക്ക് ചെയ്തു എന്നാ ചോദ്യം. ആ 100 ജോൾ ഗ്യാസ് വർക്ക് ചെയ്തു, അതുകൊണ്ടാണ് എന്തിരിക്കുന്നത്? ഡെൽറ്റ യു കുറയുന്നത്. സോ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്നെടുക്കുമ്പോൾ നമ്മൾ എന്ത് മാറ്റണം? മൈനസ് മാറ്റണം. ഇവിടെ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് അല്ല ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഓൺ ദ ഗ്യാസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ മൈനസ് പി ഡെൽറ്റ വിയുടെ മൈനസ് നമ്മൾ മാറ്റേണ്ട കാര്യമില്ല. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ത് ചെയ്യുന്നത്? ആ മൈനസ് എവിടെ വെക്കണം, മൈനസ് എവിടെ വെക്കണ്ട. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എന്നും, അല്ലെങ്കിൽ സിംപ്ലി ചോദ്യം വാട്ട് ഈസ് ദ വർക്ക് ഡൺ എന്നാണെങ്കിൽ നിങ്ങൾ മൈനസ് എടുക്കേണ്ടി വന്നേനെ. ബട്ട് വർക്ക് ഡൺ ബൈ ദ ഗ്യാസ് എടുക്കുമ്പോൾ നിങ്ങൾ ആ മൈനസിനെ എന്ത് ചെയ്തേ പറ്റുള്ളൂ? ഒഴിവാക്കിയേ പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിലുള്ള രണ്ടാമത്തെ ടൈപ്പ് ചോദ്യം എന്ത് ഇതാക്കിയാൽ, ഓക്കെ, 11ാമത്തെ ചോദ്യം നമ്മൾ നോക്കാം. മെയിൻസ് 2010 APMT മെയിൻസിനാണ്. 3 moles ഓഫ് an ideal gas expanded spontaneously into vacuum, the work done will be. നമുക്ക് മൂന്നാമത്തെ വർക്കിൻ്റെ ഫോർമുല വെൻ ഗ്യാസ് എക്സ്പാൻഡഡ് ടു വാക്യൂം എന്നാണ്. വാക്യൂത്തിലേക്ക് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്താൽ വർക്ക് ഡൺ നമ്മൾ എത്രയായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. വാക്യൂത്തിലേക്ക് ഒരു ഗ്യാസ് എക്സ്പാൻഡ് ചെയ്താൽ വർക്ക് ഡൺ എന്തായിട്ട് എടുക്കണം? 0 ആയിട്ട് എടുക്കണം. സോ ഇതാണ് ഒരു ടൈപ്പ് ചോദ്യം. എന്ത്? വർക്ക് കാണാൻ, അല്ലെങ്കിൽ വർക്കിൻ്റെയും ഹീറ്റിൻ്റെയും എമൗണ്ട് തന്നിട്ട് എന്ത് കാണാൻ? ഡെൽറ്റ യു കാണാൻ ഉള്ള ചോദ്യം ഉണ്ടാവും. 2, ഡെൽറ്റ യുവും ഡെൽറ്റ എച്ചും തമ്മിൽ കമ്പയർ ചെയ്യാനുള്ളതാണ്. ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള ഫോർമുല നമ്മൾ എഴുതിയിട്ടുണ്ട്. ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ NGRT ആണ്. അപ്പോൾ ഡെൽറ്റ NG എന്ന് വെച്ചാൽ ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസിലുള്ള ഡിഫറൻസ് ആണ്. ഡെൽറ്റ NG 0 ആണെന്നിരിക്കട്ടെ. ഇഫ് ഡെൽറ്റ NG 0, ഡെൽറ്റ NG 0 ആണ്, എന്തായിരിക്കും മക്കളെ? ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? ഡെൽറ്റ യു. ഡെൽറ്റ NG ഗ്രേറ്റർ ദാൻ 0 ആണ് എങ്കിൽ ഡെൽറ്റ യു വിൽ ബി ലെസ് ദാൻ ഡെൽറ്റ എച്ച്, അല്ലെങ്കിൽ എന്ത് പറയാം? ഡെൽറ്റ എച്ച് ഈസ് ഗ്രേറ്റർ ദാൻ എന്ത് പറയാം? ഡെൽറ്റ യു. ഡെൽറ്റ NG ലെസ് ദാൻ 0 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് വിൽ ബി ലെസ് ദാൻ ഡെൽറ്റ യു. സോ വളരെ ഓഫണായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡെൽറ്റ എച്ചിൻ്റെയും ഡെൽറ്റ യുവിൻ്റെയും കമ്പാരിസൺ. രണ്ടിൻ്റെയും ഡെൽറ്റ എച്ചും ഡെൽറ്റ യും സെയിം ആവുന്ന റിയാക്ഷൻ ഏത്? ഡെൽറ്റ എച്ച് ഡെൽറ്റ യുവിനേക്കാൾ കൂടുതലാവുന്ന എവിടെ? ഡെൽറ്റ എച്ച് ഡെൽറ്റ യുവിനേക്കാൾ കുറവാവുന്ന എവിടെ? ഇത് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. രണ്ടാമതൊരു ചോദ്യം ഒന്നിൽ നിന്ന് വേറൊന്നിൻ്റെ കൺവേർഷനാണ്. ഡെൽറ്റ എച്ച് തരും, എന്നിട്ട് നിങ്ങളോട് എന്ത് കാണാൻ പറയും? ഡെൽറ്റ യു കാണാൻ പറയും. അല്ലെങ്കിൽ ഡെൽറ്റ യു തരും, എന്നിട്ട് നിങ്ങളോട് എന്ത് കാണാൻ വേണ്ടി പറയും? ഡെൽറ്റ എച്ച് കാണാൻ വേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ സ്ഥിരം ചോദ്യങ്ങളുണ്ട്. ആ ടൈപ്പ് ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പഠിച്ചേ പറ്റുള്ളൂ. ഇതാ അങ്ങനത്തെ ചോദ്യങ്ങൾ ഇതാ ഇവിടെ വരികയാണ്. Assume each reactions carried out in an open container for
which reaction will delta H is equal to delta E? Delta H is equal to delta E. അല്ലെ delta H is equal to delta U ആണ്ട കണ്ടീഷൻ എന്താണ് മക്കളെ? ഡെൽറ്റ എൻ ജി എന്താവണം? 0 ആവണം. ഇവിടെ നോക്കൂ, ഇവിടെ 3 ഗ്യാസ്, ഇവിടെ 2 ഗ്യാസ്. ഡെൽറ്റ എൻ ജി നെഗറ്റീവ് അല്ലേ? ഡെൽറ്റ എൻ ജി നെഗറ്റീവ് ആണ് എങ്കിൽ ഡെൽറ്റ യു വിൽ ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ എച്ച്, അല്ലെ ഡെൽറ്റ എച്ച് വിൽ ബി ലെസ് ദാൻ ഡെൽറ്റ യു. ഇവിടെ നിങ്ങൾ നോക്ക്, ഇവിടെ 2 ഗ്യാസ്, ഇവിടെയും എത്ര ഗ്യാസ്? 2 ഗ്യാസ്. അപ്പോൾ ഡെൽറ്റ എൻ ജി എന്താണ്? 0 അല്ലേ? ഡെൽറ്റ എൻ ജി 0 ആണ് എങ്കിൽ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൽറ്റ യു ആണ്. അടുത്ത ഓപ്ഷൻ നോക്ക്, സി പ്ലസ് എച്ച് ടു ഒ. ഇവിടെ 2 ഗ്യാസ് ഉണ്ട്, ഇവിടെ എത്രയുണ്ട്? 3 ഗ്യാസ് ഉണ്ട്. ഡെൽറ്റ എൻ ജി പോസിറ്റീവ് ആണ്. ഡെൽറ്റ എൻ ജി പോസിറ്റീവ് ആണെങ്കിൽ ഡെൽറ്റ എച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ യു. ഇവിടെ നിങ്ങൾ നോക്ക്, 1 ഗ്യാസ്, ഇവിടെ എത്ര ഗ്യാസ് ഉണ്ട്? 2 ഗ്യാസ് ഉണ്ട്. ഡെൽറ്റ എൻ ജി ഈസ് 1. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ എച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ ഡെൽറ്റ യു ആണ്. ഇസ് ദാറ്റ് ഓക്കെ? യെസ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ആവണമെങ്കിൽ ഡെൽറ്റ എൻ ജി എന്തായിരിക്കണം? 0 ആയിരിക്കണം. റെഡിയാണോ മക്കളെ? റൈറ്റ്. നെക്സ്റ്റ്, the work done during the expansion of gas from volume of 4 decimeter cube to 6 decimeter cube against external pressure of 3 atm. ഇവിടെ ഡെസിമീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഡെസിമീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ എന്താ? ഒരു ഡെസിമീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1 ലിറ്റർ ആണ്. അപ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട് 4ൽ നിന്ന് 6ലേക്ക് എഗെയിൻസ്റ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ. നമ്മുടെ ഫോർമുല മൈനസ് പി ഡെൽറ്റ വി ആണ്. സോ ഇറ്റ് വിൽ ബി മൈനസ് പി എത്രയാണ്? 3. ഡെൽറ്റ വി ഈസ് 2. വാട്ട് വിൽ ബി ആൻസർ? മൈനസ് 6 ലിറ്റർ ATM എന്നാണ്. അതിനെ ജൂളിലേക്ക് ആക്കണമെങ്കിൽ 101.32 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് യുവർ ആൻസർ വിൽ ബി മൈനസ് 608 ജൂൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആണോ മക്കളെ? എന്ത് എഗെയിൻസ്റ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ ആണെങ്കിൽ അത് മൈനസ് പി ഡെൽറ്റ വി ആണ്. ഇനി ലിറ്റർ ATMനെയോ ബാർ ലിറ്ററിനെയോ ജൂളിലേക്ക് ആക്കാനുള്ള ഇക്വേഷൻസും നമ്മുടെ കയ്യിൽ വേണം. നെക്സ്റ്റ് ചോദിച്ചേക്കുന്നത് നോക്കുമോ നിങ്ങൾ? 14ാമത്തെ ചോദ്യം, 14th ക്വസ്റ്റ്യൻ. C3H8 plus 5O2 gives 3CO2 plus 4H2 liquid. At constant temperature delta H minus delta E ആണ് ചോദിച്ചേക്കുന്നത്. ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ ഇ അല്ലെ ഡെൽറ്റ യു, നമ്മുടെ ആൻസർ ഡെൽറ്റ എൻ ജി ആർ ടി ആയിരിക്കും. എന്താണ് ഡെൽറ്റ എൻ ജി എന്ന് വെച്ചാൽ? ഡെൽറ്റ എൻ ജി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ്. ഹിയർ യു ക്യാൻ സി ഹൗ മെനി നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസസ് ആർ ദർ? 6 അല്ലേടാ മക്കളെ, അല്ലേ? ഇവിടെ എത്ര ഗ്യാസ് ഉണ്ട്? 3 ഗ്യാസ് അല്ലേ? സോ വാട്ട് ഈസ് ഡെൽറ്റ എൻ ജി ഹിയർ? 3 കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ട്, 6 എന്തുണ്ട്? ഗ്യാസ് വീടും ഉണ്ട്. അപ്പോൾ ഡെൽറ്റ എൻ ജി എന്ന് വെച്ചാൽ -3 അല്ലേ? ഡെൽറ്റ എച്ച് മൈനസ് ഡെൽറ്റ യു എന്ന് കിട്ടും, -3 RT എന്ന് കിട്ടും. ആൻഡ് ദ ആൻസർ ഈസ് ബി. സഫാൻ ആൻസർ ബി എന്ന് വെച്ചിട്ടുണ്ട്. എന്താണ്? ഷൈജയ.
നോക്കൂ, ഇപ്പോൾ കേൾക്കാവോ സൗണ്ട്? Can you hear now? എടാ ഇപ്പോൾ സൗണ്ട് കേൾക്കാ? മറുപടി പറടാ. ആ ഓക്കെ, ഇപ്പോൾ സൗണ്ട് കേൾക്കാമെന്നായിരിക്കുന്നു. സോ ഡെൽറ്റ ഇ വിൽ ബി ഈക്വൽ ടു 500. ഈ ചോദ്യം ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, എന്നാലും ചോദ്യം വായിച്ച് നോക്കിയിട്ടുണ്ടാവും. പലരും ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആൻസർ വരിക Q ഈസ് ഡെൽറ്റ ഇ ഈസ് ഈക്വൽ ടു 500 ജൂൾ ആൻഡ് W ഈസ് ഈക്വൽ ടു എത്രയാണ്? 0. യെസ്, ശരിയായി, സെറ്റായി. അത് കറക്റ്റ് ടൈമിന് പറഞ്ഞ സഫാനൊക്കെ താങ്ക് യു. ഇപ്പോൾ കേൾക്കാം. 17ാമത്തെ ചോദ്യം, നീറ്റ് 2000 നീറ്റ് അല്ല, എന്തിനു ചോദിച്ചാണ്? പഴയ AIPMDന് ചോദിച്ചാണ്. ഇവിടെ നോക്കണം മക്കളെ, ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള ബന്ധം ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NGRT ആണ്. എനിക്ക് നോക്കണം ഡെൽറ്റ NG എത്രയാണെന്നാണ്. ഇവിടെ 2 ആണ്, ഇവിടെ എത്രയാണ്? 3 ആണ്. സോ ഡെൽറ്റ NG ഈസ് ഈക്വൽ ടു -1. അതെന്താ ഞാൻ H2Oയും എത്തനോളും എടുക്കാത്തത്? യെസ്, നമുക്ക് ആരെ മാത്രമേ എടുക്കേണ്ട കേസുള്ളൂ? ഗ്യാസിന് മാത്രമേ എടുക്കണ്ടൂ. H2O ലിക്വിഡാണ്, എത്തനോളും എന്താണ്? ലിക്വിഡാണ്. അപ്പോൾ നമ്മൾ കണക്കാക്കേണ്ടത് ആരെ മാത്രമാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെയും ആരെ മാത്രമാണ്? ഓക്സിജനെയും മാത്രമാണ്. ഡെൽറ്റ NG -1 ആണ്. നമ്മുടെ ഫോർമുല ഡെൽറ്റ H ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു പ്ലസ് ഡെൽറ്റ NGRT എന്നാണ്. ഡെൽറ്റ NG -1 ആണ് ഇൻറ്റു RT. സോ അവർ ആൻസർ ഈസ് ഓപ്ഷൻ എ. യെസ്. ഇനി അടുത്തത്, ഇൻ എൻ എൻഡോതെർമിക് the value of delta H is endothermic reaction, value of delta H is endothermic reaction ആണെങ്കിൽ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എത്ര? ഡെൽറ്റ എച്ച് എന്താണ്? പോസിറ്റീവ് ആണ്. എൻഡോതെർമിക് ആണെങ്കിൽ ഡെൽറ്റ എച്ച് വിൽ ബി പോസിറ്റീവ് അല്ലേ? യെസ്. 19th ക്വസ്റ്റ്യൻ നല്ല ചോദ്യമാണ്. നിങ്ങൾ പറഞ്ഞേ 19th ക്വസ്റ്റ്യൻ. എൻഡോതെർമി ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആണ്. ഓക്കെ, 19th ക്വസ്റ്റ്യൻ. ഷജിയ ഏതാ? 19th ക്വസ്റ്റ്യൻ ആണോ എ എന്ന് പറഞ്ഞേക്കുന്നത്? 19th ക്വസ്റ്റ്യൻ, വേഗം ഉത്തരം പറയും. 19th ക്വസ്റ്റ്യൻ. മക്കളെ, ഐസോതേർമൽ റിയാക്ഷൻ ആണ് എങ്കിൽ നിങ്ങൾ എന്തോ ആട്ടെ, ഐസോതേർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ മാറുന്നില്ലെങ്കിൽ ഡെൽറ്റ യുഒ ഡെൽറ്റ ഇഒ എന്തോ ആട്ടെ 0 ആയിരിക്കും. ഐസോതേർമൽ ആണെങ്കിൽ ഡെൽറ്റ യു അല്ലെ ഡെൽറ്റ യു എന്ന് പറയുന്ന വേറെ പേരാണ് ഡെൽറ്റ ഇ. ഡെൽറ്റ ഇയും ഡെൽറ്റ യു എന്തായിരിക്കും? 0 ആയിരിക്കും. ടെമ്പറേച്ചർ സെയിം ആണെങ്കിൽ ഇൻറ്റേർണൽ എനർജി മാറില്ല. ഇഫ് ദ ടെമ്പറേച്ചർ കോൺസ്റ്റൻറ്റ്, internal energy change remains 0 അല്ലെങ്കിൽ internal energy remains the same. അപ്പോൾ ഡെൽറ്റ ടി 0 ആണ്. അതുകൊണ്ട് ഡെൽറ്റ യു എന്തായിരിക്കും? മസ്റ്റായിട്ടും 0 ആയിരിക്കും. ഇവിടെ എക്സ്പാൻഡഡ് ഒരു ഇനീഷ്യൽ വോളിയൂം, ഫൈനൽ വോളിയൂം, എഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷറോ എന്തൊക്കെ തന്നിട്ടും കാര്യമില്ല. ടെമ്പറേച്ചർ മാറുന്നില്ല എങ്കിൽ എന്ത് മാറില്ല? ഡെൽറ്റ യു മാറില്ല. നെക്സ്റ്റ് 21st ക്വസ്റ്റ്യൻ. എന്താണ് കമ്പാരിസൺ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഫോർ ദ റിയാക്ഷൻ N2 + 3H2 gives 2NH3 ഡെൽറ്റ എച്ച് വാല്യൂ ഈസ് എന്നുള്ള ചോദ്യം. 21st ക്വസ്റ്റ്യൻ. എടാ ആര് പറയും? യെസ്, ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു അവർ ഫോർമുല ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു ഡെൽറ്റ ഇ പ്ലസ് ഡെൽറ്റ NGRT ആണ്. And delta Ng here, ഇവിടെ 2 moles of gas, total 4 moles of gas, delta Ng is -2, so it will be delta E minus 2RT, option B. കണ്ടാ എന്ത് എളുപ്പമാണ്. തെർമോഡൈനാമിക്സിൻ്റെ ആദ്യത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? ജസ്റ്റ് നിർത്തുകയാണ്. ഇതേപോലെ തന്നെ ചോദ്യങ്ങളാണ് തിരിച്ചും മറിച്ചും ഇതുവരെ നീറ്റിന് ചോദിച്ചിരിക്കുന്നത്. 33 കൊല്ലത്തെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ കുറേ ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് എൻതാൽപ്പി ചേഞ്ച് അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ്റെ
എൻതാൽപ്പി ചേഞ്ച് കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അതിനെ വിളിക്കുന്നത് തെർമോ കെമിസ്ട്രി എന്നാണ്. തെർമോ കെമിസ്ട്രിയിൽ നമ്മളൊരു തെർമോഡൈനാമിക് ഇക്വേഷനെ സോൾവ് ചെയ്യേണ്ടി വരും. ഒരു തെർമോഡൈനാമിക് ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസിൻ്റെ ടേംസിൽ നമ്മളൊരു ഇക്വേഷൻ എഴുതണം. 1 mole ഓഫ് വാട്ടർ ഈസ് ഫോംഡ് എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു റൈറ്റ് H2 പ്ലസ് ഹാഫ് O2 ഗിവ് H2O, H2 പ്ലസ് ഹാഫ് O2 ഗിവ് H2O. നമുക്ക് തന്നിരിക്കുന്ന നമ്പർ ഓഫ് മോൾസിൻ്റെ ടേംസിലായിരിക്കണം റിയാക്ഷൻ എഴുതേണ്ടത്. ആ റിയാക്ഷൻ്റെ കൂടെ നമ്മൾ എന്തൊക്കെ എഴുതണം? അതിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് എഴുതണം. ഏതൊക്കെയാണ് ഗ്യാസുകൾ, ഏതൊക്കെയാണ് ലിക്വിഡുകൾ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എഴുതണം. ഇസ് ദാറ്റ് ഓക്കെ? എന്നിട്ട് ആ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇതാണ് ഒരു തെർമോഡൈനാമിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ആ തെർമോഡൈനാമിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ചോദ്യങ്ങളാണ് എന്തിലുണ്ടാവാറുള്ളത്? തെർമോ കെമിസ്ട്രിയിൽ ഉണ്ടാവാറുള്ളത്. അപ്പോൾ അതിന് വേണ്ട സൂത്രങ്ങളും കാര്യങ്ങളും എന്തൊക്കെയാണെന്നാണ് നമുക്കിനി പറയാനുള്ളത്. ഡയറക്റ്റ് നമുക്ക് എന്തിലോട്ട് പോവാം? ചോദ്യങ്ങളിലേക്ക് പോവാം. നന്നായി സൂക്ഷിച്ചിരുന്നോളൂ. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത് ഈ ഭാഗത്ത് നിന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 3 thermochemical equations are given. Carbon plus oxygen giving carbon dioxide, carbon plus oxygen giving carbon monoxide, carbon monoxide plus half oxygen giving carbon dioxide. ഈ 3 ചോദ്യങ്ങളാണ് 3 ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ എബോവ് ഇക്വേഷൻ ഫൈൻഡ് വിച്ച് ഓഫ് ദി റിലേഷൻഷിപ്പ് ഗിവൺ ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഉത്തരം പറഞ്ഞേ, ആര് പറയും? യെസ്, ആദ്യത്തേത് കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവിങ് കാർബൺ ഡൈ ഓക്സൈഡ് ശരിയാണ്. ഇവിടെ ആദ്യം കാർബൺ എന്താവുന്നു? കാർബൺ മോണോക്സൈഡ് ആവുന്നു. എന്താണ്? വൈ. കാർബൺ മോണോക്സൈഡ് പിന്നെ എന്താവുന്നു? കാർബൺ മോണോക്സൈഡ് ആവുന്നു. സെഡ്. ഇതിൻ്റെ എനർജി ചേഞ്ചാണ് എന്ത്? എക്സ്. മക്കളെ, എൻതാൽപ്പി ചേഞ്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. ആ എൻതാൽപ്പി ചേഞ്ച് എത്രയാണെന്നറിയാൻ നമുക്ക് ഇനീഷ്യൽ വാല്യൂ ഫൈനൽ വാല്യൂ മാത്രം അറിഞ്ഞാൽ മതി. ഇതാണ് ഇനീഷ്യൽ കണ്ടീഷൻ, ഇതാണ് ഫൈനൽ കണ്ടീഷൻ. ഇത് ഒറ്റ സ്റ്റെപ്പ് ചെയ്യുന്നു, ഇത് 2 സ്റ്റെപ്പ് ചെയ്യുന്നു. രണ്ടാണെങ്കിലും വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വൈ പ്ലസ് സെഡ്. എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? വൈ പ്ലസ് സെഡ് അല്ലേ? ഓപ്ഷൻ ബി അല്ലേ? യെസ്, വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നവരൊക്കെ കറക്റ്റ് ഉത്തരം പറയുന്നുണ്ട്. ഗുഡ് ഗുഡ്, ഗ്രേറ്റ്. നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ, 25ാമത്തെ ചോദ്യം. വേഗം ചെയ്തേ എല്ലാവരും. 25th ക്വസ്റ്റ്യൻ, 25ാമത്തെ ചോദ്യം. കിട്ടിയ ഉത്തരം 25. നമുക്ക് ഈ തന്നിരിക്കുന്ന 3 ഇക്വേഷനിൽ നിന്നും ബി പ്ലസ് ഡി ഗിവ്സ് ഇ പ്ലസ് 2c എന്നുള്ള ഇക്വേഷനാണ്. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ റിക്വയർഡ് ഇക്വേഷൻ നോക്കും. ഇതല്ലടാ മക്കളെ റിക്വയർഡ് ഇക്വേഷൻ. ബി പ്ലസ് ഡി ഗിവ്സ് ഇ പ്ലസ് 2c. ഇനി ഞാൻ ഇതിലെ ഓരോന്നും നോക്കും. ഞാൻ ബീനെ നോക്കി. ബി 2 സ്ഥലത്തുണ്ട്, 2 ഇക്വേഷൻ ഉണ്ട്. തൽക്കാലം ബീനെ ഞാനിപ്പോൾ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഡീനെ നോക്കി. ഡിയും എന്തുണ്ട്? 2 സ്ഥലത്തുണ്ട്. ഡീനെയും ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഇക്വേറ്റ് ചെയ്യാൻ നോക്കിയില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോളണേ. നമ്മുടെ റിക്വയർഡ് ഇക്വേഷനിലെ ഓരോ ടേം എടുക്കുക. ഏതെങ്കിലും ഒന്നിലധികം ഇക്വേഷൻ ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതിനെ ആദ്യം എന്ത് ചെയ്യാൻ നിൽക്കണ്ട? ബാലൻസ് ചെയ്യാൻ നിൽക്കണ്ട. കേട്ടോ മക്കളെ. അടുത്തത് ഈ നോക്കി. യെസ്, ഈ ഇവിടെ പ്രൊഡക്റ്റ് സൈഡിലുള്ളത്. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ ഈ എവിടെയാണുള്ളത്? റിയാക്റ്റൻറ്റ് സൈഡിലുള്ളത്. ഈ ഒരു സ്ഥലത്തേ ഉള്ളൂ. ഇതിനെ എനിക്ക് എങ്ങോട്ട് എത്തിക്കണം? പ്രൊഡക്റ്റിലേക്ക് എത്തിക്കണം. ഇതിനെ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കണമെങ്കിൽ ഐ ഹാവ് ടു വാട്ട്? റിവേഴ്സ് ദ ഇക്വേഷൻ. അതിനെന്ത് ചെയ്യണം? ഇക്വേഷൻ എന്ത് ചെയ്യണം? റിവേഴ്സ് ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എഴുതി. ഈ ഇക്വേഷനെ മാറ്റി എഴുതാണ്
2D gives E plus A. Enthalpy change is minus 350. I need this equation. Now I need 2C. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ 2C റൈറ്റ് സൈഡ് തന്നെയുള്ളത്, പ്രോഡക്റ്റ് സൈഡ് തന്നെയുള്ളത്. എനിക്ക് ആ ഇക്വേഷനും അങ്ങനെ തന്നെ വേണം. 3B gives 2C plus D. എത്രയാണ്? മൈനസ് 125. ഈ രണ്ട് ഇക്വേഷനും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്തുണ്ട് മക്കളെ? 3B അല്ലേ ഉള്ളത്. എനിക്ക് ആ 3Bയിൽ നിന്ന് എന്താക്കി മാറ്റണം? ഒരു B ആക്കി മാറ്റണം. അപ്പോൾ ഇവിടെ നമുക്ക് 1B എന്നുള്ള ഒരു സാധനം പ്രൊഡക്റ്റിലുണ്ട്. അത് 2B ആയി കഴിഞ്ഞാൽ ഈ 3Bയും ആ 2Bയും ക്യാൻസൽ ചെയ്തൊരു B ആവും. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഡബിൾ ചെയ്യുന്നു. ഡബിൾ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? A gives 2B and total is 300. ഇനി ഇത് മൂന്നും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്ക്. എയും എയും എന്താവും? ക്യാൻസൽ ആവും. 2Bയും 3Bയും ക്യാൻസൽ ചെയ്ത് എന്താവും? B ആവും. ഇവിടുത്തെ 2Dയും Dയും ക്യാൻസൽ ചെയ്ത് എന്താവും? D ആവും. അങ്ങനെയാകുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? B plus D is equal to 2C plus E എന്നുള്ളതായി. അപ്പോൾ എനിക്കത് കിട്ടണമെങ്കിൽ ഇത് മൂന്നും കൂടെ നമ്മൾ ഉണ്ടാക്കിയ മൂന്നും കൂടെ ആഡ് ചെയ്താൽ മതി. മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എത്ര കിട്ടും? മൈനസ് 475ഉം പ്ലസ് 300ഉം നമ്മുടെ ആൻസർ എത്രയായിരിക്കും? മൈനസ് 175. അപ്പോൾ നമ്മുടെ ആൻസർ എന്താണ്? മൈനസ് 175 എന്നുള്ള ഓപ്ഷൻ എന്ത് വരും? ബി. ഓപ്ഷൻ ബി. ഇസ് ദാറ്റ് ഓക്കെ? അപ്പോൾ ഈ തരം തെർമോ കെമിസ്ട്രി ചോദ്യങ്ങൾ മസ്റ്റായിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ നോക്കുക. റിക്വയർഡ് ഇക്വേഷനിലെ റിയാക്റ്റൻറ്റുകളും പ്രൊഡക്റ്റുകളും നോക്കുക. ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് ഒന്നിലധികം ഇക്വേഷൻസിലുണ്ട് എങ്കിൽ, റിയാക്ഷൻസ് ഉണ്ടെങ്കിൽ തൽക്കാലം അതെന്ത് ചെയ്യേണ്ട? തൽക്കാലം എങ്ങനെ എന്ത് ചെയ്യേണ്ട? അതിനെ മൈൻഡ് ചെയ്യേണ്ട. പറയൂ സർ, എന്താണ്? ആ എങ്ങനെ എങ്ങനെ ക്യാൻസലായി? യെസ്, നമുക്ക് വേണമെങ്കിൽ ഈ ചോദ്യം ഒന്നും കൂടെ പറഞ്ഞു തരാം. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് റബ്ബ് ചെയ്യട്ടെ. ഈ തരം ചോദ്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്ത് പഠിക്കണം. ഇത് എക്കും ബിക്കും പകരമൊക്കെ അടുത്ത ചോദ്യത്തിലൊക്കെ ഡയറക്റ്റ് റിയാക്ഷൻസ് ആണുള്ളത്, അത് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേട്ടോളൂ. നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ, നമുക്ക് കാണേണ്ട തെർമോ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതല്ലേ? B plus D gives E plus 2C അല്ലേ? ഇസ് ദാറ്റ് ഓക്കെ? ഇനി ഞാൻ നോക്കി, ഇവിടെ ബീനെ ഈ മൂന്നിൽ നിന്നും ഉണ്ടാക്കണം. ഞാൻ ബി നോക്കുമ്പോൾ രണ്ട് സ്ഥലത്ത് കാണുന്നുണ്ട്. ഞാൻ ബീനെ ആദ്യം മൈൻഡ് ചെയ്യുന്നില്ല. ഗിവണിൽ രണ്ട് സ്ഥലത്ത് ഒരേ റിയാക്റ്റ് ഉണ്ട്. നമുക്ക് വേണ്ട റിയാക്റ്റ് ഉണ്ടെങ്കിൽ അതിനെ ആദ്യം എന്ത് ചെയ്യേണ്ട? മൈൻഡ് ചെയ്യേണ്ട. ഞാൻ ഡി എടുത്തു. ഡിയും എത്രയുണ്ട്? രണ്ട് സ്ഥലത്തുണ്ട്, രണ്ട് ഇക്വേഷൻ ഉണ്ട്. അതിനെയും ഞാൻ എന്ത് ചെയ്യുന്നില്ല? മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ഒരു സ്ഥലത്തുള്ളത് മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? മൈൻഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ പ്രൊഡക്റ്റിലെ ഇ എടുത്തു. പ്രൊഡക്റ്റിലെ ഇ ഇവിടെ ഒറ്റ ഇക്വേഷനേ ഉള്ളൂ. ഏത് ഇക്വേഷനാ? തേർഡ് ഇക്വേഷനിൽ ഇ ഇവിടെ ഉണ്ട്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്. ഇ എനിക്ക് പ്രൊഡക്റ്റ് സൈഡിലാണ് വേണ്ടത്. തേർഡ് ഇക്വേഷനിൽ ഇ എവിടെയാണ് ഉള്ളത്? റിയാക്റ്റൻറ്റ് സൈഡിലാണ് ഉള്ളത്. അപ്പോൾ റിയാക്റ്റൻറ്റ് സൈഡിലുള്ള ഇനെ പ്രൊഡക്റ്റ് സൈഡിലേക്ക് എത്തിക്കണമെങ്കിൽ എനിക്ക് ടോട്ടൽ റിയാക്ഷൻ ഇൻവേഴ്സ് ചെയ്യണം. ടോട്ടൽ റിയാക്ഷൻ ഇൻവേഴ്സ് ചെയ്യുമ്പോൾ ഡെൽറ്റ എച്ചിൻ്റെ വാല്യൂ എന്താവും? നെഗറ്റീവ് ആവും. സോ ഞാൻ തേർഡ് ഇക്വേഷൻ മാറ്റി എഴുതുകയാണ്. 2D gives എന്താണ്? E plus A ആണ്. ആൻഡ് ഡെൽറ്റ എച്ച് പ്ലസ് 350 എന്നുള്ളത് എത്രയായി? മൈനസ് 350 ആയി. എനിക്ക് വേണ്ട ഒരു ഇക്വേഷൻ ഇതാണ്. ഞാൻ നോക്കി 2C എനിക്ക് വേണം. അത് കൃത്യമായി രണ്ടാമത്തെ ഇക്വേഷനിൽ അതേപോലെ തന്നെ ഉണ്ട്. സോ ഐ ആം റൈറ്റിംഗ് ദാറ്റ് ഇക്വേഷൻ ആസ് ഇറ്റ് സെൽഫ്. 3B gives 2C plus D minus 125. ഇനി പ്രശ്നമുണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3B ആണുള്ളത്. നമ്മുടെ റിക്വയർഡിൽ എത്രയേ ഉള്ളൂ? ഒരു B ഉള്ളൂ. അപ്പോൾ 3Bനെ ഒരു B ആക്കി മാറ്റണമെങ്കിൽ എനിക്ക് 2B ക്യാൻസൽ ചെയ്ത് പോകണം. പ്രൊഡക്റ്റ് സൈഡിൽ ഒരു 2B വേണം. അപ്പോൾ ഞാൻ നോക്കി, ഒന്നാമത്തെ ഇക്വേഷൻ ഉണ്ട്. ഒന്നാമത്തെ ഇക്വേഷനിൽ ഒരു B ആണുള്ളത്. അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? A giving 2B എന്ന് കിട്ടും. മൊത്തം ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എത്രയായിരിക്കും? പ്ലസ് 300 ആയിരിക്കും. ഇനി ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുക. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്രൊഡക്റ്റിൽ 2B ഉണ്ട്, റിയാക്റ്റൻറ്റിൽ 3B ആണ്. അത് വെട്ടിപ്പോയാൽ റിയാക്റ്റൻറ്റിൽ ഒരു B മാത്രമാവും. എയും എന്താവും?
ക്യാൻസൽ ആവും. ഇവിടെ 2D ഉണ്ട്, ഇവിടെ ഒരു D ഉണ്ട്, ക്യാൻസൽ ആവും. അൾട്ടിമേറ്റ്ലി എനിക്ക് എന്ത് കിട്ടും? B + D gives 2C + E എന്ന് കിട്ടും. ആൻഡ് എൻതാൽപ്പി ചേഞ്ച് ഈസ് -175. ഈ അഡീഷൻ നിങ്ങൾ ചെയ്യണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ റിയാക്റ്റൻറ്റുകളെ റിയാക്റ്റൻറ്റ് സൈഡുകളിലും പ്രൊഡക്റ്റിനെ പ്രൊഡക്റ്റ് സൈഡുകളിലും എത്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. യു വിൽ ഗെറ്റ് ദ ആൻസർ. ഡയറക്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയിക്കോളും, നോ ഡൗട്ട്. നമുക്കിതാ ഒരു ചോദ്യം കൂടെ ചെയ്ത് നോക്കാം. 2010 ചെയ്താണ്. ഡെൽറ്റ എച്ച് വാല്യൂ ഫോർ ദ ഫോളോയിങ് റിയാക്ഷൻ Fe2O3 + CO gives 2FeO + CO2 ആണ് വേണ്ടത്. അല്ലടാ മക്കളെ, ദിസ് ഈസ് ദ റിക്വയർഡ് ഇക്വേഷൻ. ഞാൻ Fe2O3 നോക്കി, ഇതാ Fe2O3 അതേപോലെ തന്നെ ഉണ്ട്. സോ ഐ ക്യാൻ ടേക്ക് ദാറ്റ് റിയാക്ഷൻ. ഇസ് ദാറ്റ് ഓക്കെ? ഞാൻ എന്താ നോക്കുന്നത്? റിയാക്ട് നോക്കി, Fe2O3 ഒരു സ്ഥലത്തേ ഉള്ളൂ. ഞാൻ കാർബൺ മോണോക്സൈഡ് നോക്കി, 2 റിയാക്ഷനുണ്ട്. ഞാൻ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല, അത് നോർമലി എന്തായിക്കോളും? ബാലൻസ് ആയിക്കോളും. ഞാൻ FeO നോക്കി, FeO ഓൺലി വൺ സൈഡ്. ഏതാ ഉള്ളത്? രണ്ടാമത്തെ ഇക്വേഷനാണ് FeO ഉള്ളത്. ബട്ട് ദർ ഇസ് എ പ്രോബ്ലം. നമ്മുടെ റിക്വയർഡ് ഇക്വേഷനിൽ FeO എവിടെയാണുള്ളത്? പ്രൊഡക്റ്റിലാണുള്ളത്. തന്നിരിക്കുന്ന ഇക്വേഷനിൽ FeO എവിടെയാണുള്ളത്? റിയാക്റ്റൻറ്റില്ല. അപ്പോൾ എനിക്ക് ഈ റിയാക്ഷനെ ഇൻവേഴ്സ് ചെയ്ത് എഴുതണം. ഞാൻ എന്ത് ചെയ്യണം? Fe + CO2 gives എന്താണ്? FeO + CO എന്ന് എഴുതി. ഡെൽറ്റ എച്ച് ഈസ് 16.5. ഞാൻ നോക്കുമ്പോൾ അത് പോരാ. ഇവിടെ 2 FeO ഇല്ലടാ മക്കളെ. ഒരു FeO ആണോ? എത്ര FeO ഉള്ളത്? 2 FeO ഇല്ലേ? ഇവിടെ ഒരു FeO അല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ തിരിച്ചിട്ടാൽ മാത്രം പോരാ, അതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇക്വേഷൻ ഇത് മാറ്റി എഴുതുന്നു. ആദ്യം ഇതിനെ ഇൻവേർട്ട് ചെയ്തു, ഇനി 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതാ ഇങ്ങനെയായി. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു വാട്ട് ഐ വിൽ ഗെറ്റ്? 33. ഫസ്റ്റ് ഇക്വേഷൻ എനിക്ക് അതേപോലെ തന്നെ വേണം. Fe2O3 + 3CO gives 2Fe + 3CO2. ഡെൽറ്റ എച്ച് ഈസ് ഈക്വൽ ടു -26.8. ഇനി ഇത് രണ്ടും കൂടെ നിങ്ങൾ ആഡ് ചെയ്ത് നോക്ക്. 2 Feയും 2 Feയും ക്യാൻസലായി പോകില്ലേ? ഇവിടെ 2 COയും 3 COയിലെ 2 COയും ക്യാൻസൽ ചെയ്താൽ 1 CO ആയി. 2 CO2 3 CO2ലെ 2 CO2 ക്യാൻസൽ ചെയ്താൽ 1 CO2 ആയി. മൈ ഇക്വേഷൻ വിൽ ബി Fe2O3 + CO gives 2FeO + CO2 എന്നായി. ആൻഡ് ഡെൽറ്റ എച്ച് കാണാൻ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. ഒന്ന് 33 ആണ്, ഒന്ന് -26.8 ആണ്. വാട്ട് യു വിൽ ഗെറ്റ്? യുവർ ആൻസർ വിൽ ബി വാട്ട്? +6.2 ആയിരിക്കും. സോ ദിസ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ എന്താ നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര എളുപ്പമാണ്. നമ്മുടെ റിക്വയർഡ് ഇക്വേഷനിൽ വേണ്ടത് റിയാക്റ്റൻറ്റും പ്രൊഡക്റ്റുകളും വേണ്ട സ്ഥലത്തേക്ക് ഗിവൺ ഇക്വേഷനിൽ ഉണ്ടാക്കിയാൽ മതി. തിങ് വിൽ ബി വെരി ഈസി. നമ്മളേതായ ഒരു ടെക്നിക്കൂടെ പറഞ്ഞു. ഏതെങ്കിലും ഒരു റിയാക്റ്റൻറ്റോ പ്രൊഡക്റ്റോ 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യണ്ട, അത് ഓട്ടോമാറ്റിക്കലി ബാലൻസ്ഡ് ആയിക്കോളും. ഒരു റിയാക്ഷനിൽ മാത്രമുള്ള റിയാക്റ്റൻറ്റുകളെയോ പ്രൊഡക്റ്റുകളെയോ എടുത്തിട്ട് നിങ്ങൾ റിയാക്റ്റൻറ്റ് സൈഡിൽ വേണ്ടതിനെ റിയാക്റ്റൻറ്റ് സൈഡിലേക്കോ പ്രൊഡക്റ്റ് സൈഡിൽ വേണ്ടതിനെ പ്രൊഡക്റ്റ് സൈഡിലേക്കോ ആക്കിയാൽ നമ്മുടെ ചോദ്യം കഴിഞ്ഞു. ആൻഡ് ഹിയർ ദ ആൻസർ വിൽ ബി 6.2. ഇങ്ങനെ ഡെൽറ്റ എച്ച് കാണേണ്ട നിരവധി ചോദ്യങ്ങൾ എന്നുണ്ടാവാറുണ്ട്. ഇതിൽ കാണാറുണ്ട്, നമ്മുടെ എന്തിൽ കാണാറുണ്ട്? തെർമോഡൈനാമിക്സ് കാണാറുണ്ട്. തെർമോ കെമിസ്ട്രി എന്ന് പറയുന്നത് അതിൽ സ്പെഷ്യലായിട്ടുള്ള വേറെ കുറച്ച് റിയാക്ഷൻസ് നമുക്ക് ഈ പറയുന്ന പേരുകൾ ഇപ്പം നമ്മൾ ഡയറക്റ്റ് ഒരു റിയാക്ഷൻ തന്നിട്ട് കാണുന്നതാണ്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻതാൽപ്പീസ് തന്നിട്ട് നമ്മളോട് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ത് ചെയ്യാം? പറയാം. സർ ഒരു പ്രാവശ്യം കൂടെ പറയാറടാ മക്കളെ. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതല്ലേ നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ. Fe2O3 + CO gives 2FeO + CO2. Fe2O3 ഉള്ളത് ഒന്നാമത്തെ ഇക്വേഷൻ, അത് അതേപോലെ എടുക്കുക. CO 2 ഇക്വേഷനുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. കാർബൺ ഡൈ ഓക്സൈഡ് 2 ഇക്വേഷനുണ്ട്, നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. FeO ഒരു ഇക്വേഷനേ ഉള്ളൂ, ഇവിടെ പ്രൊഡക്റ്റിലാണ്, ഇവിടെ റിയാക്റ്റൻറ്റിലാണ്. രണ്ടാമത്തെ ഇക്വേഷൻ ഞാൻ തിരിച്ചിടണം. തിരിച്ചിട്ടാൽ മാത്രം പോരാ,
ഇവിടെ 2 FeO ആണ്. ഈ ഒരു FeO ഇപ്പുറത്തേക്ക് എത്തുമ്പോൾ 2 FeO ആക്കണമെങ്കിൽ നമ്മൾ തിരിച്ചിട്ടു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. മാത്രം പോരാ 2 ടൈംസും കൂടെ ആക്കണം. അപ്പോൾ -16.5 എത്രയായി? +33 ആയി. ഇനി രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ എൻതാൽപ്പി ചേഞ്ച് കിട്ടും. എന്തുവാട്ടെ നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ഇത് ഡയറക്റ്റ് ഇക്വേഷൻസ് തന്നിട്ട് സോൾവ് ചെയ്യുന്നതാണ്. നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഇതാണ്. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻസ് തരുന്നില്ല, മറിച്ച് കുറച്ച് ടേമുകളാണ്. നമ്മൾ ഏതൊക്കെ ടേമുകളെ പറ്റി പഠിക്കണം? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? ഒരു മോൾ സബ്സ്റ്റൻസ് അതിൻ്റെ എവിടെ നിന്നുണ്ടാവണം? കോൺസ്റ്റിറ്റ്യുവൻറ്റ് എലമെൻസുകളിൽ നിന്ന് ഉണ്ടാവണം. ഒരു മോൾ സബ്സ്റ്റൻസ് അതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻറ്റ് എലമെൻസിൽ നിന്നുണ്ടാവണം. ആ എലമെൻസ് അതിൻ്റെ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കണം. അതിനുള്ള എൻതാൽപ്പി ചേഞ്ചാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങളിലൂടെ പഠിച്ചിരുന്നായിരുന്നു. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെൻറ്റ്സ്, എല്ലാ എലമെൻറ്റുകളുടെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ 0 എടുത്തിട്ടുണ്ടായിരുന്നു. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് എലമെൻറ്റ്സ് നമ്മൾ എത്രയായിട്ട് എടുത്തു? 0 ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഹാസ് ടു ബി ടേക്കൺ ആസ് 0. നമ്മൾ 0 ആയിട്ട് എസ്യൂം ചെയ്താണ്. ഇറ്റ് ഹാസ് എസ്യൂംഡ് ആസ് 0. ഓക്കെ. ഇനി ഒന്നിൻ്റെയും കൂടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ 0 ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ഏതിൻ്റെയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ? എലമെൻറ്റിന് 0 ആണ്. വേറെ ഏതിൻ്റെയാണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ നമ്മൾ 0 ആയിട്ട് എടുത്തേക്കുന്നത്? യെസ്, 1 മോളാർ അക്വസ് H+ സൊല്യൂഷൻ. 1 മോളാർ അക്വസ് H+ സൊല്യൂഷൻ നമ്മൾ എത്രയായിട്ട് എടുത്തിട്ടുണ്ട്? 0 ആയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ എലമെൻറ്റുകളുടെയും നമ്മൾ 0 ആണ്. അതേപോലെ 1 മോളാർ അക്വസ് H+ൻ്റെയും 0 ആണ്. അപ്പോൾ നമുക്ക് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറ്റണം. വാട്ട് ഈസ് ദ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് വാട്ടർ? 1 മോൾ വാട്ടർ ഉണ്ടാവണം. എവിടെ നിന്ന്? H2 നിന്നും O2 നിന്നും. എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് അമോണിയ? റിയാക്ഷൻ എഴുതാൻ 1 മോൾ അമോണിയ ഉണ്ടാവണം. എവിടെ നിന്ന്? ½ മോൾ N2 നിന്നും 3/2 മോൾ ഹൈഡ്രജനിൽ നിന്നും. എന്താണ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവണം ഫ്രം 1 മോൾ കാർബൺ ആൻഡ് 1 മോൾ ഓക്സിജൻ, ആൻഡ് ദാറ്റ് കാർബൺ മസ്റ്റ് ബി ഗ്രാഫൈറ്റ്. എലമെൻറ്റിൻ്റെ ഏറ്റവും സ്റ്റേബിൾ സ്റ്റേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. കാർബണിന് ഡയമണ്ട് ഉണ്ട്, ഗ്രാഫൈറ്റ് ഉണ്ട്, ഫുള്ളറിനൊക്കെ ഉണ്ട്. പക്ഷേ ഏറ്റവും സ്റ്റേബിൾ സ്റ്റേറ്റായി തെർമോഡൈനാമിക്കലി മോസ്റ്റ് സ്റ്റേബിളായി നമ്മൾ കണക്കാക്കുന്നത് ആരെയാണ്? ഗ്രാഫൈറ്റിനെയാണ്. ഇനി നമുക്കൊരു കാര്യം പറയാം. ഒരു റിയാക്ഷനിലെ ഒരുപാട് എണ്ണത്തിൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ തന്നാൽ വി ക്യാൻ സേ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഈസ് ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എൻതാൽപ്പി ഓഫ് കമ്പഷനാണ്. 1 മോൾ സബ്സ്റ്റൻസ് ഓക്സിജനുമായിട്ട് കംപ്ലീറ്റ്ലി റിയാക്ട് ചെയ്യുമ്പോഴുള്ള എനർജിയാണ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ. അപ്പോൾ എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ എന്ന് വെച്ചാൽ കാർബൺ പ്ലസ് ഓക്സിജൻ ഗിവിങ് കാർബൺ ഡൈ ഓക്സൈഡ്. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് സൾഫർ എന്ന് വെച്ചാൽ S+O2 ഗിവിങ് SO2. എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് കാർബൺ മോണോക്സൈഡ് എന്ന് വെച്ചാൽ കാർബൺ മോണോക്സൈഡ് പ്ലസ് ½ ഓക്സിജൻ ഗിവിങ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. എൻതാൽപ്പി ഓഫ് കമ്പഷൻ 1 മോൾ സബ്സ്റ്റൻസ് കംപ്ലീറ്റായി കമ്പഷൻ നടത്തുമ്പോൾ ഓക്സിജനുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഉള്ള എനർജി. ഇനി ഇതിലൊരു സ്പെഷ്യൽ കാര്യമുണ്ട്. എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമുക്ക് കാണാം എൻതാൽപ്പി ഓഫ് കമ്പഷനിൽ നിന്ന്. എങ്ങനെയാണ് കാണുക? പറഞ്ഞേ. യെസ്, എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്റ്റൻസ് മൈനസ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് പ്രോഡക്ട്സ്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണെങ്കിൽ പ്രോഡക്ട്സ് മൈനസ് റിയാക്റ്റൻ്റ് ആണ്. കമ്പഷൻ ആണെങ്കിൽ മക്കളെ നേരെ തിരിഞ്ഞു. എന്താ? എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് റിയാക്റ്റൻസ് മൈനസ് എൻതാൽപ്പി ഓഫ് കമ്പഷൻ ഓഫ് പ്രോഡക്ട്സ്. അതിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു പോയിന്റും കൂടെ ഓർമ്മ വേണം. കലോറിഫിക് വാല്യൂ. 1 ഗ്രാം സബ്സ്റ്റൻസ് കത്തുമ്പോൾ എനർജീനാണ് എന്ത് വിളിക്കുക? കലോറിഫിക് വാല്യൂ എന്ന് വിളിക്കുക. എങ്ങനെയാണ്? ആർക്കാണ് കലോറിഫിക് വാല്യൂ കൂടുതൽ, ആർക്കാണ് കലോറിഫിക് വാല്യൂ കുറവ് എന്നുള്ള സാധനങ്ങൾ ഓർമ്മ വേണം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാ. 1 മോൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ബോണ്ട് ലെങ്ത് കൂടും തോറും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും? കുറയും.
നമ്പർ ഓഫ് ബോണ്ട്സ് കൂടുന്തോറും ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി എന്താവും? കൂടും. ഈ ഉദാഹരണത്തിന് ഹൈഡ്രജൻ സിംഗിൾ ബോണ്ടാണ് ഏറ്റവും സ്ട്രോങ് സിംഗിൾ ബോണ്ട്. കാരണം അതിൻ്റെയാണ് ബോണ്ട് ലെങ്ത് ഏറ്റവും കുറവ്. ചെറിയ രണ്ട് ആറ്റം അല്ലേ. കാർബൺ സിംഗിൾ ബോണ്ടിനേക്കാൾ സ്ട്രോങ് ആണ് കാർബൺ ഡബിൾ ബോണ്ട്. അത് 2 ടൈംസ് ആണെന്നൊന്നും പറഞ്ഞിട്ടില്ല. കാർബൺ സിംഗിൾ ബോണ്ടിനേക്കാൾ കൂടുതലാണ് കാർബൺ ഡബിൾ ബോണ്ടിന് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഇനി ഒരു എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിൻ്റെ ടേമിലാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, റിയാക്റ്റൻസുകളുടെ ബോണ്ട് ബ്രേക്ക് ചെയ്യണം, പ്രൊഡക്ട്സുകളുടെ ബോണ്ട് എന്ത് ചെയ്യണം? ഫോം ചെയ്യണം. സോ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് വിൽ ബി bond dissociation enthalpy of reactants minus bond dissociation enthalpy of products. Bond dissociation enthalpy of reactants minus bond dissociation enthalpy of products. ഇതാണ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ആയിട്ടുള്ളത്. പിന്നെ പണ്ട് സിലബസിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്, ഇപ്പോൾ നമുക്ക് പഠിക്കാനില്ല, എങ്കിലും ഓർത്ത് വെച്ചോളണം. എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. 1 മോൾ H+ തരുന്ന ആസിഡ്, അതിന് നമ്മൾ വിളിക്കുക 1 gram ഇക്വലൻ്റ് ആസിഡ് എന്നാണ്. 1 gram ഇക്വലൻ്റ് ബേസുമായി റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ചേഞ്ചാണ് എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ. ആൻഡ് ദ വാല്യൂ ഈസ് -13.7 kilojoule for any kilocalorie for any strong acid and strong base. ഏതെങ്കിലും ആസിഡോ ബേസോ വീക്ക് ആവുകയാണെങ്കിൽ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ കുറയുന്നു. -0.37.7 ആ വാല്യൂ എന്താവുന്നു? കുറയുന്നു. ആ മൈനസ് സൈൻ എന്ന് കാണിക്കുന്നത് എനർജി പുറത്തോട്ട് പോകുന്നു എന്ന് മാത്രമാണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ്, -13.7 കുറവ് എന്ന് വെച്ചാൽ -14 ആണോ? അത് കണക്കിൽ ശരിയാണ്. -14 -13.7 കുറവാണ്. പക്ഷേ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷൻ നമ്മൾ പറയുന്നത് ഇത് പുറത്ത് വിടുന്ന എനർജി എത്രയാണ്. ഈ പുറത്ത് വിടുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് സൈന് വെച്ചേക്കുന്നത്? നെഗറ്റീവ് സൈന് വെച്ചേക്കുന്നത്. അപ്പോൾ എൻതാൽപ്പി ഓഫ് ന്യൂട്രലൈസേഷനും കൂടെ നിങ്ങൾ എന്ത് ചെയ്തോളണം? നോക്കിക്കൊള്ളണം. സോ തെർമോ കെമിസ്ട്രിയിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. വിവിധ തരം റിയാക്ഷനുകളുടെ പേരുകൾ തന്നതിന് ശേഷം എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ കാണാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ ഒക്കെ ഉള്ളത്. നമുക്ക് വേഗം 27ാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 27ാമത്തെ ചോദ്യം ആരുത്തരം പറയുന്നു നോക്കട്ടെ. To 27th question. Enthalpy of reaction must be equal to enthalpy of formation of products. അപ്പോൾ enthalpy of reaction എന്തായിരുന്നു? Enthalpy of reaction is equal to enthalpy of formation of products minus enthalpy of formation of reactants എന്നാണ്. അപ്പോൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എൻതാൽപ്പി ഓഫ് പ്രോഡക്ട്സ് ആയി മാറണമെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ് എന്തായിക്കൊള്ളണം? 0 ആയിക്കൊള്ളണം. അപ്പോൾ നമ്മൾ റിയാക്റ്റൻറ്റിലെ എത്രയാണോ റിയാക്റ്റൻസ് ഉള്ളത് അത് മുഴുവൻ എലമെൻ്റ് ആണെങ്കിൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻ്റ് എത്ര ആയിക്കോളും? 0 ആയിക്കോളൂലടാ. നിങ്ങൾ ഇതാ ഈ ചോദ്യം, ഈ ഓപ്ഷൻ നോക്കൂ. അവിടെ റിയാക്റ്റൻറ്റിൽ ആരാ ഉള്ളത്? സെനോണും ഫ്ലൂറിനുമാണ്. രണ്ടും എലമെൻ്റ് ആണ്. രണ്ടിൻ്റെയും എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണ്? 0 ആണ്. അപ്പോൾ ടോട്ടൽ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മാത്രമായിരിക്കും. ആൻഡ് ദ ഓപ്ഷൻ ഈസ് സി. റൈറ്റ്. മൂവിങ് ടു ദി 28th ക്വസ്റ്റ്യൻ. Heat of combustion of delta H. Heat of combustion delta H for carbon, hydrogen, CH4 are given. Delta H for the reaction C+2H2 gives CH4. ഇതിൻ്റെ ഉത്തരം ആര് പറയും? എന്താണ് ഒരു റിയാക്ഷൻ എൻതാൽപ്പി കാണാം? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ് ആരാണ്? കാർബണിൻ്റെത് -94 പ്ലസ് 2H2, H2ൻ്റെ 68 ആണ്, പ്ലസ് 2 × -68 -213. So this will become 94 plus -136 plus 213. ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും -17 kilocalorie. ഓപ്ഷൻ എന്ത് കിട്ടും?
ഓപ്ഷൻ എ. ഇങ്ങനെയൊക്കെ ചോദിക്കുമോ നീറ്റിൽ നിന്ന്? എന്താണ് സംശയം? ഇതൊക്കെ നീറ്റിന് പണ്ട് ചോദിച്ച ചോദ്യങ്ങളാണ്. നീറ്റോ അല്ലെങ്കിൽ അതിന് മുമ്പേ ഉള്ളതാണെങ്കിൽ AIPMTയിലോ ചോദിച്ച ചോദ്യങ്ങളാണ്. നിനക്കിത് എളുപ്പം എന്നാണോ തോന്നുന്നത് അല്ലെങ്കിൽ വിഷമം എന്നാണോ തോന്നുന്നത്? ബേസിക്കലി നീറ്റ് ഭയങ്കര എളുപ്പമാണ്. നീറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ മെൻ്റൽ ഗെയിം. നിങ്ങളുടെ ഇൻഫോർമേഷൻ എത്ര ഉണ്ട് എന്നുള്ള ഒരു പരീക്ഷയല്ല, മറിച്ച് നിങ്ങൾക്ക് എത്ര ധൈര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിച്ച കാര്യങ്ങളൊക്കെ കൃത്യമായി എഴുതാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു മെൻ്റൽ ഗെയിമാണ്. മെയിനായിട്ട് എവിടെ നിന്നാണ് ഫോക്കസ് ചെയ്യേണ്ടത്? മെയിനായിട്ട് വേണ്ട കാര്യങ്ങളാണ് ഈ പാഠത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ലാതെ ഓരോ പാഠത്തിനും ഓരോ മണിക്കൂറിൽ ഞാൻ ഓരോ ന്യൂക്ക് ആൻഡ് കോർണർ പെറുക്കിയെടുത്ത് പോകുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളും അതിൽ പണ്ട് ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ക്വിക്ക് റിഫ്രഷ്, അത്രയേ ഉള്ളൂ. ഞാൻ എന്തും കൂടെ പറയുന്നുണ്ട്, ഓരോ പാഠത്തിനെയും ചെക്ക് പോയിൻറ്റുകളൂടെ പറയുന്നുണ്ട്. പക്ഷേ നീ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ഡോണ്ട് വറി. നീ ഒന്ന് നോക്കിയാൽ മതി. നമ്മുടെ ക്ലാസ്സുകളിൽ ഓരോ പാഠത്തിനെയും ചെക്ക് പോയിൻറ്റുകൾ, എൻ്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഇത്രയൊക്കെ നിർബന്ധമായി പഠിച്ചിരിക്കണം, ഇത്രയൊക്കെ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. അത്രയും സാധനങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചാൽ ഒരു പ്രശ്നവുമില്ല കേട്ടാ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, എൻ്റെ കുറേ മക്കളുണ്ടെന്ന് തോന്നുന്നു, JD എന്നൊക്കെ വിളിക്കുന്നു. ഞാൻ ബേസിക്കലി എൻ്റെ പേര് പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? എൻ്റെ പേര് ജയദീപ് എന്നാണ്. കുട്ടികൾ നോർമലി എന്നെ JD എന്നാണ് വിളിക്കാറുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഹായ്. ഞാൻ പേരൊക്കെ ആദ്യം പറയാൻ മറന്നുപോയി. ഇതിന് മുമ്പേ ഒരു ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ലൈവിലേക്ക് വന്നത്. അതിൻ്റെ ഒരു കുഞ്ഞ് ക്ഷീണമുണ്ട്, അതുകൊണ്ടാണ് എനർജി ഇത്ര കുറവ്. നേരത്തെ ഒരു 11 o'clock to 6:45 ഡയറക്റ്റ് ലൈവ് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് 7:30 ഡയറക്റ്റ് വന്നതാണ്. അതിൻ്റെ ഒരു കുഞ്ഞ് ക്ഷീണമുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ കാര്യം. ഓരോ പാഠം കഴിയുമ്പോഴും മക്കളെ നിങ്ങൾ ഇതിൻ്റെ ചെക്ക് പോയിൻറ്റുകൾ ശ്രദ്ധിക്കുക. 1 മിനിറ്റ് കയറി വന്നിട്ട് അങ്ങ് പോവരുത്. ഒരു പാഠം മുഴുവൻ കഴിയുമ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം, പക്ഷെ എന്നാലും 1 hour അല്ലേ, ഇത്രയും ചോദ്യം 20-30 ചോദ്യം 1 hourൽ ഓരോ പാഠത്തു നിന്നും ചെയ്യും. ആ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ പാഠത്തിൽ നിങ്ങൾ നിർബന്ധമായി പഠിച്ചിരിക്കേണ്ടതിൻ്റെ ചെക്ക് ലിസ്റ്റും കൂടെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആ ചെക്ക് ലിസ്റ്റ് എഴുതിയെടുക്കുക. ഈ പാഠം റിവൈസ് ചെയ്യുമ്പോൾ ഈ ചെക്ക് ലിസ്റ്റുകൾ നമുക്ക് അറിയാവുന്ന നോക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു നോർമലി വലിയ വിഷമമൊന്നും അല്ലാത്ത നീറ്റ് പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ഈ കാര്യങ്ങൾ കേട്ടാൽ തന്നെ എഴുതാൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നെക്സ്റ്റ് 29th question. Change in enthalpy for the reaction 2H2O2 gives 2H2O plus O2. The heat of formation of H2O2 and H2 are given. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കാണണമെങ്കിൽ, നമ്മൾ എന്താ പറഞ്ഞത്, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്. ഇവിടെ H2O2ൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷനിൽ നിന്ന് H2Oയുടെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് H2O2ൻ്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. പക്ഷേ ഇവിടെ രണ്ടും 2 മോളുണ്ട്. അതിൽ നമ്മൾ ആരെ 0 ആക്കി എടുക്കണം? ഓക്സിജൻ്റെ വാല്യൂ 0 ആയിട്ട് എടുക്കണം. എന്തുകൊണ്ടാണ് 0 ആയിട്ട് എടുത്തേക്കുന്നത്? നമ്മളത് നേരത്തെ പറഞ്ഞു. എലമെൻറ്റുകളുടെയൊക്കെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ റിയാക്ഷൻ്റെ എൻതാൽപ്പി ചേഞ്ച് കാണാം. 2 into എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് 2 into എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് അല്ല, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്ട്സ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ്, 2 into എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2O മൈനസ് 2 into എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് H2O2. ഓക്സിജൻ 0 ആണ്. സോ ഇത്രയാണ് നമുക്ക് എന്തിൽ പറയാനുള്ളത്, തെർമോ കെമിസ്ട്രിയിൽ പറയാനുള്ളത്. സോ ഇറ്റ്സ് എ ടൈം ഫോർ ചെക്ക് പോയിൻ്റ് ഡിസ്കഷൻ. ഏതൊക്കെയാണ് ഈ പാഠത്തിലെ ചെക്ക് പോയിൻറ്റുകൾ എന്നുള്ളതാണ് ഇതുവരെ ഉള്ളത്. ഇനി സെക്കൻഡ് ലോ നമ്മൾ പോകാൻ പോവാണ്. ഇതുവരെ ഈ പാഠത്തിലെ ചെക്ക് പോയിൻറ്റുകൾ നമ്മൾ ഉറപ്പായിട്ടും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി, എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഏതാണെന്ന് മനസ്സിലാക്കണം. സ്റ്റേറ്റ് ഫംഗ്ഷനുകളും പാത്ത് ഫംഗ്ഷനുകളും, അതെ -196 ആയിരിക്കും, ഞാൻ ചെയ്യുന്നില്ല. സ്റ്റേറ്റ് ഫംഗ്ഷനുകളും പാത്ത് ഫംഗ്ഷനുകളും ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കണം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ്, അതിൻ്റെ കണ്ടീഷൻ, ഐസോതെർമൽ, ഐസോബാറിക്, അഡിയാബാറ്റിക്, ഐസോകോറിക്, ഇത്രയത്തിൻ്റെ കണ്ടീഷൻ. ഐസോതെർമൽ ആണെങ്കിൽ ടെമ്പറേച്ചർ 0 ആണ്, ടെമ്പറേച്ചർ ചേഞ്ച് 0 ആണ്. അപ്പോൾ ΔE 0 ആണ്, Q = -W ആണ് എന്നുള്ള കാര്യങ്ങൾ. 4ാമത്തെ ചെക്ക് പോയിന്റ്, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, ΔE = Q + W.
അതിൽ ക്യൂയുടെയും ഡബ്ല്യുവിൻ്റെയും യൂണിറ്റുകൾ സൈൻ കൺവെൻഷൻ. ആറാമത്തെ ചെക്ക് പോയിന്റ് മെഷർമെൻറ്റ് ഓഫ് വർക്ക്. 3 ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ ഉണ്ടാവും. ആ 3 ഡിഫറെൻറ്റ് പ്രോസസ്സുകളിൽ നിന്ന് വർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, ഇതെങ്ങനെ റിവേഴ്സിബിളാണെന്ന് മനസ്സിലാക്കാം, എങ്ങനെ ഇറിവേഴ്സിബിളാണെന്ന് മനസ്സിലാക്കാം, പിന്നെ എക്സ്പാൻഷൻ ടു വാക്യൂം എന്നുള്ളത്. ഇത് നിങ്ങളിത് എങ്ങനെ മനസ്സിലാക്കാമെന്ന് അറിയില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ ബാക്ക് കണ്ടാൽ മതി കേട്ടോ, അവിടെയൊക്കെ പറയുന്നുണ്ട് അത്. ഇനി ഡെൽറ്റ എച്ചും ഡെൽറ്റ യുവും തമ്മിലുള്ള ബന്ധം ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് തന്നെ. അതിൽ എവിടെയാണ് ഡെൽറ്റ എച്ച് ഡെൽറ്റ യു ആവുന്നത്? ഡെൽറ്റ എച്ച് ഡെൽറ്റ യുവിനേക്കാൾ അധികമാവുന്നത് എപ്പോൾ, ഡെൽറ്റ എച്ച് ഡെൽറ്റ യുവിനേക്കാൾ കുറവാവുന്നത് എപ്പോൾ എന്നുള്ള കമ്പാരിസൺ ചോദ്യങ്ങൾ ഉണ്ടാവും. അതേപോലെ കൺവേർഷൻ ചോദ്യങ്ങൾ ഉണ്ടാവും. ഡെൽറ്റ യു തന്നിട്ട് ഡെൽറ്റ എച്ച് കാണാൻ, ഡെൽറ്റ എച്ച് തന്നിട്ട് ഡെൽറ്റ യു കാണാൻ. അത്രയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ നോക്കണം. തെർമോ കെമിസ്ട്രി 3-4 ഇക്വേഷൻസ് തന്നിട്ട് റിക്വയർഡ് ഇക്വേഷനിലേക്ക് എങ്ങനെ പോവാം, ഇതേ സ്ട്രാറ്റജി നമുക്ക് തെർമോഡൈനാമിക്സിലും വേണം. പിന്നെ ഇക്വിലിബ്രിയത്തിലെ കെ കാണാനുള്ള ചോദ്യത്തിന് ആവശ്യമുണ്ട്. റിയാക്റ്റൻറ്റുകളും പ്രൊഡക്റ്റിലും മാറ്റി വെച്ച് നമ്മൾ റിക്വയർഡ് ഇക്വേഷനിലേക്ക് ആക്കുന്നത്. പിന്നെ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോസസ്സ് പ്രത്യേകിച്ച് 3 പഠിക്കണം. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ, എൻതാൽപ്പി ഓഫ് കമ്പോഷൻ, ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി. ഇത് വെച്ചിട്ട് നമ്മുടെ ഒരു റിയാക്ഷൻ്റെ എൻതാൽപ്പി എങ്ങനെ കാണാം എന്നുള്ളതാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. എളുപ്പത്തിലുള്ളതാണ്. നമുക്ക് ഡെൽറ്റ ജി നെഗറ്റീവ് ആവണം. ഡെൽറ്റ ജിൻ്റെ ഫോർമുല എന്താണ്? ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. ഏതൊക്കെ കണ്ടീഷനിൽ ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നു എന്നുള്ള തരം ചോദ്യങ്ങൾ. ഞാൻ ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തിട്ടില്ല കേട്ടോ. ഏതൊക്കെ സമയത്ത് ഒരു റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആവുന്നു, അത് സ്പോണ്ടേനിയസ് ആവുന്ന ടെമ്പറേച്ചർ അല്ലേ, ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തറിയാം, ഡെൽറ്റ എച്ച് ഡിവൈഡഡ് ബൈ ഡെൽറ്റ എസ്. ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഡെൽറ്റ എച്ച് കിലോ ജൂളിലാണ് ഉണ്ടാവാറുള്ളത്, ഡെൽറ്റ എസ് ജൂളിലാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ടെമ്പറേച്ചർ നിങ്ങൾ കാണുമ്പോൾ ഡെൽറ്റ എച്ച് കിലോ ജൂളിലും ഡെൽറ്റ എസ് ജൂൾ ചെയ്താൽ മക്കളെ പണി പാടും. അപ്പോൾ രണ്ടിനെ എന്തിലോട്ട് മാറ്റണം? ജൂളിലോട്ട് മാറ്റിയിട്ട് വേണം ഇക്വിലിബ്രിയം ആവുന്ന ടെമ്പറേച്ചർ കാണാൻ. അതിൽ ചോദ്യം ഉണ്ടാവും, ഈ ടെമ്പറേച്ചറിൻ്റെ മുകളിലാണോ, ഈ ടെമ്പറേച്ചറിന് താഴെയാണോ, എവിടെയാണ് ഇക്വിലിബ്രിയം ആവുന്നത്, ഐ മീൻ സ്പോണ്ടേനിയസ് ആവുന്നത്. പിന്നെ എന്താണ് ഡെൽറ്റ എസ് കാണാനുള്ള ഫോർമുല? നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാതെ ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുന്ന കണ്ടീഷൻസ് എപ്പോഴാണെന്നൊക്കെ നോക്കണം. ടെമ്പറേച്ചർ കൂടുമ്പോൾ, വോളിയം കൂടുമ്പോൾ, പ്രഷർ കുറയുമ്പോൾ. ടെമ്പറേച്ചർ കൂടുമ്പോൾ, വോളിയം കൂടുമ്പോൾ, പ്രഷർ കുറയുമ്പോൾ ഡെൽറ്റ എസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്പർ ഓഫ് ഗ്യാഷ്യസ് മോൾ കൂടുമ്പോൾ ഡെൽറ്റ എസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ ഡെൽറ്റ എസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. മിക്സ് ചെയ്യുമ്പോൾ ഡെൽറ്റ എസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. റൈറ്റ്. സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ ഡെൽറ്റ എസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ ഡെൽറ്റ എസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. സോളിഡ് ഗ്യാസ് ആകുമ്പോൾ ഡെൽറ്റ എസ് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഈ കണ്ടീഷനുകളിലൊക്കെയാണ് ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുന്നത്. ടെമ്പറേച്ചർ കൂടുമ്പോൾ, പ്രഷർ കുറയുമ്പോൾ, വോളിയം കൂടുമ്പോൾ, മിക്സ് ചെയ്യുമ്പോൾ, ബോണ്ട് ബ്രേക്ക് ചെയ്യുമ്പോൾ. സോളിഡ് ലിക്വിഡ് ആകുമ്പോൾ, ലിക്വിഡ് ഗ്യാസ് ആകുമ്പോൾ, സോളിഡ് എന്താവുമ്പോൾ? ഗ്യാസ് ആകുമ്പോൾ. ഈ കണ്ടീഷനിലൊക്കെ എന്താവുന്നുണ്ട്? ഡെൽറ്റ എസ് എന്താവുന്നുണ്ട്? പോസിറ്റീവ് ആവുന്നുണ്ട്. സർ, ഇറിവേഴ്സിബിൾ റിവേഴ്സിബിൾ എങ്ങനെ മനസ്സിലാവാം? എളുപ്പമല്ലേ? ഇറിവേഴ്സിബിൾ റിവേഴ്സിബിൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാം. നമ്മളെടുത്ത് പറയാണ് ചോദ്യത്തിൽ, എ ഗ്യാസ് ഈസ് എക്സ്പാൻഡിങ് എഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ. എഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഉറപ്പായും ഇറിവേഴ്സിബിൾ ആണ്. പ്രശ്നം സോൾവ്. എ സഡൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്. സഡൻ ചേഞ്ച് എന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. ഒരു കെമിക്കൽ ചേഞ്ച് എന്ന് തന്നാലും അതെന്താണ്? ഇറിവേഴ്സിബിൾ ആണ്. റിവേഴ്സിബിൾ ഐസോതെർമൽ റിവേഴ്സിബിൾ എന്ന് എന്നെ തരും, അല്ലെങ്കിൽ ഒരു സ്ലോ പ്രോസസ്സ് എന്ന് തരും. നമുക്ക് മിക്കവാറും നമുക്കത് തരിക എ ഗ്യാസ് ഈസ് എക്സ്പാൻഡഡ് എഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്നുള്ള ഫോമുലാണ്. എഗെയിൻസ്റ്റ് എ കോൺസ്റ്റൻറ്റ് പ്രഷർ എന്ന് തന്നാൽ അതുറപ്പായും എന്താണ്? അതുറപ്പായില്ല, അത് ഇറിവേഴ്സിബിൾ ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട ഫോമുല -P ഡെൽറ്റ വി ആണ്. അതിൽ പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും യൂണിറ്റ് അനുസരിച്ചായിരിക്കും വർക്കിൻ്റെ യൂണിറ്റ് കിട്ടുക. ആ വർക്കിൻ്റെ യൂണിറ്റ് ലിറ്റർ ATM ആണെങ്കിൽ ജൂളിലേക്ക് മാറ്റാനും അറിയണം, ബാർ ലിറ്റർ ആണെങ്കിലും എന്തിലോട്ട് മാറ്റാൻ അറിയണം? ജൂളിലേക്ക് മാറ്റാൻ അറിയണം. ഡൺ. റൈറ്റ്. അപ്പോൾ ഇത്രയുമാണ്
നമ്മൾ എന്തിൽ പഠിക്കാനുള്ളത്? സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലുള്ളത്. നമുക്ക് എന്ത് നോക്കാം? ചോദ്യങ്ങളിലേക്ക് നോക്കാം. 2020 നീറ്റിലുള്ള ചോദ്യം, 2020 നീറ്റിലെ ചോദ്യമാണ്. ഉത്തരം പറയൂ. No answer. Question number 44. Question number 44. അറിയില്ലേ? ഓപ്ഷൻ ബി. ഇനി വേറെ ഓപ്ഷൻ ഉണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 44. നല്ല ചോദ്യമാടാ മക്കളെ, 2 കൊല്ലം പോയി നീറ്റ് ചോദിച്ചല്ലേ. പോരട്ടെ, ആരുമില്ലേ വേറെ? എടാ മക്കളെ, ഫാത്തിമ ഫെബി, ഓപ്ഷൻ ഡി. നേരെ കണ്ടിൻ്റെ മുട്ടായി വാങ്ങിച്ചതായിരുന്നു. ഇപ്പോൾ യൂട്യൂബിലൂടെ മുട്ടായി വാങ്ങിച്ചാൽ പറ്റില്ലല്ലോ. നോർമലി സാധാരണ കുട്ടികൾക്ക് ഉത്തരം പറഞ്ഞാൽ ഞാൻ മുട്ടായി വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. റൈറ്റ്, അത് നമുക്ക് നോക്കാം. 2 ക്ലോറിൻ ആറ്റം ക്ലോറിൻ ഗ്യാസായി ഒരു ബോണ്ട് ഫോം ചെയ്തു. ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് എപ്പോഴും എക്സോതെർമിക്കാണ്. ഒരു ബോണ്ട് ഫോം ചെയ്യുന്നത് എപ്പോഴും എന്താണ്? എക്സോതെർമിക്കാണ്. അപ്പോൾ 2 ക്ലോറിൻ ഗ്യാസ് ആയിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ എച്ച് എപ്പോഴും എന്താണ്? നെഗറ്റീവാണ്. ഇനി ഒരു ബോണ്ട് ഫോം ചെയ്യുക എന്ന് വെച്ചാൽ ഡെൽറ്റ എസ് എന്താണ്? നെഗറ്റീവാണ്. ബോണ്ട് ഫോം ചെയ്തു, അതിൻ്റെ ഫ്രീഡം കുറഞ്ഞു, എൻട്രോപ്പി എന്ത് ചെയ്തു? കുറഞ്ഞു. അപ്പോൾ ഇതിൽ ഡെൽറ്റ എച്ചും നെഗറ്റീവാണ്, ഡെൽറ്റ എസും നെഗറ്റീവാണ്. ഫാത്തിമ ഫാബി, യുവർ ആൻസർ ഈസ് അബ്സല്യൂട്ട്ലി റൈറ്റ്. മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 45th ക്വസ്റ്റ്യൻ നോക്കട്ടെ. 45ാമത്തെ ചോദ്യം. എടാ മക്കളെ, പറയാൻ മറന്നുപോയി, നിങ്ങൾ ഇവിടെയുള്ളവരൊക്കെ ഈ ചാനൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക കേട്ടോ. ഡെയിലി നീറ്റ് ഗാല ഏപ്രിൽ 2 വരെ നിങ്ങൾക്ക് ബുള്ളറ്റ് ചാപ്റ്റേഴ്സ് ഉണ്ടാവും. എല്ലാ ദിവസവും 3 പാഠങ്ങൾ നമ്മൾ വെച്ച് റിവൈസ് ചെയ്യണം മക്കളെ. ഇഷ്ടം പോലെ ചോദ്യം കാണാം. വെറുതെ ഇരിക്കുന്ന സമയത്തൊന്ന് യൂട്യൂബ് കണ്ടാൽ നോക്കാം. ഇവിടെ സ്പോണ്ടേനിയസ് അല്ലല്ലോ പറഞ്ഞേക്കുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എൻട്രോപ്പി ഈസ് നെഗറ്റീവ് എന്ന് ചോദിച്ചിരിക്കുന്നത്. എൻട്രോപ്പി ഈസ് നെഗറ്റീവ്. യെസ്, ഓപ്ഷൻ എ റൈറ്റ്. ഓപ്ഷൻ എ ആണ് റൈറ്റ്. സ്പോണ്ടേനിയസ് ആവുന്ന കണ്ടീഷനിലേക്ക് നമുക്ക് വരാം. ഓപ്ഷൻ എ റൈറ്റ്. ഒരു ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എൻട്രോപ്പി നെഗറ്റീവാണ്. എൻട്രോപ്പി നെഗറ്റീവ് ആവുന്ന കണ്ടീഷൻ ഞാൻ ഒന്നുകൂടെ പറയാം. ടെമ്പറേച്ചർ കുറച്ചാൽ എൻട്രോപ്പി നെഗറ്റീവ് ആവും. നേരത്തെ പോസിറ്റീവ് ആവുന്ന കാര്യമാണ് പറഞ്ഞത്, ഇപ്പോൾ നെഗറ്റീവ് ആവുന്ന കാര്യമാണ്. വോളിയം കുറച്ചാൽ എൻട്രോപ്പി കുറയും, അതിനധികം മൂവ് ചെയ്യാൻ പറ്റില്ല. പ്രഷർ കൂടിയാൽ അതിനധികം മൂവ് ചെയ്യാൻ പറ്റില്ല, എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയും. ബോണ്ട് ഫോം ചെയ്താൽ എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയും. ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞാൽ എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയും. ഒരു മിക്സ്ചറിൽ നിന്ന് പ്യോർ സബ്സ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയും. ഗ്യാസിൽ നിന്ന് ലിക്വിഡ് ആയാൽ എൻട്രോപ്പി എങ്ങനെയും കുറയും. ലിക്വിഡിൽ നിന്ന് സോളിഡ് ആയാൽ എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയും. ഗ്യാസിൽ നിന്ന് സോളിഡ് ആയാൽ എൻട്രോപ്പി കുറയും. ഡെൽറ്റ എസ് എന്താവും? നെഗറ്റീവ് ആവും. ഇതൊക്കെയാണ് എൻട്രോപ്പി നെഗറ്റീവ് ആവാനുള്ള കണ്ടീഷൻസ്. നേരത്തെ എൻട്രോപ്പി പോസിറ്റീവ് ആവാനുള്ള കണ്ടീഷനാണ്. അപ്പോൾ അറിയില്ല എങ്കിൽ അത് അന്നേരം തന്നെ എഴുതിയെടുക്കണം. എൻട്രോപ്പി എന്താണ്? റാൻഡംനെസ് ആണ്. അപ്പോൾ ബോണ്ട് ഫോം ചെയ്താൽ ആ മോളിക്യൂളിന് മര്യാദയ്ക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എൻട്രോപ്പി എന്ത് ചെയ്യും? കുറയുക തന്നെ ചെയ്യും. റെഡി? 8ാമത്തെ ചോദ്യം, 8th ക്വസ്റ്റ്യൻ. ഡെൽറ്റ എച്ച് തന്നിട്ടുണ്ട്, ഡെൽറ്റ എസ് തന്നിട്ടുണ്ട്. എവിടെയാണ് സ്പോണ്ടേനിയസ്? നമുക്കതിനൊരു ടേബിൾ ഉണ്ടായിരുന്നു. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും പോസിറ്റീവ് ആണെങ്കിൽ ഹയർ ടെമ്പറേച്ചറിലാണ് സ്പോണ്ടേനിയസ് ആവുക. ഡെൽറ്റ എച്ചും ഡെൽറ്റ എസും നെഗറ്റീവ് ആവണമെങ്കിൽ ലോവർ ടെമ്പറേച്ചറിലാണ് എന്ത് ചെയ്യുക? സ്പോണ്ടേനിയസ് ആവുക. ഡെൽറ്റ എച്ച് നെഗറ്റീവും ഡെൽറ്റ എസ് പോസിറ്റീവും ആണെങ്കിൽ എപ്പോഴും സ്പോണ്ടേനിയസ് ആണ്. ഇനി ഡെൽറ്റ എച്ച് പോസിറ്റീവും ഡെൽറ്റ എസ് നെഗറ്റീവും ആണെങ്കിൽ അത് ഒരു ടെമ്പറേച്ചറിൽ എന്താവില്ല? സ്പോണ്ടേനിയസ് ആവില്ല.
ഇവിടെ ഡെൽറ്റ എച്ചും പോസിറ്റീവാണ്, ഡെൽറ്റ എസും പോസിറ്റീവാണ്. സ്പോണ്ടേനിയസ് ആവുക ഹയർ ടെമ്പറേച്ചറിലാണ്. ആ ടെമ്പറേച്ചർ ഏതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കിലോ ജൂളിനെ മാറ്റി എഴുതണം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. 35,500 ഡിവൈഡഡ് ബൈ 83.6. ഇത് ചെയ്താൽ മേ ബി യു മേ ഗെറ്റ് 425 ആൻഡ് ഇറ്റ് വിൽ ബി സ്പോണ്ടേനിയസ് എബോ ടെമ്പറേച്ചർ ഗ്രേറ്റർ ദാൻ 425. ഇനി നിങ്ങളോട് ഡെൽറ്റ എസിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. ഡെൽറ്റ എസിന് ഇക്വേഷൻ ഇതാണ്. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു സി വി എൽ എൻ T2 by T1 plus NR ln V2 by V1. This is one equation. Okay. ഇനി അല്ലെങ്കിൽ N into CV L in CP ln T2 by T1 plus NR ln P1 by P2. ഈ രണ്ട് ഇക്വേഷനാണ് ഡെൽറ്റ എസിനുള്ള ഇക്വേഷൻ. ഓക്കെ. ഇനി ഐസോതെർമലി എന്ന് പറഞ്ഞാൽ ln T2 by T1 0 ആയി പോകും. ഇനി പ്രഷറിൻ്റെ ആണെങ്കിൽ നമുക്ക് എന്താണ്? ഇതാണ് ഇക്വേഷൻ. NR ln P1 by P2 എന്ന് വെച്ചാൽ NR ln P ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ P ഫൈനൽ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ എന്ത് ചെയ്തോളണം? ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളണം. ഏത് കണ്ടീഷനാണ് പറയുന്നത്? അഥവാ ഐസോബാറിക് പ്രോസസ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഇക്വേഷൻ എടുക്കണം. ln P1 by P2 0 ആയി പോവും. അപ്പോൾ എനിക്ക് ആൻസർ ഇത് കിട്ടും. ഐസോകോറിക് എന്ന് വെച്ചാൽ യു ഹാവ് ടു ടേക്ക് ദിസ് ഇക്വേഷൻ. അപ്പോൾ എനിക്ക് ഡെൽറ്റ എസ് ഇത് കിട്ടും. ഐസോതെർമൽ എന്ന് വെച്ചാൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഓക്കെ. 48ാമത്തെ ചോദ്യം, 48th question. എല്ലാ കണ്ടീഷനിലും സ്പോണ്ടേനിയസ് ആവാനുള്ള കണ്ടീഷൻ എന്ത്? ഞാൻ പറഞ്ഞു ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആവുകയും ഡെൽറ്റ എസ് പോസിറ്റീവ് ആവുകയും ചെയ്താൽ എല്ലാ ടെമ്പറേച്ചറിലും എന്താണ്? സ്പോണ്ടേനിയസ് ആണ്. ഇസ് ദാറ്റ് ഓക്കെ? സോ ബൈ ദിസ് 1 hour തെർമോഡൈനാമിക്സിൻ്റെ 1 hour ഇതാ അവിടെ അവസാനിച്ചു. എനിക്കിവിടെ കൈ കാണിക്കുന്നുണ്ട്. തെർമോഡൈനാമിക്സിൻ്റെ 1 hourൽ നമ്മൾ മോർ ദാൻ 20 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു പോയിട്ടുണ്ട്. ഇത് നീറ്റ് ഗാലയ്ക്കുള്ള പ്രിപ്പറേഷൻ മെത്തേഡാണ്. 2-ാം തീയതി നീറ്റ് ഗാല ഉണ്ട്. എല്ലാവരും നീറ്റ് ഗാല എഴുതുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ എഴുതുമ്പോൾ ആൾക്കാർ എഴുതുന്ന പരീക്ഷ നീറ്റ് എഴുതിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഏകദേശം കേരളത്തിലെ റാങ്ക് എത്രയാണെന്ന് ഏകദേശം മനസ്സിലാവും. നീറ്റ് ഗാലയ്ക്ക് മുമ്പ് ഇതിലെ ക്വസ്റ്റ്യൻസൊക്കെ മോഡൽ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്ത് പരീക്ഷ എഴുതി സെറ്റാവുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും പരീക്ഷകൾ എത്രത്തോളം മോഡൽ പരീക്ഷകൾ എഴുതാൻ പറ്റുന്നു അത്രത്തോളം നിങ്ങളെ നീറ്റിന് അത്രത്തോളം സഹായകമായിരിക്കും. കാരണം ഇറ്റ്സ് എ മെൻ്റൽ ഗെയിം. ആ 3 മണിക്കൂർ 20 മിനിറ്റ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്തി നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാവുന്നു എന്നുള്ളത് നിങ്ങളുടെ റിസൾട്ടിൻ്റെ വലിയൊരു ഭാഗമാണ്. ടൈം മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് ഓരോ ചോദ്യമായിട്ട് അറിയായിരിക്കും. പക്ഷേ 3.5 മണിക്കൂറിൻ്റെ പരീക്ഷ നിങ്ങൾക്ക് എങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും? ആ എക്സാമിനേഷൻ ഹാളിൽ ഒരു ടഫ് ക്വസ്റ്റ്യൻ കണ്ടാലും അതിനെ ധൈര്യത്തോടെ നേരിട്ട് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് എങ്ങനെ പോകാൻ പറ്റും എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരുപാട് മോഡൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കണം. നമ്മൾ ഡോപ്പയുടെ നീറ്റ് ഗാല എക്സാം ഏപ്രിൽ 2-ാം തീയതിയാണ്. നിങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. രജിസ്റ്റർ ചെയ്യാത്ത നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ട് എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യിക്കുക. കേരളത്തിലെ നമ്മുടെ നീറ്റിൻ്റെ ഓൾമോസ്റ്റ് അത്ര തന്നെ ക്രോസ് സെക്ഷൻ അല്ലെ അതേപോലത്തെ ഒരു സാമ്പിൾ സൈസുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? നീറ്റ് ഗാല എക്സാം എഴുതുന്നുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ നീറ്റ് ഗാല ഓഫ്ലൈൻ എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. നീറ്റ് ഗാലയ്ക്ക് രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളൊക്കെ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. എല്ലാ ദിവസവും രാത്രി 7:30 മുതൽ 10:30 വരെ നീറ്റ് ഗാല എക്സാം വരെ നിങ്ങൾക്ക് നീറ്റ് ഗാല പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഉണ്ടാവും. നിങ്ങൾ കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നാണക്കേടാണ്. 47ാമത്തെ റാങ്കാണ് ഇന്ത്യയിലെ നമ്മുടെ കേരളത്തിലെ ടോപ്പറിൻ്റെ റാങ്ക്. നമ്മൾ ഇക്കൊല്ലാതെ എന്തായാലും തിരുത്തിയിരിക്കും. നമ്മൾ പറയുന്നത് കേരളത്തിൽ 1-ാം റാങ്കാവും, കേരളത്തിൽ 10-ാം റാങ്കും എന്നൊന്നല്ല. നമ്മുടെ ലക്ഷ്യം, പ്രഖ്യാപിത ലക്ഷ്യമാണ് ഇന്ത്യയിലെ 1-ാമത്തെ റാങ്ക്. ഓൾ ഇന്ത്യ റാങ്ക് ഫസ്റ്റാണ് നമ്മുടെ ലക്ഷ്യം. ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് മാത്രമല്ല, ഡൽഹി എയിംസിലേക്ക് പോകുമ്പോൾ നമ്മളെ കൊണ്ട് നിറയണം കുട്ടികൾ. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് നിങ്ങൾ നന്നായി പഠിക്കുന്നുണ്ട്, നന്നായി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. വി നോ ദാറ്റ്. കൂടെ ഒരുപാട്
പരീക്ഷകൾ എഴുതി ശീലിക്കുക. അതിന് ഡോപ്പ നിങ്ങൾക്ക് തരുന്ന ചാൻസാണ് നീറ്റ് ഗാല എക്സാം. നീറ്റ് ഗാല എക്സാം എല്ലാവരും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് ടു യുവർ ഫ്രണ്ട്സ് ഓൾസോ. റൈറ്റ്. സോ വി ആർ മൂവിങ് ടു ദി ലാസ്റ്റ് ചാപ്റ്റർ, റിഡോക്സ് റിയാക്ഷൻ. 8ാമത്തെ ചാപ്റ്ററാണ്, ഫസ്റ്റ് ഇയറിലെ എളുപ്പമുള്ള ചാപ്റ്ററാണ്. എന്തൊക്കെ പഠിക്കണം? എളുപ്പമല്ലേ? എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ? അതിൽ ക്ലാസിക്കൽ കൺസെപ്റ്റ് ഉണ്ട്. ഓക്സിജൻ്റെ അഡീഷൻ, ഹൈഡ്രജൻ്റെ റിമൂവൽ, ഇലക്ട്രോ നെഗറ്റീവിൻ്റെ അഡീഷൻ, ഇലക്ട്രോ പോസിറ്റീവിൻ്റെ റിമൂവൽ, ഇതൊക്കെ ഓക്സിഡേഷനാണ്. റിഡക്ഷൻ, ഓക്സിജൻ്റെ റിമൂവൽ, ഹൈഡ്രജൻ്റെ അഡീഷൻ, ഇലക്ട്രോ നെഗറ്റീവിൻ്റെ റിമൂവൽ, ഇലക്ട്രോ പോസിറ്റീവിൻ്റെ അഡീഷൻ. ഇതാണ് ഓക്സിഡേഷൻ്റെയും റിഡക്ഷൻ്റെയും ക്ലാസിക്കൽ ഡെഫിനിഷൻ. പിന്നെ ഇലക്ട്രോണിക് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. ഓക്സിഡേഷൻ എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ഇലക്ട്രോൺ ആണ്. റിഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? അഡീഷൻ ഓഫ് ഇലക്ട്രോൺ ആണ്. ബാലൻസിങ് എത്തിയിട്ടില്ല, വെയിറ്റ് ചെയ്യൂ. ബാലൻസിങ് അത്രത്തോളം നീറ്റിനെ സംബന്ധിച്ചിടത്തോളം അത്ര പ്രധാനപ്പെട്ട സാധനമൊന്നുമല്ല. പിന്നെ ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ് ഉണ്ട്. ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അതെന്താണ്? ഓക്സിഡേഷനാണ്. ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞാൽ അതെന്താണ്? റിഡക്ഷനാണ്. അല്ലേ? ഇനി ഇതിലെ രണ്ടാമത്തെ കാര്യം ഓക്സിഡേഷൻ നമ്പർ കാണാൻ വേണ്ടിയിട്ടാണ്. ഒരു അണ്ടർലൈൻഡ് ആറ്റത്തിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാണാനുണ്ടാവും. അരിത്തമെറ്റിക് മെത്തേഡ് നിങ്ങൾക്കറിയാം. ഒന്നിലധികം ആറ്റങ്ങൾ, ഒരേ എലമെൻ്റ്, ഒന്നിലധികം ആറ്റങ്ങളുള്ള മോളിക്യൂളുകളിൽ ആവറേജ് ഉണ്ടാവുന്ന ചില മോളിക്യൂളുണ്ട്. Fe3O4 പോലെ, Pb3O4 പോലെ, CaOCl2, ക്ലോറിൻ പോലെ. ഇത് പറയുന്ന മോളിക്യൂളൊക്കെ ശ്രദ്ധിക്കണേ. അറിയില്ല എങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ചോളണം. അത് Fe3O4 പോലെ, Pb3O4 പോലെ, CaOCl2 പോലെ, S4O6 പോലെ, പിന്നെന്താണ് S2O3 2- പോലെ, NH4NO3 പോലെ, C2C4O3 പോലെ, Br3O8 പോലെ, C3O2 പോലെ, C3O4 അല്ല C3O2 പോലെ എന്നുണ്ട്. ഒന്നിലധികം ഒരേ എലമെൻ്റ് ആറ്റങ്ങൾ ഒരേ മോളിക്യൂളിൽ വരുമ്പോൾ ആവറേജ് ഓക്സിഡേഷൻ നമ്പർ കാണുകയും പിന്നെയോ അതിൽ ഏതൊക്കെയാണ് വ്യത്യാസതരം ഓക്സിഡേഷൻ നമ്പർ എന്നുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. തേർഡ് ടൈപ്പ്, നമ്മുടെ അരിത്തമെറ്റിക്കൽ മെത്തേഡ് തെറ്റിപ്പോകുന്ന 3 കോമ്പൗണ്ട്സുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് CrO5 ഡ്യൂ ടു പെറോക്സൈഡ് ലിങ്കേജ്. CrO5ൽ Cr+6 ആണ്, +10 ആവുന്നില്ല. കെയറോസ് ആസിഡ് H2SO5ൽ ഡ്യൂ ടു പെറോക്സൈഡ് ലിങ്കേജ് സൾഫർ +6 ആണ്, സൾഫർ എന്താവുന്നില്ല? +8 ആവുന്നില്ല. H2S2O8 പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്, മാർഷൽ ആസിഡ് ഡ്യൂ ടു പെറോക്സൈഡ് ലിങ്കേജ്, വീണ്ടും ഡ്യൂ ടു പെറോക്സൈഡ് ലിങ്കേജ്. ബട്ടർഫ്ലൈ തന്നെ, അത് തന്നെടാ, ഡ്യൂ ടു പെറോക്സൈഡ് ലിങ്കേജ്. Br3O8 ആവറേജ് എടുക്കാൻ വേണ്ടിയിട്ടാണ്, തെറ്റിപ്പോന്നില്ല. ഡ്യൂ ടു പെറോക്സൈഡ് ലിങ്കേജ് ഏതായിരുന്നു? H2S2O8 സൾഫർ +6 ആവുന്നുള്ളൂ. അതിനെപ്പറ്റി നോക്കണം. ഇനി നമുക്ക് പിന്നെ എന്തുണ്ട്? നമ്മുടെ ഒരു കോർഡിനേഷൻ കോംപ്ലക്സ് വന്നു. അപ്പോൾ കോർഡിനേഷൻ കോംപ്ലക്സിൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഓക്സിഡേഷൻ നമ്പർ കാണാനുണ്ടാവും. അതിൽ നമ്മൾ ഓർത്തു വെക്കേണ്ട കാര്യം ഇത്രയാണ്. ഇപ്പോൾ CO ഗ്രൂപ്പ് വന്നാൽ അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ 0 കൊടുത്തോളണം. അമോണിയ ലിഗാൻഡായിട്ട് വന്നാൽ ഓക്സിജൻ നമ്പർ എന്ത് കൊടുത്തോളണം? 0 കൊടുത്തോളണം. അക്വ വാട്ടർ വന്നാൽ അതിൻ്റെ ഓക്സിജൻ നമ്പർ എന്തായിട്ട് കൊടുത്തോളണം? 0 ആയിട്ട് കൊടുത്തോളണം. ഇതാണ് 4ാമത്തെ കാര്യം ഓർത്ത് വെക്കാനുള്ളത്. അതിൽ 5ാമത്തെ ലാസ്റ്റ് കാര്യം ഓർത്ത് വെക്കാനുള്ളതാണ് ബ്രൗൺ റിംഗ് ടെസ്റ്റിലെ Feയുടെ കോംപ്ലക്സിൽ Fe+1 ആണ് അല്ലേ? ഒരു നൈട്രോസിൽ കോമ്പൗണ്ട് ഇല്ലേ? ബ്രൗൺ റിംഗ് ടെസ്റ്റിലെ Feയുടെ ഓക്സിജൻ നമ്പർ എത്രയാണ്? 0 ആണ്. Feയുടെ ഓക്സിജൻ നമ്പർ +1 ആണ്. എൻ്റെ എന്തോ കിളി പോയിട്ടുണ്ട്, കുറേ നേരം നിർത്താതെ വായിട്ട് അയച്ചിട്ടാന്ന് തോന്നുന്നു. ബ്രൗൺ റിംഗ് ടെസ്റ്റിലെ Feയുടെ ഓക്സിജൻ നമ്പർ എത്രയാണ്? +1 ആണ്. അപ്പോൾ ഇതിൽ 5 തരാണ് നമ്മൾ പറഞ്ഞത്. നോർമൽ ടൈപ്പ്, ആവറേജ് കാണുന്ന മോളിക്യൂൾസ് CrO5, H2SO5, H2S2O8. പിന്നെ കോർഡിനേഷൻ കോംപ്ലക്സുകളിൽ എന്താണ്? ന്യൂട്രൽ മോളിക്യൂൾസുകൾ ലിഗാൻഡായി വന്നാൽ അതിന് 0 കൊടുത്തോളാം എന്നുള്ളത് ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ബ്രൗൺ റിംഗ് ടെസ്റ്റിലെ Fe+1 ആണ് എന്നാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇസ് ദാറ്റ് ഓക്കെ? ഇനി നമുക്ക് ഇതിൽ വേറെ കാണാനുള്ളതും പറയാനുള്ളത് എന്താണ്? ഓക്സിഡൈസിങ് ഏജൻറ്റും റെഡ്യൂസിങ് ഏജൻറ്റും തമ്മിലുള്ള ചോദ്യമാണ്. ഓക്സിഡൈസിങ് ഏജൻറ്റ് കാണാനും റെഡ്യൂസിങ് ഏജൻറ്റ് കാണാനുള്ള ചോദ്യങ്ങളാണ് നമുക്കിതിൽ
അടുത്തതായിട്ട് പറയാനുള്ളത് അത് നമുക്കറിയാം. ആർക്കാണോ ഓക്സിഡേഷൻ നടക്കുന്നത് അത് റെഡ്യൂസിങ് ഏജൻ്റാണ്, ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത് അത് ഓക്സിഡൈസിങ് ഏജൻ്റാണ്. ഓക്കെ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യലും റിഡക്ഷൻ പൊട്ടൻഷ്യലും തന്നാലും നമുക്ക് ഓക്സിഡൈസിങ് ഏജൻറ്റിനെയും റെഡ്യൂസിങ് ഏജൻറ്റിനെയും കാണാം. ഇനി നമുക്കറിയാം ഒന്നിൻ്റെ ഓക്സിഡേഷൻ നമ്പർ മാക്സിമം ആണ് എങ്കിൽ, ഉദാഹരണത്തിന് സൾഫർ SO4 2- സൾഫർ +6 ആണ്, അതിൻ്റെ മാക്സിമം ഓക്സിജൻ സ്റ്റേറ്റിലാണുള്ളത്. അപ്പോൾ ഇനിയൊരു റിയാക്ഷനിൽ SO4 2- പങ്കെടുത്തിട്ട് സൾഫറിന് സ്വയം ഓക്സിഡേഷന് പറ്റില്ല. എന്നുവെച്ചാൽ സൾഫറിന് എന്താവാൻ പറ്റില്ല, റെഡ്യൂസിങ് ഏജൻ്റ് ആവാൻ പറ്റില്ല ഇഫ് സൾഫർ ഈസ് ഇൻ SO4 2-. അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിലെ കാർബൺ +4 ആണ്. ഇനി കാർബണിന് ഫർദർ ഓക്സിഡേഷൻ ഈസ് നോട്ട് പോസിബിൾ. കാർബണിന് ഫർദർ ഓക്സിഡേഷൻ പോസിബിൾ അല്ല എന്ന് വെച്ചാൽ കാർബണിന് റെഡ്യൂസിങ് ഏജൻ്റ് ആവാൻ പറ്റില്ല ഇൻ കാർബൺ ഡയോക്സൈഡ്. സോ മൈ പോയിന്റ് ഈസ് സിമ്പിൾ. ഇഫ് എൻ ആറ്റം ഈസ് അറ്റ് ഇറ്റ്സ് മോസ്റ്റ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റ് ആവാൻ പറ്റില്ല. ഒന്നിൻ്റെ ഓക്സിജൻ സ്റ്റേറ്റ് മാക്സിമം ആണെങ്കിൽ റെഡ്യൂസിങ് ഏജൻ്റ് ആവാൻ പറ്റില്ല. അതിന് എന്താവാനേ പറ്റുള്ളൂ, ഇറ്റ് ക്യാൻ ആക്ട് ഓൺലി ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതേപോലെ ഒന്നിൻ്റെ ഓക്സിജൻ നമ്പർ മിനിമം ആണെങ്കിൽ, ലൈക്ക് നൈട്രോജൻ ഇൻ അമോണിയ, നൈട്രോജൻ അവിടെ -3 ആണ്, അവൻ ഇനി ഫർദർ റിഡക്ഷൻ പറ്റൂല. അവൻ എന്താവാൻ പറ്റൂല, ഓക്സിഡൈസിങ് ഏജൻ്റ് ആവാൻ പറ്റൂല. അവൻ എന്താവാനേ പറ്റുള്ളൂ, റെഡ്യൂസിങ് ഏജൻ്റ് ആവാനേ പറ്റുള്ളൂ. ഇഫ് ദ ഓക്സിഡേഷൻ നമ്പർ ഈസ് മിനിമം ഫോർ എൻ ആറ്റം ദെൻ ഇറ്റ് ക്യാൻ ആക്ട് ഓൺലി ആസ് എന്തായിട്ടേ പറ്റുള്ളൂ, റെഡ്യൂസിങ് ഏജൻ്റ് ആവാനേ പറ്റുള്ളൂ. ഇനി ഇതല്ലാത്ത അവസ്ഥ ഉണ്ട്. സൾഫർ ഡയോക്സൈഡിൽ സൾഫർ +4 ആണ്, H2O2ൽ ഓക്സിജൻ -1 ആണ്, മാക്സിമം അല്ല മിനിമം അല്ല. അപ്പോൾ അതിന് എന്താവാൻ പറ്റും, ഓക്സിഡൈസിങ് ഏജൻറ്റും ആവാൻ പറ്റും, റെഡ്യൂസിങ് ഏജൻ്റ് ആവാനും പറ്റും. റൈറ്റ്. ഒരു റിയാക്ഷൻ റിഡോക്സ് റിയാക്ഷൻ ആണോ അല്ലയോ എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിളാണടാ മക്കളെ. ഒരു റിയാക്ഷനിൽ ഒരു എലമെൻറ്റ്, ഒന്നിലധികമോ എലമെൻറ്റോ ഉണ്ട് എങ്കിൽ അതെന്താണ്, റിഡോക്സ് റിയാക്ഷനാണ്. കാർബൺ + ഓക്സിജൻ ഗിവിങ് കാർബൺ ഡയോക്സൈഡ്, ഇറ്റ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ. അതൊരു റിഡോക്സ് റിയാക്ഷനാണ്. എന്തുകൊണ്ടാണ്? അതിൽ എലമെൻ്റ് ഉണ്ട്, കാർബൺ എന്നുള്ള എലമെൻ്റ് ഉണ്ട്, ഓക്സിജൻ എന്നുള്ള എലമെൻ്റ് ഉണ്ട് എങ്കിൽ ആ റിയാക്ഷൻ എന്താണ്, റിഡോക്സ് റിയാക്ഷനാണ്. കേട്ട് വെച്ചോട്ടാ, ചോദ്യം വരും, സംശയമില്ല. പിന്നെ എന്താ ചോദ്യം ഉള്ളത്, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണോ അല്ലയോ എന്നുള്ളത്. ഒരേ എലമെൻറ്റിന് തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ അതെന്താണ്, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷനാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് എൻ ഫാക്ടറാണ്, ഇക്വലൻ വെയിറ്റ് ആണ്. സം ബേസിക് കൺസെപ്റ്റിൽ എൻ ഫാക്ടർ ആൻഡ് ഇക്വലൻ വെയിറ്റ് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇനി സമയമുണ്ടെങ്കിൽ ലാസ്റ്റ് പറയാം. അവസാനം ബാലൻസിങ് കൂടെ കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ എന്തായി, ഫിനിഷായി, കഥ പോവാ. നമുക്ക് ഒരുപാട് തിയറി ഒന്നും വേണ്ട, നമുക്ക് ഡയറക്റ്റ് എന്തിലോട്ട് പോവാം, ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഈ പാടോട് കഴിഞ്ഞാൽ ഇന്നത്തെ 3 പാഠം കഴിഞ്ഞു. നിങ്ങൾ ക്ഷീണിച്ചിരിക്കുന്ന വൈകുന്നേരത്തെ 7 മുതൽ 10 വരെയുള്ള സമയം ഭയങ്കര മോശം സമയമാണ്. അത് വീട്ടിലൊക്കെ ആണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചു, ഇപ്പോൾ പഠിക്കണോ വേണ്ടിയോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ്. 3 മണിക്കൂർ മക്കളെ നമ്മുടെ ക്ലാസ് കേട്ടോ. നിങ്ങൾ 10-80 ചോദ്യം 3 മണിക്കൂർ കൊണ്ട് കേൾക്കും. ഈ 3 പാഠത്തിൻ്റെ ക്വിക്ക് റിവിഷൻ കഴിയും. പിന്നെ എന്താ വേണ്ടത്, നമ്മൾ പകൽ പഠിക്കുന്നതിൻ്റെ കൂടെ ഒരു 3 പാഠത്തിൻ്റെ ക്വിക്ക് റിവിഷനും കൂടെ ആവാം. ശരി, എന്തോ ആട്ടെ. ഒന്നാമത് ചോദ്യം ആര് പറയും? ഒന്നാമത് ചോദ്യം ആൻസർ. First question. ആരുമില്ലേ? ഒന്നാമത് ചോദ്യം എല്ലാം ഉറങ്ങിപ്പോയി തോന്നുന്നു. ഓപ്ഷൻ ബി, വിച്ച് ഈസ് ഫോളോയിങ് ഈസ് എ റിഡോക്സ് റിയാക്ഷൻ, ഇവാപ്രേഷൻ ഓഫ് H2O. എടോ അതൊരു ഫിസിക്കൽ ചേഞ്ച് ആടോ, പിന്നെ എങ്ങനെയാണ് റിഡോക്സ് ആവുക? ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, വിൽ കോൾ ഇറ്റ് ആസ് റിഡോക്സ് റിയാക്ഷൻ. ദാറ്റ് ഈസ് റൈറ്റ്. Without losing its concentration, zinc chloride solution cannot kept in contact with. zinc chlorideന് ആരുമായിട്ട് കോണ്ടാക്റ്റിൽ വെക്കാൻ പറ്റില്ല എന്നാണ് ചോദ്യം. ആർക്ക് പറ്റില്ല?
നമുക്കെന്തറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ കണ്ടീഷൻ എന്താണ്? എ മോർ റിയാക്റ്റീവ് എലമെൻറ്റ് ക്യാൻ ഡിസ്പ്ലേസ് എ വീക്കർ അയോൺ എന്നാണ്. എ മോർ റിയാക്റ്റീവ് എലമെൻറ്റ് ക്യാൻ ഡിസ്പ്ലേസ് എ വീക്കർ അയോൺ എന്നാണ്. സിങ്കിനേക്കാൾ ആക്റ്റീവായിട്ടുള്ള ഒരു എലമെൻറ്റിൻ്റെ അകത്ത് ആരാണ്? അലൂമിനിയാണ്. അപ്പോൾ സിങ്ക് ക്ലോറൈഡ് അലൂമിനിയായിട്ട് കോൺടാക്ട് ചെയ്ത് വെച്ചാൽ അത് അലൂമിനിയം ക്ലോറൈഡ് ആവും. സിങ്ക് ക്ലോറൈഡ് എന്തായി മാറും? സിങ്കായി മാറും. സോ ഇറ്റ് കനോട്ട് കെപ്റ്റ് കോൺടാക്ട് വിത്ത് അലൂമിനിയം. ബി കറക്റ്റ് ആണ്. നിങ്ങൾക്ക് അറിയാം ഉത്തരം. മൂന്നാമത്തെ ചോദ്യം, കാർബൺ ഇവിടെ -4 ആണ്. ഇവിടെ കാർബൺ എന്താണ്? +4 ആണ്. ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റിന് മൈനസും ഇലക്ട്രോ പോസിറ്റീവിന് എന്ത് കിട്ടും? പോസിറ്റീവ് കിട്ടും. ഇവിടെ കാർബൺ -4ൽ നിന്ന് ഇവിടെ കാർബൺ +4ലേക്ക് മാറുകയാണ്. എന്താണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി. നാലാം ചോദ്യം, which is the correct structure of tribromo octaoxide? ട്രൈബ്രോമോ ഒക്ടാ ഓക്സൈഡിൻ്റെ കറക്റ്റ് സ്ട്രക്ചർ എന്താണ്? ട്രൈബ്രോമോ ഒക്ടാ ഓക്സൈഡ് Br3O8 ആണ്. വാട്ട് ഈസ് ദ സ്ട്രക്ചർ ഓഫ് Br3O8? ഏതാണ്? വേഗം പറയേ. Br3O8. Yes, it is Br3O8 ആണ്. ഒറ്റ സ്ട്രക്ചറേ ഉള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഓപ്ഷൻ ബി. ഈ ബ്രോമിൻ +6 ആണ്. ഈ ബ്രോമിൻ +4 ആണ്. ഈ ബ്രോമിൻ അഗെയിൻ +6 ആണ്. റൈറ്റ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. വേഗം പറയൂ. അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ ആണ്, സംശയമില്ല. ഇവിടെ Mn+6 Mn+7ഉം Mn+4 ആയി മാറുന്നു. ദിസ് ഈസ് ഡിസ്പ്രപ്പോർഷനേഷൻ. ഇവിടെ Mn+6, ഇവിടെ Mn+7 Mn+6ഉം Mn+4 ആയിരുന്നു. ഇവിടെ മാംഗനീസിന് എന്തേ നടക്കുന്നുള്ളൂ? റിഡക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഇവിടെ മാംഗൻ +7 ഇതാവുന്നുണ്ട്, മാംഗനീസ് ഇതാവുന്നുണ്ട്. പക്ഷേ ഇത് ഡിസ്പ്രപ്പോർഷനേഷൻ അല്ല, അതിൻ്റെ നേരെ റിവേഴ്സ് ആണ്, കംപ്രപ്പോർഷൻ ആണ്. സോ ദ ആൻസർ വിൽ ബി 1 and 2 ഓൺലി ആൻഡ് ദ ആൻസർ ഈസ് ബി. അടിപൊളിയല്ലേ നീ എനിക്ക് ഭയങ്കര ബേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് ഉത്തരം പറയുന്നല്ലോ. ഗ്രേറ്റ്, ഗോയിങ് ഗുഡ്. ആറാം ചോദ്യം ഡയറക്റ്റ് ചോദ്യമാണ്. നമ്മുടെ ബട്ടർഫ്ലൈ സ്ട്രക്ചർ, ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് Cr in CrO5 ഏതാണ്? +6 അല്ലേ? യെസ്. ദ ഓർഡർ ഓഫ് നൈട്രജൻ കോമ്പൗണ്ട്സ് ഇൻ ഇറ്റ്സ് ഡിക്രീസിങ് ഓർഡർ. HNO3യിൽ നൈട്രജൻ +5 ആണ്. NOയിൽ നൈട്രജൻ +2 ആണ്. N2യിൽ നൈട്രജൻ 0 ആണ്. NH4Clൽ നൈട്രജൻ -3 ആണ്. സോ ദിസ് ഈസ് ദ ഓർഡർ. ഇത് ബാലൻസിങ് ആണ്. നിങ്ങൾക്ക് എളുപ്പത്തിലൊരു വിദ്യ ഞാൻ പറഞ്ഞു തരാം. അതെന്ത് ചെയ്തോളുക? മനസ്സിലോർത്ത് വെച്ചോളുക. എപ്പോഴും നമ്പർ ഓഫ് മോൾസ് N ഫാക്ടറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലായിരിക്കും. ഇവിടെ MnO4ന് എത്രേൻ്റെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്? 5ൻ്റെ ചേഞ്ച്. C2O4ന് എത്രേൻ്റെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്? N ഫാക്ടർ 2 ആണ്. അതുകൊണ്ട് തന്നെ MnO4ൻ്റെ കോഎഫിഷ്യൻറ്റ് 2ഉം C2O4ൻ്റെ കോഎഫിഷ്യൻറ്റ് എന്തായിരിക്കും? 5 ആയിരിക്കും. സിമ്പിളാണ്. നമ്പർ ഓഫ് മോൾസ് N ഫാക്ടറിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. അത് ചെയ്താൽ യു വിൽ ഗെറ്റ് 2 and 5. 9th question. Hot concentrated sulfuric acid is moderately strong oxidizing agent. Which is the reaction does not show oxidation reaction of H2SO4 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഇത്
ഒരു റിഡോക്സ് റിയാക്ഷനാണ്, എലമെൻ്റ് ഉണ്ട്. ഇതൊരു റിഡോക്സ് റിയാക്ഷനാണ്, എലമെൻ്റ് ഉണ്ട്. ഇതൊരു റിഡോക്സ് റിയാക്ഷനാണ്, എലമെൻ്റ് ഉണ്ട്. ബട്ട് ഐ മസ്റ്റ് സേ ദിസ് ഈസ് നോട്ട് എ റിഡോക്സ് റിയാക്ഷൻ അറ്റ് ഓൾ. കാരണം അതിൻ്റെ അകത്ത് എന്തില്ല? എലമെൻ്റ് ഇല്ല. ഹായ് MIT ഇതാരാണ്? JD ഒരു ഹായ് തരുമോ? പേരാണ് എന്താ? ഹായ്. ഇതൊരു റിഡോക്സ് റിയാക്ഷനേ അല്ല. ഒരു റിഡോക്സ് റിയാക്ഷനെ അല്ലാത്തത് ഒരു റിഡോക്സ് റിയാക്ഷനെ അല്ലാത്തത് എന്ന് കാണിക്കില്ല? ഓക്സിഡൈസിങ് നേച്ചർ കാണിക്കില്ല. അതുകൊണ്ട് ഇതെന്തല്ല? H2SO4ൻ്റെ ഓക്സിഡൈസിങ് നേച്ചർ കാണിക്കുന്നില്ല. ദാറ്റ് ഈസ് 9th ക്വസ്റ്റ്യൻ. 10th ക്വസ്റ്റ്യൻ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ ആണ്. ആര് പറയും? 10th ക്വസ്റ്റ്യൻ. Going to the 10th question. Who will answer that? 10th one. നോക്കട്ടെ. Tenth question. Yes, ഷാജിയ, ഇതേപോലെ എല്ലാ റിഡോക്സ് റിയാക്ഷനും ബാലൻസ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് മോൾസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു n ഫാക്ടർ. അത് മതി, മറ്റേതൊക്കെ വെറുതെയാണ്, സമയം കളയാൻ. ഇതല്ല ഉത്തരം. ഞാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ H2O2ൻ്റെ റിയാക്ഷൻ വന്നാൽ പ്രൊഡക്റ്റിൽ ഓക്സിജൻ ഉണ്ട് എങ്കിൽ H2O2 എന്ത് ഏജൻ്റാണ്? റെഡ്യൂസിങ് ഏജൻ്റാണ്. പ്രൊഡക്റ്റിൽ ഓക്സിജൻ ഇല്ല എങ്കിൽ H2O2 എന്താണ്? ഓക്സിഡൈസിങ് ഏജൻറ്റ്. ഇത് കുട്ടികൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആണ്. H2O2 പ്ലസ് O3 gives H2O പ്ലസ് 2O2 എന്നുള്ള ചോദ്യം കുട്ടികൾക്ക് മിക്കവരും കൺഫ്യൂസിങ് ആണ്. മക്കളെ, ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? H2O2 റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും ഇഫ് ഇറ്റ് പ്രൊഡ്യൂസ് ഓക്സിജൻ. ഇവിടെ ഓക്സിജൻ ഉണ്ടായത് H2O2ൽ നിന്നാണ്. O-1 എന്തായി മാറുകയാണ്? O0 ആയി മാറുകയാണ്. O3യിലെ 0 ഓക്സിജൻ ഇവിടെ എന്തായിട്ട് മാറുകയാണ്? -2 ആയിട്ട് ഒന്ന് മാറുകയാണ്. അപ്പോൾ പ്രൊഡക്റ്റിൽ ഓക്സിജൻ ഉണ്ട് എങ്കിൽ നോ ഡൗട്ട് H2O2 എന്താണ്? റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. പ്രൊഡക്റ്റിൽ ഓക്സിജൻ ഇല്ല എങ്കിൽ H2O2 എന്താണ്? ഓക്സിഡൈസിങ് ഏജൻ്റായി നിൽക്കും. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ഫ്രോം ദി ചാപ്റ്റർ റിഡോക്സ് റിയാക്ഷൻ. ബാക്കിയുള്ളതൊക്കെ ഇതേപോലത്തെ ചോദ്യങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നില്ല. ചെറിയ ചാപ്റ്റർ ആയതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് മാത്രം എത്ര ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ? 10 ക്വസ്റ്റ്യൻസേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട, ഇതൊരു നല്ല ചോദ്യമാണ്, പറഞ്ഞത് മറക്കണ്ട. എന്താണ്? ഏപ്രിൽ 2-ാം തീയതി എന്താണ്? നമ്മുടെ നീറ്റ് ഗാല എക്സാമാണ്. നീറ്റ് ഗാല എക്സാം എല്ലാവരും എഴുതുക. നമ്മുടെ വിജയത്തിന് പരിശീലനം നിർബന്ധമാണ്. ഒരുപാട് പ്രാക്ടീസ് വേണം. അപ്പോൾ സമയം കളയാതെ കാര്യങ്ങളാക്കുക. 10:30 വരെയാണ് നമ്മുടെ ക്ലാസ് പറഞ്ഞത്. 10:30 വരെ ഞാൻ മുന്നോട്ട് പോകുന്നില്ല. എനിക്ക് അതിഭയങ്കരമായ തൊണ്ടവേദനയുണ്ട്. സോ നമുക്ക് ഇന്നത്തേക്ക് ബൈ പറയാൻ സമയമായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പേര് ജയദീപ് എന്നാണ്. കുട്ടികൾ എന്നെ JD എന്നാണ് വിളിക്കുക. ഇനി കെമിസ്ട്രി പഠിക്കുമ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ഡയറക്റ്റ്ലി മെസ്സേജ് മീ. മൈ നമ്പർ ഈസ് 8593939493. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത ക്ലാസ്സുകളായിട്ട് വരുന്ന ദിവസങ്ങളൊക്കെ കാണാം. ഏപ്രിൽ 2-ന് നീറ്റ് ഗാല എക്സാം നിങ്ങൾ അടിപൊളിയായിട്ട് എഴുതും. അൾട്ടിമേറ്റ്ലി എല്ലാവരും ഡോപ്പയെ പഠിക്കുന്നവരും അല്ലാത്തവരുമായ എല്ലാവരും ആയിക്കോട്ടെ, ഈ ക്വസ്റ്റ്യൻ PDF കിട്ടും. ലൈക്ക് നിങ്ങൾക്ക് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കിട്ടാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ അതിൻ്റെ സൊല്യൂഷനും ഉണ്ട്. വേണമെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഐ വിൽ ഗിവ് ഇറ്റ്. ഓക്കെ.
എല്ലാവർക്കും നീറ്റ് എക്സാമിന് ഡോപ്പയിലെ സ്റ്റുഡൻസ് ആവട്ടെ നോൺ ഡോപ്പ സ്റ്റുഡൻസ് ആവട്ടെ നമുക്ക് 720 മാർക്സ് ഔട്ട് ഓഫ് 720 മാർക്സ് വാങ്ങിച്ചിട്ട് എല്ലാ ബാക്കിയുള്ള സംസ്ഥാനക്കാരെയും നമുക്ക് ഞെട്ടിക്കണം. 47ാമത്തെ റാങ്കിൽ ഓൾ ഇന്ത്യ 47ാമത്തെ റാങ്ക് ആവണ്ട, കേരളത്തിന് 1ാം റാങ്ക്. കേരളത്തിന് 1ാം റാങ്ക് ആയിരിക്കണം, ഓൾ ഇന്ത്യ 1ാം റാങ്ക്. ഓൾ ഇന്ത്യ 2nd റാങ്ക്, കേരളത്തിൽ 2nd റാങ്ക് ആയിരിക്കണം. അങ്ങനെ എയിംസ് ഡൽഹിയിലൊക്കെ പോയാൽ നിറയെ മലയാളികൾ മാത്രമുള്ള, അതൊരു മണ്ണിൻ്റെ മക്കൾ വാദമൊന്നുമില്ല, നമ്മുടെ ഒരു ആഗ്രഹമാണ്, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ഏറ്റവും വലിയ സ്വപ്നം അതാണ്. ഒരു റിസൾട്ടൊക്കെ വരുമ്പോൾ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനക്കാരും നമ്മളെ നോക്കിയിട്ട് എന്ത് ചെയ്യണം, കണ്ണ് പൊളിച്ച് നിൽക്കണം. അയ്യോ, കേരളത്തിൽ ഇത്രയും വലിയ ടോപ്പ് റാങ്കുകളായിട്ടുണ്ടോ എന്നുള്ളത്, അതിൻ്റെ പൊട്ടൻഷ്യൽ നമുക്കുണ്ട്. നമ്മൾ അതങ്ങ് തീരുമാനിച്ചിറങ്ങിയാൽ മതി. ഞങ്ങളാണ് 1ാം റാങ്ക് വാങ്ങാൻ പോകുന്നത്, നമ്മൾ അങ്ങനെ തീരുമാനിച്ചിറങ്ങിയതാണ് ഡോപ്പ. നമ്മളെപ്പോഴും പറയും ഓൾ ഇന്ത്യ ഫസ്റ്റ് റാങ്ക് തന്നെ നമുക്ക് വേണം. ഇനിയുള്ള ദിവസങ്ങൾ ഉഷാറായിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക. ഇനിയും ഉണ്ട് ദിവസങ്ങൾ. ഇന്നിപ്പോൾ എത്രയാണ്, മാർച്ച് 21. അപ്പോൾ 10ഉം 30ഉം 40ഉം 6ഉം 46 ദിവസങ്ങൾ കൂടെ ഉണ്ട്. 46 ദിവസങ്ങൾ ലോകം തന്നെ മാറ്റിമറിച്ച് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഉഷാറായിട്ട് പഠിക്കുക. നാളത്തെ ലൈവിന് കയറുക. ഏതൊക്കെയാണ് സബ്ജക്റ്റ് എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എല്ലാ ദിവസവും ലൈവ് ഉണ്ട്. നിങ്ങൾ മാത്രം കണ്ടാൽ പോരാ, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കാണുക. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫുൾ മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സെറ്റാവുക. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണുന്നവരെ, അണ്ടിൽ ദെൻ ദിസ് ഈസ് മീ JD സൈനിങ് ഓഫ്. താങ്ക് യു.